Hello, my dear students. Your KH from RACE. IIT സ്വപ്നം കാണുന്ന NIT സ്വപ്നം കാണുന്ന മുഴുവൻ സ്റ്റുഡൻസിനും റേസിൻ്റെ JEE ചാനലിലേക്ക് സ്വാഗതം. സോ കാര്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യം ഒരു കാര്യം പറയാം. നിങ്ങളെല്ലാവരും JEEയുടെ ചാനൽ റേസ് പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്ത JEEയുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണൊക്കെ എനാബിൾ ചെയ്യുക. സോ നിങ്ങളുടെ JEE എക്സാം, JEEയുടെ ഫസ്റ്റ് സെക്ഷൻ എക്സാം, അതായത് IIT സ്വപ്നം കാണുന്ന NIT സ്വപ്നം കാണുന്ന ഇന്ത്യയിലെ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്ക് പഠിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും നിങ്ങളുടെ ആഗ്രഹം സാക്ഷാത്കരിക്കാനുള്ള ഒന്നാമത്തെ കടമ്പയാണ് ജനുവരി 24 JEE ഫസ്റ്റ് സെക്ഷൻ എക്സാം. ഓക്കെ അല്ലേ? സോ ഇനി നമുക്ക് മുമ്പിൽ വളരെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ വീഡിയോ കാണുന്ന പലരും പ്രിപ്പറേഷൻ്റെ പല ഘട്ടത്തിലായിരിക്കും ഉണ്ടാവുക. ചില ആളുകൾ സിലബസ് ഒക്കെ ഓൾറെഡി കവർ ചെയ്ത ആളുകളുണ്ടാവും, ചില ആളുകൾ സിലബസ് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിട്ടുണ്ടാവില്ല. ചില ആളുകൾ എങ്കിലും സംശയം ഉണ്ടാവും, സാറേ ഞങ്ങൾ JEEയുടെ ഫസ്റ്റ് സെക്ഷൻ എഴുതണോ, ഞങ്ങൾ JEEയുടെ സെക്കൻഡ് സെക്ഷൻ എഴുതിയാൽ പോരെ, ഞങ്ങൾ നിലവിൽ സിലബസ് ഒന്നും കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തില്ല, കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞില്ല, സോ ഞങ്ങൾ സെക്കൻഡ് സെക്ഷൻ എഴുതിയാൽ പോരെ എന്ന്. പോരാ. നിങ്ങളെല്ലാവരും നിങ്ങൾ പ്രിപ്പറേഷൻ്റെ ഏത് ഘട്ടത്തിലാണെങ്കിൽ പോലും നിങ്ങൾ നിർബന്ധമായിട്ട് JEEയുടെ ഫസ്റ്റ് സെക്ഷൻ എഴുതണം. നിങ്ങൾക്ക് JEEയുടെ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ഉണ്ടാവുക, കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് ഫസ്റ്റ് സെക്ഷനിലൂടെ ക്ലിയർ ആയിട്ട് മാറും. ഇനി കൃത്യമായിട്ട് സിലബസ് പഠിച്ച ആളുകളാണെങ്കിലും അല്ലാത്ത ആളുകളാണെങ്കിൽ പോലും ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ കൃത്യമായിട്ട് പ്രോബ്ലം ഓറിയൻറ്റഡ് ആയിട്ട് നിങ്ങൾ JEEനെ അപ്രോച്ച് ചെയ്യുക. അതായത് ഇനിയും നിങ്ങൾ കോൺസെപ്റ്റുകൾ, തിയറികൾ കൂടുതൽ പഠിക്കുന്നതിന് പകരം നിങ്ങൾ കൃത്യമായിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിലൂടെ അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യനിലൂടെ നിങ്ങൾ പ്രിപ്പറേഷൻ നടത്തുക. അതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് JEEയുടെ ഈ ചാനലും ഇതിലൂടെ ഉണ്ടാകുന്ന ലൈവുകളും. ഇന്ന് തുടങ്ങുന്ന ലൈവ് നിങ്ങൾക്ക് JEEയുടെ പരീക്ഷയുടെ തലേ ദിവസം വരെ നിങ്ങൾക്ക് ഈ ചാനലിൽ ലൈവ് ഉണ്ടാവും. ഇന്ന് കെമിസ്ട്രിയാണ്, കെമിസ്ട്രിയും ഫിസിക്സും മാത്സും എല്ലാ ചാപ്റ്ററുകളും, എല്ലാ സബ്ജക്റ്റുകളും, എല്ലാ ടോപ്പിക്കുകളും, എല്ലാ ചാപ്റ്ററുകളും നിങ്ങൾക്ക് ഇവിടെ റിവിഷൻ ചെയ്യും. പ്രോബ്ലം ഓറിയൻറ്റഡ് ആയിട്ടായിരിക്കും നമ്മൾ റിവിഷൻ ഉണ്ടാവുക. ഓരോ ചാപ്റ്ററിനും ചോദിക്കാൻ സാധ്യതയുള്ള ഇമ്പോർട്ടൻറ്റ് മോസ്റ്റ് പ്രോബബിൾ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുക. സോ JEEയുടെ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ഉണ്ടാവുക, ഏത് ലെവൽ ക്വസ്റ്റ്യൻസ് ആണെന്നൊക്കെ നിങ്ങൾക്ക് ഈ ലൈവിലൂടെ മനസ്സിലാക്കും. അതുമാത്രമല്ല, നിങ്ങൾക്ക് 24-ാം തീയതിയിലുള്ള എക്സാം വളരെ കൂളായിട്ട് നിങ്ങൾ ആ എക്സാം ഹാളിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാനും ഈ ലൈവ് നിങ്ങളെ സഹായിക്കും. സോ നമുക്ക് കെമിസ്ട്രിയുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. സോ ഇന്ന് നിങ്ങൾക്ക് ആദ്യത്തെ 4 ചാപ്റ്റർ, നിങ്ങളെ ഫസ്റ്റ് 4 ചാപ്റ്റർ, അതായത് സം ബേസിക് കോൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രി, സ്ട്രക്ചർ ഓഫ് ആറ്റം, ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് ആൻഡ് പീരിയോഡിസിറ്റി ഇൻ പ്രോപ്പർട്ടി, ദെൻ കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലാർ സ്ട്രക്ചർ, ഈ 4 ചാപ്റ്ററിനകത്തുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്ലിയർ അല്ലേ? സോ നിങ്ങൾക്ക് ഓരോ ക്വസ്റ്റ്യൻസും നിങ്ങൾ കാണുന്ന ഉടൻ തന്നെ പെട്ടെന്ന് നിങ്ങൾ ആൻസർ ചെയ്തിട്ട് നിങ്ങൾ ചാറ്റ് ബോക്സിൽ നിങ്ങൾ പറയാം. ക്ലിയർ അല്ലേ? ആൻസർ A ആണോ, B ആണോ, C ആണോ, D ആണോ എന്ന് നിങ്ങൾ ചാറ്റ് ബോക്സിൽ പറയുക. നിങ്ങൾ വളരെ കൃത്യമായിട്ട് ഡിസ്കഷൻ്റെ ഭാഗമായിട്ട് മാറുക. അതുമാത്രമല്ല, ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് അടക്കം JEEക്ക് ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ ക്വസ്റ്റ്യൻസുകളും നമ്മൾ ഈ ഒരു വീഡിയോക്കകത്ത് ഡിസ്കസ് ചെയ്യും. ക്ലിയർ അല്ലേ? ഓക്കെ ആണെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് ഓക്കെ എന്നോ എന്തെങ്കിലും ഒന്ന് പറയാം. ക്ലിയർ അല്ലേ? സോ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റിലേക്ക് കടക്കാം. സം ബേസിക് കോൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രി എന്ന ചാപ്റ്ററുമായി ബന്ധപ്പെട്ട മോൾ കോൺസെപ്റ്റുമായി ബന്ധപ്പെട്ട ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക. എന്താ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ? A metal chloride contains 55% of chlorine by weight. 100 ml vapor of metal chloride at STP weight 0.57 gram. The molecular formula of the metal chloride is MCl2, MCl4, MCl3, MCl. എന്താ ചോദ്യം? ഒരു മെറ്റൽ ക്ലോറൈഡിനകത്തുള്ള ക്ലോറിൻ്റെ പെർസെൻറ്റേജ്, മാസ് പെർസെൻറ്റേജ് അല്ലെങ്കിൽ പെർസെൻറ്റേജ് ബൈ മാസ് 55% ആണെന്ന് നിങ്ങൾക്ക് കൃത്യവും വ്യക്തമായിട്ട് തന്നിട്ടുണ്ട്. അത് മാത്രമല്ല, STPയിൽ 100 ml മെറ്റൽ ക്ലോറൈഡിനകത്തുള്ള മെറ്റൽ ക്ലോറൈഡിൻ്റെ മാസ് 0.57 gram ആണ്. അങ്ങനെയാണെങ്കിൽ ആരാണ് മെറ്റൽ ക്ലോറൈഡ്? സോ നമുക്ക് MCl2 ഉണ്ട്, MCl4 ഉണ്ട്, MCl3 ഉണ്ട്, MCl ഉണ്ട്. സോ നമുക്ക് ജസ്റ്റ് MClX ആക്കി എടുക്കാം. സോ മോൾ കോൺസെപ്റ്റുമായി ബന്ധപ്പെട്ട പ്രോബ്ലം ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ഇക്വേഷൻ്റെയും ആവശ്യമില്ല. കോൺസെപ്റ്റുകൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാമെങ്കിൽ ആ കോൺസെപ്റ്റുകൾ ഉപയോഗിച്ച് നമുക്ക് ആൻസറിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി സാധിക്കും. അത്തരത്തിലുള്ള ഒരു ചോദ്യമാണിത്. നിങ്ങൾ STP എന്ന് കണ്ടയുടൻ നിങ്ങളുടെ മനസ്സിലേക്ക് എന്താ ഓടി വരിക? STP എന്ന് കണ്ടാൽ നമുക്കറിയുന്ന കാര്യം എന്താ?
അറ്റ് എസ് ടി പിയിൽ ഏതൊരു ഗ്യാസിനെയും ഒരു മോളിൽ എടുത്താൽ അതിന്റെ വോളിയം 22.4 ലിറ്റർ ആണെന്ന് നമുക്കറിയാം. അതല്ലേ നമുക്കറിയുന്നേ? സോ അത് മാത്രം നമുക്കറിഞ്ഞാൽ ഇതിന്റെ ആൻസർ എഴുതാൻ പറ്റും. അറ്റ് എസ് ടി പി നമുക്ക് എന്താ അറിയുന്നേ? അറ്റ് എസ് ടി പി ഏതൊരു ഗ്യാസിനെയും 1 മോളിൽ എടുത്താൽ അതിന്റെ വോളിയം 22.4 ലിറ്റർ ആയിരിക്കും നമുക്കറിയാം. ഇതൊന്ന് തിരിച്ചു പറഞ്ഞേ. ഒരു മോളിന്റെ വോളിയം എസ് ടി പിയിൽ 22.4 ലിറ്റർ ആണെങ്കിൽ നമുക്ക് തിരിച്ചെങ്ങനെ പറയാം? 22.4 ലിറ്ററിനകത്ത് ഒരു മോൾ മെറ്റൽ ക്ലോറൈഡ് ഉണ്ടാവും അല്ലേ? 22.4 ലിറ്ററിനകത്ത് എസ് ടി പിയിൽ ഒരു മോൾ മെറ്റൽ ക്ലോറൈഡ് ഉണ്ടാവും. ഇവിടെ നോക്ക് നിങ്ങൾ, ഇവിടെ നിങ്ങൾക്ക് ലിറ്ററിലാണോ തന്നത്? ഒരിക്കലുമല്ല, നിങ്ങൾക്ക് തന്നത് മില്ലി ലിറ്ററിലാണ്. ക്ലിയർലേ? എല്ലാവർക്കും അറിയാലോ, എല്ലാവർക്കും അറിയാം 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ 1000 ml ആണ്. സോ നിങ്ങൾ 22.4 ലിറ്ററിന് നിങ്ങൾ മില്ലി ലിറ്ററിലേക്ക് മാറ്റുക. സോ 22,400 മില്ലി ലിറ്ററിനകത്ത് ഒരു മോൾ മെറ്റൽ ക്ലോറൈഡ് ഉണ്ടാവും. എടാ 22,400 ml-നകത്ത് ഒരു മോൾ മെറ്റൽ ക്ലോറൈഡ് ഉണ്ടാകുമെങ്കിൽ 1 ml-നകത്ത് എത്ര മെറ്റൽ ക്ലോറൈഡ് ഉണ്ടാവും? 1/22400 മോൾ മെറ്റൽ ക്ലോറൈഡ് ഉണ്ടാവും. എടാ 1 ml-നകത്ത് 1/22400 മോൾ മെറ്റൽ ക്ലോറൈഡ് ഉണ്ടാകുമെങ്കിൽ 100 ml-നകത്ത് എത്ര ഉണ്ടാവൂടാ? 100 ml-നകത്ത് 100 × 100 × 1/22400 മോൾ ഉണ്ടാവും. 0 അങ്ങ് വെട്ടിയാൽ 1/224 മോൾ മെറ്റൽ ക്ലോറൈഡ് ഉണ്ടാവും. ക്ലിയർ അല്ലേ? സോ 100 ml-നകത്ത് 1/224 മോൾ മെറ്റൽ ക്ലോറൈഡ് ഉണ്ടാവും. എടാ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്ത് തന്നിക്ക്? ക്വസ്റ്റ്യൻ പേപ്പറിൽ വളരെ കൃത്യവും വ്യക്തമായിട്ട് തന്നിട്ടുണ്ട്. 100 ml-നകത്തുള്ള മെറ്റൽ ക്ലോറൈഡിന്റെ മാസ് 0.57 ആണ്. എന്താ തന്നത്? 100 ml-നകത്തുള്ള മെറ്റൽ ക്ലോറൈഡിന്റെ മാസ് 0.57 ഗ്രാം ആണ് തന്നിട്ടുണ്ട്. നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? നമുക്ക് 100 ml മെറ്റൽ ക്ലോറൈഡിനകത്തുള്ള മെറ്റൽ ക്ലോറൈഡിന്റെ മോള് 1/224 ആണ് തന്നിട്ടുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം? ഇക്വേറ്റ് ചെയ്യാം. നോക്കടാ 100 ml-നകത്ത് എസ് ടി പിയിൽ മെറ്റൽ ക്ലോറൈഡിന്റെ മാസ് 0.57 ആണ്. നമുക്ക് എന്ത് കിട്ടി? 100 ml-നകത്ത് മെറ്റൽ ക്ലോറൈഡിന്റെ മോള് 1/224 ആണ്. സോ നിങ്ങൾ അത് ഇക്വേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇക്വേറ്റ് ചെയ്ത് എന്ത് കിട്ടും? 1/224 മോൾ മെറ്റൽ ക്ലോറൈഡിന്റെ മാസ് ആണ് എത്ര? മെറ്റൽ ക്ലോറൈഡിന്റെ 1/224 മോൾ മെറ്റൽ ക്ലോറൈഡിന്റെ മാസ് ആണ് നിങ്ങൾക്ക് തന്നിട്ടുള്ള 0.57 ഗ്രാം. അങ്ങനെയാണെങ്കിൽ ഒരു മോൾ മെറ്റൽ ക്ലോറൈഡിന്റെ മാസ് എത്രയായിരിക്കും? 0.57 × 224 which is equal to 127.68 ഗ്രാം എന്ന് കിട്ടും. എടാ ഏതൊരു സബ്സ്റ്റൻസിനെയും ഒരു മോളിൽ എടുത്താലുള്ള അതിന്റെ മാസ് നമ്മൾ എന്താ വിളിക്കുക? ഗ്രാം മോളിക്കുലാർ മാസ് അല്ലേ? ഏതൊരു സബ്സ്റ്റൻസിനെയും ഒരു മോളിൽ എടുത്താൽ അതിന്റെ മാസ് ഗ്രാം മോളിക്കുലാർ മാസിന് ഈക്വൽ ആകുമെങ്കിൽ ഒരു മോൾ മെറ്റൽ ക്ലോറൈഡിന്റെ മാസ് എന്ന് പറഞ്ഞാൽ മെറ്റൽ ക്ലോറൈഡിന്റെ ഗ്രാം മോളിക്കുലാർ മാസ് ആണ് 127.68 ഗ്രാം. ക്ലിയർ അല്ലേ? സോ ഇത്രയും നമുക്ക് എസ് ടി പി എന്നുള്ള ഈ ഒരൊറ്റ പോയിന്റ് ഉപയോഗിച്ച് ഈ മെറ്റൽ ക്ലോറൈഡിന്റെ മോളിക്കുലാർ മാസ് ഒരു മോളിന്റെ മാസ് നമുക്ക് കിട്ടി. ഇനി നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്ത് തന്നിട്ടുണ്ട്? ഈ മെറ്റൽ ക്ലോറിനകത്തുള്ള ക്ലോറിന്റെ മാസ് പെർസെൻറ്റേജ് 55%. എന്താണ് മാസ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ? ഒരു എലമെന്റിന്റെ മാസ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ മാസ് പെർസെൻറ്റേജ് ഓഫ് എൻ എലമെന്റ് ഈസ് ദ മാസ് ഓഫ് ദി എലമെന്റ് ഡിവൈഡ് ബൈ മാസ് ഓഫ് ദി കോമ്പൗണ്ട് ഇൻറ്റു 100%. ഒരു എലമെന്റിന്റെ മാസ് പെർസെൻറ്റേജ് കാണാൻ ആ എലമെന്റിന്റെ മാസിനെ കോമ്പൗണ്ടിന്റെ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ക്ലിയർ അല്ലേ? സോ ഇവിടെ മാസ് പെർസെൻറ്റേജ് ഓഫ് ക്ലോറിൻ തന്നിക്ക്. സോ എങ്ങനെയാ മാസ് പെർസെൻറ്റേജ് കാണുക? മാസ് പെർസെൻറ്റേജ് ഓഫ് an element is equal to mass of element divided by mass of compound into 100%. അല്ലേ? യെസ്. മാസ് പെർസെൻറ്റേജ് ഓഫ് ക്ലോറിൻ എത്ര തന്നിക്ക്? 55% തന്നിട്ടുണ്ട്. മാസ് ഓഫ് ക്ലോറിൻ എത്രയാ? മാസ് ഓഫ് ക്ലോറിൻ നമുക്ക് അറിഞ്ഞൂടാ. സോ മാസ് ഓഫ് ക്ലോറിൻ ഡിവൈഡ് ബൈ മാസ് ഓഫ് കോമ്പൗണ്ട് എത്രയാ? നമുക്ക് കിട്ടി 127.68 ആണ് മാസ് ഓഫ് കോമ്പൗണ്ട് ഇൻറ്റു 100. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ സോ മാസ് പെർസെൻറ്റേജ് ഓഫ് എലമെന്റ് ഈസ് ഈക്വൽ ടു മാസ് ഓഫ് എലമെന്റ് ഡിവൈഡ് ബൈ മാസ് ഓഫ് കോമ്പൗണ്ട് ഇൻറ്റു 100%. മാസ് പെർസെൻറ്റേജ് ഓഫ് എലമെന്റ് തന്നിക്ക്, മാസ് ഓഫ് കോമ്പൗണ്ട് നമുക്ക് കിട്ടിയേക്ക്. സോ നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാസ് ഓഫ് ക്ലോറിൻ നിങ്ങൾക്ക് 70.22 കിട്ടും. എടാ ക്ലോറിന്റെ മാസ് കിട്ടിയാൽ നിങ്ങൾക്ക് നമ്പർ ഓഫ് മോൾസ് കാണാൻ അറിയാലോ. എന്താ നമ്പർ ഓഫ് മോൾസിന്റെ ഇക്വേഷൻ? നമ്പർ ഓഫ് മോൾസ് ഈസ് ഈക്വൽ ടു ഗിവൺ മാസ് ഡിവൈഡ് ബൈ മോളിക്കുലാർ മാസ്. എത്രയാണ് ഗിവൺ മാസ്? ഗിവൺ മാസ് 70.22. ക്ലോറിന്റെ മോളിക്കുലാർ മാസ് എത്രയാടാ? ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിക്ക്. എന്തിനാ തരേണ്ട ആവശ്യം?
ക്ലോറിന്റെ മോളിക്കുലാർ മാസ് നമ്മൾ 10ാം ക്ലാസ് 8ാം ക്ലാസ്സിലെ പഠിക്കുന്ന എത്രയാ 35.5. സോ ഗിവൺ മാസിന് 35.5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ക്ലോറിൻ 2 കിട്ടും. നമ്പർ ഓഫ് മോൾസ് ഓഫ് ക്ലോറിൻ എത്ര കിട്ടും? 2 കിട്ടും. നോക്കടാ, ഒരു മോൾ കോമ്പൗണ്ടിനകത്തുള്ള ക്ലോറിന്റെ മോൾ എത്തിയാ 2. സോ ഒരു മോൾ കോമ്പൗണ്ടിനകത്ത് ഒരു മോൾ മെറ്റൽ ക്ലോറിനകത്ത് 2 മോൾ ക്ലോറിൻ ആണെങ്കിൽ എന്താ ഫോർമുല വരിക? MCl2. സോ വളരെ സിമ്പിൾ ആയിട്ട് ഒരു ഇക്വേഷൻ നമുക്ക് ആവശ്യമില്ല. മോൾ കോൺസെപ്റ്റുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നിങ്ങൾക്ക് ജെയ്ക്ക് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണോ അറിയുന്നത് അതിൽ നിന്ന് നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താൻ വേണ്ടി സാധിക്കും. ക്ലിയർ അല്ലേ? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? സോ ക്ലിയർ ആണെങ്കിൽ എല്ലാവരും ഒന്ന് ചാറ്റ് ബോക്സിൽ ക്ലിയർ എന്ന് പറയാം. ഓക്കെ അല്ലേ? റെഡി അല്ലേ? സെറ്റ് അല്ലേ? സോ നമുക്ക് അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇത് മോൾ കോൺസെപ്റ്റുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. സോ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്ക്. എല്ലാവരും ഒന്ന് സ്വന്തമായിട്ട് ചെയ്തിട്ട് ആൻസർ ചാറ്റ് ബോക്സിൽ പറയാം. എന്താണ് ക്വസ്റ്റ്യൻ? 5 moles of AB2 weight 125 into 10 raised to minus 3 kilogram and 10 moles of A2B2 weight 300 into 10 raised to minus 3 kilogram. The molar mass of A and molar mass of B is. എന്താ ചോദ്യം? നിങ്ങൾക്ക് 2 കോമ്പൗണ്ട് തന്നിട്ടുണ്ട്. ഒന്ന് AB2 എന്നുള്ള കോമ്പൗണ്ട് ആണ്, രണ്ടാമത് A2B2 എന്നുള്ള കോമ്പൗണ്ട് ആണ്. ക്ലിയർ അല്ലേ? 5 മോൾ AB2ന്റെ വെയിറ്റും നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. 10 മോൾ A2B2ന്റെ വെയിറ്റും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുണ്ട്. 10 മോൾ A2B2ന്റെ വെയിറ്റ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എയുടെയും ബിയുടെയും മോളാർ മാസ് എത്രയാണെന്നാണ് ചോദ്യം. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? എല്ലാവരും ചെയ്തിട്ട് ആൻസർ ചാറ്റ് ബോക്സിൽ പറയാ. എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ എന്ന് ചാറ്റ് ബോക്സിൽ പറയാ. സുനീറ ഓപ്ഷൻ സി പറഞ്ഞിട്ടുണ്ട്, ദേവിക ഓപ്ഷൻ സി പറഞ്ഞിട്ടുണ്ട്, ദേവിക അഗൈൻ ഓപ്ഷൻ എയിലേക്ക് പോയിട്ടുണ്ട്. സോ പലരും പല ഓപ്ഷൻസ് ആണ് പറയുന്നത്. സോ എല്ലാവരും കൃത്യമായിട്ട് ചെയ്തു നോക്കുക. ഓക്കെ, എല്ലാവരും ആവേശത്തോടെ ചെയ്തു നോക്കണോ? ക്വസ്റ്റ്യൻ കിട്ടുന്ന ഉടൻ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്തു നോക്കുക. ആരും സിനിമ കാണുന്നത് പോലെ സീരീസ് കാണുന്നത് പോലെ ലൈവ് ക്ലാസ്സിൽ ഇരിക്കാൻ പാടില്ല. എല്ലാവരുടെ മുമ്പിലും പെന്നും പേപ്പറും ഒക്കെ വേണം. ഒരു ക്വസ്റ്റ്യൻ കാണുന്ന ഉടൻ നിങ്ങൾ ആൻസർ ചെയ്യുക, എന്നിട്ട് ചാറ്റ് ബോക്സിൽ കമന്റ് പറയുക. ക്ലിയർ അല്ലേ? എല്ലാവരും ഡിസ്കഷന്റെ ഭാഗമാവുക. വെറുതെ നിങ്ങൾ സിനിമ കാണുന്ന പോലെ ആരും ഇരിക്കാൻ പാടില്ലേ? ഓക്കെ, റെഡി. സോ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. നോക്കിയോ, നിങ്ങൾ ക്വസ്റ്റ്യൻ നോക്കിയോ. എടാ, നിങ്ങൾക്ക് എന്തറിയാം? ഏതൊരു മോളിക്യൂളിന്റെയും ഗ്രാം മോളിക്കുലാർ മാസ് കാണാൻ അതിനകത്തുള്ള ആറ്റങ്ങളുടെ ഗ്രാം അറ്റോമിക് മാസ് കൂട്ടിയാൽ പോലെ. 8ാം ക്ലാസ്സിലെ പഠിക്കുന്നില്ലേ? ഏതൊരു മോളിക്യൂളിന്റെയും ഗ്രാം മോളിക്കുലാർ മാസ് കാണാൻ അതിനകത്തുള്ള ആറ്റങ്ങളുടെ ഗ്രാം അറ്റോമിക് മാസ് കൂട്ടിയാൽ മതി. അങ്ങനെയാണെങ്കിൽ AB2ന്റെ ഗ്രാം മോളിക്കുലാർ മാസ് കാണാൻ അതിനകത്തുള്ള എയുടെയും ബിയുടെയും ഗ്രാം അറ്റോമിക് മാസ് കൂട്ടിയാൽ പോരെ. സോ നിങ്ങൾ നോക്കിക്കോ, മോളിക്കുലാർ മാസ് ഓഫ് AB2. എന്താ മോളിക്കുലാർ മാസ് ഓഫ് AB2 എന്ന് പറഞ്ഞാല്? മാസ് ഓഫ് A പ്ലസ് 2 ഇൻറ്റു മാസ് ഓഫ് B അല്ലെ? AB2ന്റെ മോളിക്കുലാർ മാസ് കാണാൻ AB2നകത്തുള്ള എയുടെയും ബിയുടെയും മോളിക്കുലാർ മാസ് കൂട്ടിയാൽ മതി. എടാ നോക്കടാ, എന്താ മോളിക്കുലാർ മാസ്? ഏതൊരു സബ്സ്റ്റൻസിനെയും അതിന്റെ മോളിക്കുലാർ മാസ് എടുത്താൽ അതിനകത്ത് 1 മോൾ സബ്സ്റ്റൻസ് അല്ലേ ഉണ്ടാവുക? യെസ്, ഏതൊരു മോളിക്യൂളിനെയും 1 മോൾ എടുത്താൽ അതിന്റെ മാസ് ഗ്രാം മോളിക്കുലാർ മാസ് ആണ്. തിരിച്ചു പറഞ്ഞാൽ ഏതൊരു മോളിക്യൂളിനെയും ഗ്രാം മോളിക്കുലാർ മാസ് എടുത്താൽ അതിനകത്ത് 1 മോൾ സബ്സ്റ്റൻസ് ഉണ്ടാവുക. സോ മോളിക്കുലാർ മാസ് ഓഫ് AB2 എന്ന് പറഞ്ഞാൽ 1 മോൾ AB2ന്റെ മാസാ. സോ 1 മോൾ AB2ന്റെ മാസാണ് മാസ് ഓഫ് A പ്ലസ് 2 ഇൻറ്റു മാസ് ഓഫ് B. എടാ, ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് 5 മോൾ AB2ന്റെ മാസാ തന്നത്. 1 മോൾ AB2ന്റെ മാസ് MA പ്ലസ് 2 MB ആണെങ്കിൽ എന്തായിരിക്കും? 5 മോൾ AB2ന്റെ മാസ് 5 ഇൻറ്റു MA പ്ലസ് 2 MB, അതായത് 5 MA പ്ലസ് 10 MB എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? വിച്ച് ഈസ് ഈക്വൽ ടു എത്രയാ? 5 മോൾ AB2ന്റെ മാസ് നിങ്ങൾക്ക് എത്ര വന്നിക്ക്? 125 ഇൻറ്റു 10 റേസ് ടു മൈനസ് 3. ഇതാണ് ഒന്നാമത്തെ ഇക്വേഷൻ. ഇത് മാത്രമാണ് വന്നത്? അല്ല, 10 മോൾ A2B2യുടെ വെയിറ്റ് നിങ്ങൾക്ക് തന്നിക്ക് 300 ഇൻറ്റു 10 റേസ് ടു മൈനസ് 3. എന്താണ് A2B2ന്റെ മോളിക്കുലാർ മാസ് എങ്ങനെ കാണുക? A2B2ന്റെ മോളിക്കുലാർ മാസ് കാണാൻ A2B2 അകത്തുള്ള എയുടെയും ബിയുടെയും ഗ്രാം അറ്റോമിക് മാസ് കൂട്ടിയാൽ മതി. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ 1 മോൾ A2B2ന്റെ മാസ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഗ്രാം മോളിക്കുലാർ മാസ് ആണ്. ഗ്രാം മോളിക്കുലാർ മാസ് കാണാൻ അതിനകത്തുള്ള ആറ്റങ്ങളുടെ ഗ്രാം അറ്റോമിക് മാസ് കൂട്ടിയാൽ മതി. സോ 2 ഇൻറ്റു ഗ്രാം അറ്റോമിക് മാസ് ഓഫ് A പ്ലസ് 2 ഇൻറ്റു ഗ്രാം അറ്റോമിക് മാസ് ഓഫ് B. പക്ഷേ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് 10 മോൾ A2B2 എന്നത്
ഒരു മോൾ A2B2ന്റെ മാസ് 2 into gram atomic mass of A plus 2 into gram atomic mass of B ആണെങ്കിൽ 10 മോൾ A2B2ന്റെ മാസ് എത്രയാടാ? 10 മോൾ A2B2ന്റെ മാസ് എത്രയാ? ഇതിന് എത്ര കൊണ്ട് ഗുണിച്ചാൽ മതി? ഇതിനെ 10 കൊണ്ട് ഗുണിച്ചാൽ മതി. 20 മാസ് ഓഫ് A പ്ലസ് 20 മാസ് ഓഫ് ബി. ഇതാണ് രണ്ടാമത്തെ ഇക്വേഷൻ. ഇതിന്റെ വാല്യൂ എത്ര തന്നത്? ഇതിന്റെ വാല്യൂ നിങ്ങൾക്ക് 300 into 10⁻³ തന്നിട്ടുണ്ട്. ഇതാണ് രണ്ടാമത്തെ ഇക്വേഷൻ. ഇനി ഞാൻ പറയേണ്ട ആവശ്യമുണ്ടോ? ഒന്നാമത്തെ ഇക്വേഷനും രണ്ടാമത്തെ ഇക്വേഷനും സോൾവ് ചെയ്താൽ നിങ്ങൾക്ക് മാസ് ഓഫ് എയും മാസ് ഓഫ് ബിയും കിട്ടും. സോൾവ് ചെയ്തോ. ഒന്നാമത്തെ ഇക്വേഷൻ എന്താ? 5A plus 10B equal to 125 into 10⁻³ എന്താ രണ്ടാമത്തെ ഇക്വേഷൻ? 20MA plus 20MB is equal to 300 into 10⁻³. സോ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ഒന്നാമത്തെ ഇക്വേഷൻ നിങ്ങൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഒന്നാമത്തെ ഇക്വേഷൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ എന്ത് കിട്ടും? 5MA 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 10MA കിട്ടും. ക്ലിയർ അല്ലേ? 10MB നിങ്ങൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 20MB കിട്ടും. ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. ഇനി 125 into 10⁻³ നിങ്ങൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 250 into 10⁻³ കിട്ടും. ഇനി കൂട്ടോ കുറക്കുകയും ചെയ്തോ. എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അതൊക്കെ ചെയ്തോ. ഈ രണ്ടാമത്തെ ഇക്വേഷൻ ഈ മൂന്നാമത്തെ ഇക്വേഷൻ കുറച്ചാൽ 20MB പോയി. 20MA 10MA കുറച്ചാൽ ബാക്കി 10MA കിട്ടും. വിച്ച് ഈസ് ഈക്വൽ ടു 300 250 കുറച്ചാൽ 50 ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. into 10⁻³ ഈ 0 പോയാൽ മാസ് ഓഫ് എ, ഗ്രാം അറ്റോമിക് മാസ് ഓഫ് എ അല്ലെങ്കിൽ മോളാർ മാസ് ഓഫ് എ 5 into 10⁻³ കിട്ടും. 5 into 10⁻³ ഏത് ഓപ്ഷൻ വരുന്നേ? MA. എല്ലാ ഓപ്ഷൻ ഡി ആസ് 5 into 10⁻³. ഇത്രയേ ഉള്ളൂ. എങ്ങനെയാണ് ഒരു മോളിക്യൂളിന്റെ ഗ്രാം മോളിക്കുലാർ മാസ് കാണുക എന്നും ഒരു മോൾ സബ്സ്റ്റൻസിന്റെ മാസ് അതിന്റെ ഗ്രാം മോളിക്കുലാർ മാസിന് ഈക്വൽ ആണെന്നും നിങ്ങൾക്ക് അറിയാമെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ വേണ്ടി സാധിക്കും. ക്ലിയർ അല്ലേ? ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് JEEൽ പ്രതീക്ഷിക്കാം. ക്ലിയർ അല്ലേ? JEE മെയിൻസിന് നിങ്ങൾക്ക് കെമിസ്ട്രി, ഫിസിക്സിനെയും മാത്സിനെയും കമ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യാനും കൂടുതൽ ഈസിയുള്ള ക്വസ്റ്റ്യൻസ് കിട്ടാനും സാധ്യത കെമിസ്ട്രിക്കാണ്. സോ കെമിസ്ട്രി നിങ്ങൾ ശക്തവും വ്യക്തമായിട്ട് നിങ്ങൾ പഠിച്ച് മുന്നോട്ടേക്ക് പോവുക. ക്ലിയർ അല്ലേ? സിമ്പിൾ അല്ലേ? മോൾ കോൺസെപ്റ്റ് സിമ്പിൾ അല്ലേ? ഓക്കെ ആണെങ്കിൽ എല്ലാവരും ഒന്ന് ഓക്കെ എന്നൊക്കെ ഒന്ന് കമന്റ് ബോക്സിൽ ഒന്ന് പറയാം. ക്ലിയർ അല്ലേ? വേറൊരു കാര്യം, JEEയുടെ ചാനൽ 2 ദിവസം മുന്നെയാണ് തുടങ്ങിയത്. സോ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഷെയർ ഒക്കെ ചെയ്യുക. പോട്ടെ, പരോപകാരം അല്ലേ? ചെയ്തോ. സോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോ നിങ്ങൾ. അടുത്തതും സം ബേസിക് കോൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. നിങ്ങൾ കോൺസെൻട്രേഷൻ ടേം പഠിച്ചിട്ടില്ലേ? മൊളാലിറ്റി പഠിച്ചിക്ക്, മോൾ ഫ്രാക്ഷൻ പഠിച്ചിക്ക്, നോർമാലിറ്റി പഠിച്ചിക്ക്, മാസ് പെർസെൻറ്റേജ് പഠിച്ചിക്ക്, മാസ് ബൈ വോളിയം പെർസെൻറ്റേജ് പഠിച്ചിക്ക്, വോളിയം പെർസെൻറ്റേജ് പഠിച്ചിട്ടുണ്ട്, പാർട്സ് പെർ മില്യൺ പഠിച്ചിട്ടുണ്ട്, പാർട്സ് പെർ ബില്യൺ പഠിച്ചിട്ടുണ്ട്. ഇതിന്റെ പരസ്പരം റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻസ് പഠിച്ചിട്ടുണ്ട്. സോ കോൺസെൻട്രേഷൻ ടേമുമായി ബന്ധപ്പെട്ട മുഴുവൻ ഇക്വേഷൻസും നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. കോൺസെൻട്രേഷൻ ടേമുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ഈ ചോദ്യം. നോക്കിയോ. What is the mass ratio of ethylene glycol? Ethylene glycol mass percentage. Molar mass എന്നൊക്കെ തന്നിട്ടുണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ. മോളാർ മാസ് ഓഫ് എഥിലീൻ ഗ്ലൈക്കോൾ 62 gram ആണ് തന്നിട്ടുണ്ട്. ക്ലിയർലി? വാട്ട് ഈസ് ദ മാസ് റേഷ്യോ ഓഫ് ethylene glycol required for making 500 gram 0.25 molar aqueous solution and 250 ml 0.25 molar aqueous solution? എന്താ ചോദ്യം? നിങ്ങൾക്ക് 250 ml 0.25 മോളാർ അക്വസ് സൊല്യൂഷനും അതേപോലെ 500 ml 500 ml 0.25 മോളാർ അക്വസ് സൊല്യൂഷനും പ്രിപ്പയർ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എഥിലീൻ ഗ്ലൈക്കോളിന്റെ മാസ് കണ്ടുപിടിച്ചിട്ട് അതിന്റെ റേഷ്യോ കാണുക. ക്ലിയർലി? സോ എന്താ മൊളാലിറ്റി എന്നും ഇനി ഞാൻ പറയേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. എന്താണ് മൊളാലിറ്റി എന്ന് പറഞ്ഞാൽ? മാറിപ്പോറേ, കേൾക്കുമ്പോൾ ചിലപ്പം പ്രയാസം ഉണ്ടാവും. മൊളാലിറ്റി മൊളാലിറ്റി ക്ലിയർലി? സോ എന്താ മൊളാലിറ്റി? ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പ്രസന്റ് ഇൻ 1 kilogram ഓഫ് സൊല്യൂഷൻ, 1 kilogram ഓഫ് സോൾവെന്റ്. ക്ലിയർലി? മൊളാലിറ്റി എന്ന് പറഞ്ഞാൽ 1 kilogram സോൾവെന്റിനകത്തുള്ള സൊല്യൂട്ടിന്റെ നമ്പർ ഓഫ് മോൾസിനെ നമ്മൾ എന്ത് വിളിക്കുക? മൊളാലിറ്റി എന്ന് വിളിക്കുക. എന്താണ് മൊളാലിറ്റിയുടെ ഇക്വേഷൻ? മൊളാലിറ്റി സ്മോൾ ലെറ്റർ M ആണ്. മൊളാലിറ്റി ഈസ് ഈക്വൽ ടു WB by MB into
1000 divided by WA in gram. Clearly, molality small letter m is equal to WB by MB into 1000 divided by WA in gram. Question paper എത്ര തന്നിക്കടാ molality? Question paper molality നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. എത്രയാ? 0.25 ആണ് molality. WB എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് സൊല്യൂട്ട് അല്ലെങ്കിൽ മാസ് ഓഫ് എഥിലീൻ ഗ്ലൈക്കോൾ നമുക്ക് അറിഞ്ഞൂടാ. മാസ് ഓഫ് എഥിലീൻ ഗ്ലൈക്കോൾ നമുക്ക് കണ്ടുപിടിക്കണം. ഡിവൈഡ് ബൈ MB എന്ന് പറഞ്ഞാൽ മോളിക്കുലാർ മാസ് ഓഫ് സൊല്യൂട്ട് അല്ലെങ്കിൽ മോളിക്കുലാർ മാസ് ഓഫ് എഥിലീൻ ഗ്ലൈക്കോൾ തന്നിട്ടുണ്ട് 62 into 1000 ഡിവൈഡ് ബൈ മാസ് ഓഫ് സോൾവെന്റ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട് 500 ആണ്. 500 ആണ്. സോ വെട്ടിക്കോ 500 1000 രണ്ടായി. ക്ലിയർ അല്ലേ? സോ മാസ് ഓഫ് എഥിലീൻ ഗ്ലൈക്കോൾ എത്രയാ? 0.25 into 62 ഡിവൈഡഡ് ബൈ 2 എന്ന് നിങ്ങൾക്ക് കിട്ടും. ക്ലിയർ അല്ലേ? അതായത് 500 ml 0.25 മൊളാൽ അക്വ സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഈഥൈൽ ഗ്ലൈക്കോളിന്റെ മാസ് നിങ്ങൾക്ക് കിട്ടി. ക്ലിയർലേ? ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? അടുത്തതായിട്ട് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 0.25 മോളാർ മോളാർ അക്വ സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്യാൻ എത്ര ഗ്രാം എഥിലീൻ ഗ്ലൈക്കോൾ വേണമെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. എന്താടാ മൊളാരിറ്റി? എന്താ മൊളാരിറ്റി? 1 ലിറ്റർ സൊല്യൂഷനകത്തുള്ള നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ആണ് മൊളാരിറ്റി. Molarity is the number of moles of solute present in 1 liter of solution. എന്താണ് molarity in equation? Molarity is equal to WB by MB into 1000 divided by V in ml. പറഞ്ഞോ molarity നിങ്ങൾക്ക് തന്നിക്ക് എത്ര തന്നേ? 0.25. WB എന്ന് പറഞ്ഞാൽ mass of ethylene glycol നമുക്ക് അറിഞ്ഞൂടാ. ക്ലിയർലി? MB മീൻസ് മോളിക്കുലാർ മാസ് ഓഫ് എഥിലീൻ ഗ്ലൈക്കോൾ തന്നിട്ടുണ്ട് 62 into 1000 ഡിവൈഡഡ് ബൈ വോളിയം ഇൻ ml നമുക്ക് തന്നിട്ടുണ്ട് 250. വെട്ടിക്കോ 250 ആയോ? 4 കിട്ടി. സോ മാസ് ഓഫ് എഥിലീൻ ഗ്ലൈക്കോൾ ഈസ് ഈക്വൽ ടു 0.25 into 62 ഡിവൈഡഡ് ബൈ 4. സിമ്പിൾ അല്ലേ? സോ നമുക്ക് എന്തൊക്കെ കിട്ടി? 500 ml 0.25 മൊളാൽ അക്വ സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്യാൻ ആവശ്യമുള്ള എഥിലീൻ ഗ്ലൈക്കോളിന്റെ മാസ് കിട്ടി. കിട്ടിയില്ലേ? കിട്ടി. അതേപോലെ 250 ml 0.25 മൊളാർ അക്വ സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്യാൻ ആവശ്യമായുള്ള എഥിലീൻ ഗ്ലൈക്കോളിന്റെ മാസ് കിട്ടി. ഇതിന്റെ റേഷ്യോ അല്ലേ ചോദിച്ചേ? ഇതിന്റെ റേഷ്യോ ചോദിച്ചാൽ നിങ്ങൾക്ക് എത്ര കിട്ടും? ഇത് രണ്ടും കൂടെ ക്യാൻസൽ ചെയ്താൽ നിങ്ങൾക്ക് 2:1 കിട്ടും. വളരെ സിമ്പിൾ ആൻഡ് ഹമ്പിൾ ആയുള്ള ചോദ്യം. മൊളാരിറ്റി എന്താ, മൊളാലിറ്റി എന്താ, അതിന്റെ ഇക്വേഷനും നിങ്ങൾക്ക് അറിയാമെങ്കിൽ വളരെ പൂ പറിക്കുന്ന ലാഘവത്തിൽ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്തു പോകാൻ വേണ്ടി സാധിക്കും. ഇതേപോലെ JEE ഫസ്റ്റ് സെക്ഷൻ ജനുവരി 24. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലടാ? ക്വസ്റ്റ്യൻ ഈസി അല്ലേ? ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? സോ നമുക്ക് സം ബേസിക് കോൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രി എന്ന ചാപ്റ്ററിലെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഈ ക്വസ്റ്റ്യനും നിങ്ങൾ പെട്ടെന്ന് ചെയ്യുക. പെട്ടെന്ന് ഇത് സ്റ്റോഷിയോമെട്രിക് കാൽക്കുലേഷനുമായി ബന്ധപ്പെട്ട നല്ലൊരു ചോദ്യമാണ്. പെട്ടെന്ന് ചോദ്യം കണ്ട ഉടൻ പെട്ടെന്ന് ആൻസർ ചെയ്യുക. ആരാണ് ആദ്യം ചാറ്റ് ബോക്സിൽ ആൻസർ പറയുന്നത് നോക്കാം. എല്ലാവരും പെട്ടെന്ന് ആൻസർ പറയാം. ഓക്കെ, ആരാണ് ആദ്യം ചെയ്യുന്നത് എന്നാണ് ചോദ്യം. ക്ലിയർ അല്ലേ? ആരാണ് ആദ്യം ആൻസർ പറയുന്നതെന്ന് നമുക്ക് നോക്കാം. ക്ലിയർ അല്ലേ? സോ ചോദ്യം വായിക്കും നിങ്ങൾ. SO2Cl2 ഇത് Cl ആണേ. SO2Cl2 on reaction with excess of water result into acidic mixture. ആ റിയാക്ഷൻ വന്നത് SO2Cl2 plus 2H2O gives H2SO4 plus 2HCl. ഒരു റിയാക്ഷൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. SO2Cl2 വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്ത് സൾഫ്യൂരിക് ആസിഡും ഹൈഡ്രോക്ലോറിക് ആസിഡും ഉണ്ടാകുന്നു. എന്താ ക്വസ്റ്റ്യൻ? 60 moles 16 mol NaOH is required for the complete neutralization of the resultant acidic mixture. The number of moles of SO2Cl2 used is. എന്താണ് ചോദ്യം? SO2Cl2 വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്താൽ സൾഫ്യൂരിക് ആസിഡിന്റെയും ഹൈഡ്രോക്ലോറിഡിന്റെയും അസിഡിക് മിക്സ്ചർ ചെയ്തിട്ടുണ്ട്. ആ ബാലൻസ്ഡ് കെമിക്കൽ റിയാക്ഷൻ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുണ്ട്. പിന്നെ എന്ത് പറഞ്ഞ് 16 മോൾ NaOH കൊണ്ട് നിങ്ങൾക്ക് ആ അസിഡിക് മിക്സ്ചറിനെ കംപ്ലീറ്റ് ആയിട്ട് ന്യൂട്രൽ ചെയ്യാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ അത്രയും അസിഡിക് മിക്സ്ചർ പ്രിപ്പയർ ചെയ്യാൻ എത്ര മോൾ SO2Cl2 വേണം? ക്വസ്റ്റ്യൻ മനസ്സിലായിക്കോ? 16 മോൾ NaOH ഉപയോഗിച്ച് നിങ്ങൾക്ക് മുഴുവൻ അസിഡിക് മിക്സ്ചറും പ്രൊഡക്റ്റും നിങ്ങൾക്ക് ന്യൂട്രലൈസ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ അത്രയും അസിഡിക് മിക്സ്ചർ പ്രിപ്പയർ ചെയ്യാൻ എത്ര മോൾ SO2Cl2 വേണമെന്നാണ് നിങ്ങളോട് തന്നുള്ള ചോദ്യം.
ക്ലിയർ അല്ലേ? സോ ഒരു ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ നിങ്ങളുടെ കണ്ണ് മുമ്പിൽ കിട്ടിയാൽ ആ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്തൊക്കെ പറയാൻ വേണ്ടി സാധിക്കും? നോക്ക് നിങ്ങൾ, SO2Cl2 SO2Cl2 രണ്ട് H2 ആയിട്ട് റിയാക്ട് ചെയ്താൽ എന്തൊക്കെയാ നിങ്ങൾക്ക് കിട്ടുന്നത്? H2SO4ഉം അതേപോലെ രണ്ട് HClഉം. സോ നോക്കടാ, ഒരു ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ നിങ്ങളുടെ കണ്ണ് മുമ്പ് കിട്ടിയാൽ നിങ്ങൾക്ക് ആ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ഉപയോഗിച്ച് റിലേറ്റീവ് മോള് പറയാൻ വേണ്ടി സാധിക്കും, റിലേറ്റീവ് മാസ് പറയാൻ സാധിക്കും, റിലേറ്റീവ് വോളിയം പറയാൻ വേണ്ടി സാധിക്കണം. സോ ഇവിടെ നോക്കടാ, ഇവിടെ നിങ്ങൾക്ക് മോളുമായി ബന്ധപ്പെട്ട ചോദ്യ 16 മോള്. ക്ലിയർ അല്ലേ? സോ നമ്പർ ഓഫ് മോൾസ്. സോ നിങ്ങൾ മോൾസ് പറ. ഒരു ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ കിട്ടിയാൽ നിങ്ങൾക്ക് റിലേറ്റീവ് മോള് പറയാൻ വേണ്ടി സാധിക്കും. നോക്കടാ, ഇവിടെ 1 ആണ്, ഇവിടെ 2 ആണ്, ഇവിടെ 2 ആണ്, ഇവിടെ 1 ആണ്, ഇവിടെ 1 ആണ്. ആ ഫ്ലോയിൽ അങ്ങ് പറഞ്ഞു പോയതാ. ഓക്കെ, ഇവിടെ എത്ര വരുന്നത്? ഇവിടെ 1H2SO4 ആണ്, 1H2SO4 ആണ്. ഇവിടെ 1H2SO4, ഇവിടെ 2HCl. ക്ലിയർ അല്ലേ? 1SO2Cl2 2H2 ആയിട്ട് റിയാക്ട് ചെയ്ത് 1H2SO4ഉം 2HClഉം കിട്ടുമെങ്കിൽ നമുക്ക് എന്ത് പറയാം? നമുക്ക് ഇങ്ങനെ പറയാം, 1 മോൾ SO2Cl2 2 മോൾ വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്താൽ 1 മോൾ സൾഫ്യൂരിക് ആസിഡും 1 മോൾ സൾഫ്യൂരിക് ആസിഡും 2 മോൾ HClഉം കിട്ടും. ക്ലിയർ അല്ലേ? സോ 1 മോൾ SO2Cl2 1 മോൾ H2SO4ഉം 2 മോൾ HClഉം പ്രൊഡ്യൂസ് ചെയ്യും. എടാ, 1 മോൾ H2SO4നകത്ത് എത്ര മോൾ H+ ഉണ്ട്? എടാ, ഒരു H2SO4നകത്ത് 2 H+ ഇല്ലേ? എടാ, ഒരു H2SO4നകത്ത് 2 H ഉണ്ടെങ്കിൽ 1 മോൾ H2SO4നകത്ത് എത്ര മോൾ H+ ഉണ്ടാവും? 2 മോൾ H+ ഉണ്ടാവും. അല്ലേ? H2SO4നകത്ത് 2 H+ ഉണ്ട്. സോ 1 മോൾ H2SO4നകത്ത് 2 മോൾ H+ ഉണ്ടാവും. ക്ലിയർ? റെഡി? ഇനി ഇവിടെ നോക്കടാ, 2 മോൾ HCl ഉണ്ട്. എടാ, 1 മോൾ HClനകത്ത് 1 മോൾ H+ ഉണ്ടാവുക. HClനകത്ത് ഒരു H അല്ലേ ഉള്ളൂ. സോ 1 മോൾ HClനകത്ത് 1 മോൾ H+ ഉണ്ടാവുമെങ്കിൽ 2 മോൾ HClനകത്ത് എത്ര H+ ഉണ്ടാവുക? 2 മോൾ H+ ഉണ്ടാവും. 2 മോൾ H+ ഉണ്ടാവും. സോ ടോട്ടൽ എത്ര മോൾ H+നെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? 2 4 മോൾ 4 മോൾ H+നെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ നോക്കിക്കോ, 1 മോൾ SO2Cl2 4 മോൾ H+ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ഉപയോഗിച്ച് മനസ്സിലാക്കണം. ഇത്രയും കാര്യം നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ നിന്ന് മനസ്സിലാവും. ക്ലിയർ അല്ലേ? ഒരു ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ കിട്ടിയാൽ റിലേറ്റീവ് മോൾസിലൂടെ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. ഇനി ക്വസ്റ്റ്യൻ ബാക്കി വായിക്കും. 16 മോൾ NaOH ഉപയോഗിച്ച് നിങ്ങൾക്ക് അസിഡിക് മിക്സ്ചറിനെ കംപ്ലീറ്റ് ആയിട്ട് ന്യൂട്രലൈസ് ചെയ്യാൻ സാധിക്കും. 16 മോൾ NaOH ഉപയോഗിച്ച് അസിഡിക് മിക്സ്ചറിനെ കംപ്ലീറ്റ് ആയിട്ട് ന്യൂട്രലൈസ് ചെയ്യാൻ സാധിക്കും. എടാ നോക്കടാ, ആസിഡ് ആണ്, H+ ഉണ്ട്. ക്ലിയർ അല്ലേ? H+ NaOHൽ ആരുണ്ട്? NaOHൽ OH- ഉണ്ട്. H+OH- റിയാക്ട് ചെയ്ത് H2O കിട്ടും. ക്ലിയർ അല്ലേ? സോ 1 മോൾ H+ ന്യൂട്രലൈസ് ചെയ്യാൻ 1 മോൾ OH- കൊണ്ട് സാധിക്കും. ക്ലിയർ അല്ലേ? 1 മോൾ H+ ന്യൂട്രലൈസ് ചെയ്യാൻ 1 മോൾ OH- കൊണ്ട് സാധിക്കും. ക്ലിയർ അല്ലേ? ക്വസ്റ്റ്യൻ പേപ്പറിൽ എത്ര മോൾ NaOH ഉണ്ട്? 16 മോൾ NaOH ഉണ്ട്. അതായത് 16 മോൾ OH- ഉണ്ട് എന്നാണ് അർത്ഥം. ക്ലിയർ അല്ലേ? ക്വസ്റ്റ്യൻ പേപ്പറിൽ 16 മോൾ NaOH തന്നിട്ടുണ്ട്. അതായത് 16 മോൾ OH- ഉണ്ട്. H++ OH- gives H2O. സോ 1 മോൾ OH- 1 മോൾ H+നെ ന്യൂട്രലൈസ് ചെയ്യുമെങ്കിൽ 16 മോൾ OH- എത്ര H+നെ ന്യൂട്രലൈസ് ചെയ്യും? 16 മോൾ H+നെ ന്യൂട്രലൈസ് ചെയ്യും. ക്ലിയർ അല്ലേ? 1 മോൾ NaOH അല്ലെങ്കിൽ 1 മോൾ NaOH അല്ലെങ്കിൽ 1 മോൾ OH- 1 മോൾ H+നെ ന്യൂട്രലൈസ് ചെയ്യും നമുക്കറിയാം, പണ്ടേ പഠിക്കുന്നുണ്ട്. സോ ഇവിടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ 16 മോൾ NaOH അതുകൊണ്ട് 16 മോൾ OH- ഉണ്ടാവും. അത് 16 മോൾ H+നെ ന്യൂട്രലൈസ് ചെയ്യും. എടാ നോക്കടാ, 4 മോൾ H+ പ്രൊഡ്യൂസ് ചെയ്യാൻ 1 മോൾ SO2Cl2 വേണം. സോ 16 മോൾ H+, 16 മോൾ H+ പ്രൊഡ്യൂസ് ചെയ്യാൻ എത്ര മോൾ SO2Cl2 വേണടാ? എടാ 4 മോൾ H+ പ്രൊഡ്യൂസ് ചെയ്യാൻ 1 മോൾ SO2Cl2. സോ 4ന്റെ 4 മടങ്ങല്ലേ 16. സോ 1ന്റെ 4 മടങ്ങ് എത്തിരിയ 4 മോൾ SO2Cl2. സോ 16 മോൾ H+ നിങ്ങൾക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ 4 മോൾ SO2Cl2 ആണ് വേണ്ടത്. ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. കുറെ പേര് ഓപ്ഷൻ സി പറഞ്ഞിട്ടുണ്ട്, സോ കറക്റ്റ് ഒന്നുകൂടി നോക്കുക. സിമ്പിൾ അല്ലേ? പരിപാടി സിമ്പിൾ അല്ലേ?
സിമ്പിൾ ആണ്. 1 മോൾ SO2Cl2 4 മോൾ H+ പ്രൊഡ്യൂസ് ചെയ്യും. 16 മോൾ NaOH 16 മോൾ H+ ന്യൂട്രലൈസ് ചെയ്യും. സോ 16 മോൾ H+ പ്രൊഡ്യൂസ് ചെയ്യാൻ 4 മോൾ SO2Cl2 വേണം. സോ ഇത് സ്റ്റോഷിയോമെട്രിക് കാൽക്കുലേഷനുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യുക. സോ നിങ്ങൾ ഈ ചാപ്റ്ററിനകത്ത് മോൾ കോൺസെപ്റ്റും സ്റ്റോഷിയോമെട്രിക് കാൽക്കുലേഷനും മൊളാലിറ്റി ഉൾപ്പെടെയുള്ള കോൺസെൻട്രേഷൻ ടേമും മാസ് പെർസെൻറ്റേജും കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുക. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസുകൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ സം ബേസിക് കോൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രി എന്ന ഒന്നാമത്തെ ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസുകൾ നമുക്ക് പുഷ്പം പോലെ എഴുതാൻ വേണ്ടി സാധിക്കും. ക്ലിയർ അല്ലേ? സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എല്ലാവരും നോക്കിക്കോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. ഇത് സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന ചാപ്റ്ററുമായി ബന്ധപ്പെട്ട ചോദ്യം. ഏതാ ചാപ്റ്റർ? സ്ട്രക്ചർ ഓഫ് ആറ്റം. ക്ലിയർ അല്ലേ? സ്ട്രക്ചർ ഓഫ് ആറ്റവുമായി ബന്ധപ്പെട്ട ചോദ്യം എല്ലാവരും ഒന്ന് ചെയ്ത് നോക്ക്. ദ റേഡിയസ് ഓഫ് സെക്കൻഡ് ഓർബിറ്റ് ഓഫ് Li2+. Li2+ന്റെ സെക്കൻഡ് ഓർബിറ്റിന്റെ റേഡിയസ് x ആണ്. അങ്ങനെയാണെങ്കിൽ Be3+ന്റെ തേർഡ് ഓർബിറ്റിന്റെ റേഡിയസ് എത്ര? എന്താ ചോദ്യം? Li2+ന്റെ സെക്കൻഡ് ഓർബിറ്റിന്റെ റേഡിയസ് x ആണ് തന്നിട്ടുണ്ടെങ്കിൽ Be3+ന്റെ തേർഡ് ഓർബിറ്റിന്റെ റേഡിയസ് എത്ര എന്നാ ചോദ്യം. സോ നിങ്ങൾ ബോർ മോഡൽ പഠിച്ചതാ. ഏതൊരു ഓർബിറ്റിനും അകത്തുള്ള ഇലക്ട്രോണിന്റെ എനർജി കാണുന്ന ഇക്വേഷൻ പഠിച്ചതാ. എനർജി ഓഫ് ഇലക്ട്രോൺ ഇൻ nth ബോർ ഓർബിറ്റിൽ പഠിച്ചതാ. അതേപോലെ ഏതൊരു ഓർബിറ്റിനും അകത്തുള്ള റേഡിയസ്, ഏതൊരു ഓർബിറ്റിന്റെയും റേഡിയസ് ഓഫ് nth ഓർബിറ്റിന്റെ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചതാ. അത് മാത്രമാണോ? അല്ല, ഏതൊരു ഓർബിറ്റിനും അകത്തുള്ള ഇലക്ട്രോണിന്റെ വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺ ഇൻ nth ബോർ ഓർബിറ്റ് പഠിച്ചല്ലേ? സോ ഇവിടെ റേഡിയസിന്റെ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ വേണ്ടി സാധിക്കും. പറടാ, ഏതൊരു ഓർബിറ്റിന്റെയും റേഡിയസ് കാണുന്ന ഇക്വേഷൻ എന്താ? റേഡിയസ് ഓഫ് nth ബോർ ഓർബിറ്റ് Rn is equal to 0.53 n² ആംസ്ട്രം എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ക്ലിയർ അല്ലേ? റേഡിയസ് ഓഫ് nth ബോർ ഓർബിറ്റ് Rn is equal to 0.53 n²z. n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഓർബിറ്റ് ആണ്. ഒന്നാമത്തെ ഓർബിറ്റിന്റെ റേഡിയസ് ആണെങ്കിൽ n1, രണ്ടാമത്തെ ഓർബിറ്റിന്റെ റേഡിയസ് ആണെങ്കിൽ n2. z എന്ന് പറഞ്ഞാൽ അറ്റോമിക് നമ്പറാ. പ്രയാസമൊന്നുമില്ലല്ലോ. സോ നിങ്ങൾ നോക്കടാ, ഇവിടെ ലിഥിയം 2+ന്റെ ഓർബിറ്റിന്റെ റേഡിയസ്, രണ്ടാമത്തെ ഓർബിറ്റിന്റെ റേഡിയസ് x ആണ്. സോ റേഡിയസ് എത്രയാ? റേഡിയസ് x ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 0.53. n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഓർബിറ്റ്. ഇവിടെ രണ്ടാമത്തെ ഓർബിറ്റ് ആണ്. സോ n-ന് 2 കൊടുക്കുക. 2² ഡിവൈഡ് ബൈ z എന്ന് പറഞ്ഞാൽ അറ്റോമിക് നമ്പറാ. എടാ, ലിഥിയത്തിന്റെ അറ്റോമിക് നമ്പർ എത്രയാ? ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം. മൂന്നാമത്തെ ആളല്ലേ അറ്റോമിക് നമ്പർ? മൂന്നാമെന്നൊന്നും ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല. ക്ലിയർ അല്ലേ? JEE പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരെ നിങ്ങൾ 0.53 2² 4 ഡിവൈഡഡ് ബൈ 3. സോ x നമുക്ക് കിട്ടി, എക്സിന്റെ വാല്യൂ നമുക്ക് കിട്ടി. ക്ലിയർ അല്ലേ? അത് നമ്മൾ കണ്ടുപിടിച്ച് ഒന്നാമത്തെ ലിഥിയം 2+ന്റെ റേഡിയസ് x ആണെന്ന് തന്നതിലൂടെ ഒന്നാമത്തെ എക്സിന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ക്ലിയർ? ബാക്കി നോക്കാം. അങ്ങനെയാണെങ്കിൽ ബെറിലിയം 2+ന്റെ തേർഡ് ഓർബിറ്റിന്റെ റേഡിയസ് എത്ര? സോ റേഡിയസ് ഓഫ് nth ഓർബിറ്റ് അഗെയിൻ പറ. ഒന്നുകൂടി എല്ലാവരും മനസ്സിൽ കൂടി പറ. എല്ലാവരും പറഞ്ഞാൽ ഞാൻ കേൾക്കൂല, കമന്റ് ബോക്സിലൂടെ സൗണ്ട് കേൾക്കൂല. സോ എല്ലാവരും മനസ്സിൽ കൂടെ പറഞ്ഞോ. റേഡിയസ് ഓഫ് nth ഓർബിറ്റ് Rn is equal to 0.53 n² ബൈ z. ക്ലിയർ അല്ലേ? സോ ഇവിടെ 0.53 n3 n3 തേർഡ് ഓർബിറ്റിന്റെ റേഡിയസ് കണ്ടുപിടിക്കണ്ടേ. സോ n3 ആണ്. 3² ഡിവൈഡ് ബൈ z എന്ന് പറഞ്ഞ അറ്റോമിക് നമ്പറാ. എടാ, ബെറിലിയത്തിന്റെ അറ്റോമിക് നമ്പർ എത്രയാടാ? ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം, ബെറിലിയം. നാലാമത്തെ ആളല്ലേ അറ്റോമിക് നമ്പർ 4. ക്ലിയർ അല്ലേ? സോ റേഡിയസ് ഓഫ് തേർഡ് ഓർബിറ്റൽ ഓഫ് ബെറിലിയം റേഡിയസ് ഓഫ് തേർഡ് ഓർബിറ്റൽ ഓഫ് ബെറിലിയം 3+ R is equal to 0.53. 3ന്റെ സ്കോർ എത്രയാ? 9 ഡിവൈഡ് ബൈ 4. ക്ലിയർ അല്ലേ? ഇത് ഒന്നാമത്തെ ഇക്വേഷൻ, ഇത് രണ്ടാമത്തെ ഇക്വേഷൻ. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇക്വേഷൻ 2 ഇക്വേഷൻ 1 കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്തേ. ഇക്വേഷൻ 2ന്റെ ലെഫ്റ്റ് സൈഡിൽ R ആണ്, ഇക്വേഷൻ 1ന്റെ ലെഫ്റ്റ് സൈഡിൽ x ആണ്. R ബൈ x ഈസ് ഈക്വൽ ടു ഇക്വേഷൻ 2ന്റെ റൈറ്റ് സൈഡിൽ 0.53 ഇൻറ്റു 9/4 ആണ്. ഡിവൈഡ് ചെയ്യുക മീൻസ് റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ ഒന്നാമത്തെ ഇക്വേഷൻ എന്താ? റൈറ്റ് സൈഡ് എന്താ? 0.53 ഇൻറ്റു 4/3. അതിൻ്റെ റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്താൽ 3 ഡിവൈഡ് ബൈ 0.53 ഇൻറ്റു 4. 0.53 ക്യാൻസൽ ആയി മക്കളെ.
ക്ലിയർ അല്ലേ? സോ ഇവിടെ 9 ഉണ്ട്, 3 ഉണ്ട്, 53 3 × 9 27 നമുക്കറിയാം. അടിയിൽ 4 16 നമുക്കറിയാം. സോ R / X is equal to 27 / 16. അങ്ങനെയാണെങ്കിൽ R is equal to എത്ര വരും? 27 / 16 × X. അത് ഓപ്ഷനിലുണ്ടോ? അത് ഓപ്ഷനിലുണ്ടോ? അത് ഓപ്ഷൻ സി ആണെന്ന് ഇവിടെ കൃത്യവും വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. സോ വളരെ സിമ്പിൾ അല്ലേ? നിങ്ങൾ വളരെ കൃത്യമായിട്ട് റേഡിയസിൻ്റെയും എനർജിയുടെയും അതേപോലെ വെലോസിറ്റിൻ്റെയും ഇക്വേഷൻസ് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ഇത്തരത്തിലുള്ള ചോദ്യങ്ങളും ന്യൂമറിക്കൽ ചോദ്യങ്ങളും നിങ്ങൾക്ക് ഈ ഭാഗത്തുനിന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? റെഡി അല്ലേ? സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ക്ലിയർ അല്ലേ? സോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന ചാപ്റ്ററിലെ അടുത്തൊരു സുപ്രധാന ക്വസ്റ്റ്യനിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങൾ ചാറ്റ് ബോക്സിൽ പറഞ്ഞോളെ. നിങ്ങൾക്ക് വ്യക്തിപരമായിട്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഒക്കെ ചാറ്റ് ബോക്സിൽ പറഞ്ഞോ. ഇടക്കിടക്ക് നോക്കാം. ക്ലിയർ അല്ലേ? എല്ലാ ദിവസവും ക്ലാസ് ഉണ്ടാവേ. എല്ലാ ദിവസവും ഈ അങ്ങോട്ട് JEEയുടെ തലേ ദിവസം വരെ രാത്രി 8 മണി മുതൽ 9 വരെ വേറൊരു പരിപാടിക്ക് നോക്കണ്ട. ഇനി പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇനി നാളെ മുതൽ അല്ലെങ്കിൽ നാളെ മുതൽ എല്ലാ ദിവസവും ചോറ് തിന്നാനും ഉറങ്ങാനുള്ള 4-5 മണിക്കൂർ ഒഴികെയുള്ള ബാക്കി എല്ലാ സമയവും നിങ്ങൾ പഠനത്തിനായിട്ട് മാറ്റിവെക്കുക. രാവിലെ മുതൽ 8 മണി വരെ കൃത്യമായിട്ട് പഠിക്കുക. 8 മണിക്ക് ശേഷം ലൈവിൽ വരിക. ക്ലിയർ അല്ലേ? റെഡി? ആ രീതിയിലേക്ക് അങ്ങ് പോവുക. ക്ലിയർ അല്ലേ? ഓക്കെ. സോ ക്വസ്റ്റ്യൻ നോക്ക്. ഫോർ ദി ബാൾമർ സീരീസ്, യെസ്, ഹൈഡ്രജൻ സ്പെക്ട്രവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉറപ്പിച്ചോ. ലൈമൻ, ബാൾമർ, പാസ്കൻ, ബ്രാക്കറ്റ്, ഫണ്ട്, ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ നോക്കിക്കോ. ഫോർ ദി ബാൾമർ സീരീസ് ഇൻ ദി സ്പെക്ട്രം ഓഫ് ഹൈഡ്രജൻ ആറ്റം, nu bar is equal to RH into 1/n1 square minus 1/n2 square. Rydberg formula അറിഞ്ഞൂടെ? To calculate wavelength of any lines in hydrogen spectrum, Rydberg introduced a formula. Lambda is 1/λ is equal to nu bar is equal to R z square into 1/n1 square minus 1/n2 square. The correct statements among 1 to 4 are. ഏതാ correct statement എന്ന ചോദ്യം? ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്ക്. The wavelength decreases, the lines in the series converge. Wavelength കുറയുന്ന സമയത്ത് ലൈൻസ് കൺവേർജ് ചെയ്യുമെന്ന്. Yes or no? Yes. എടാ, നിങ്ങൾക്ക് എനർജിന്റെ ഇക്വേഷൻ അറിയാലോ. നിങ്ങൾ മാക്സ് പ്ലാങ്കിന്റെ ക്വാണ്ടം തിയറി ഓഫ് റേഡിയേഷൻ പഠിച്ചല്ലേ? ഏതൊരു റേഡിയേഷന്റെയും എനർജി കാണുന്ന ഇക്വേഷൻ എന്താ? ഈസ് ഈക്വൽ ടു hν അല്ലെങ്കിൽ h/c/λ. സോ എനർജിയും റേഡിയേഷന്റെ എനർജിയും വേവ് ലെങ്ത് ലാംഡയും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. സോ ഇവിടെ വേവ് ലെങ്ത് ഡിക്രീസസ് എന്ന് പറഞ്ഞാൽ വേവ് ലെങ്ത് കുറഞ്ഞാൽ എനർജി കൂടുതലായിരിക്കും. എടാ, ഹയർ എനർജി ലെവലിൽ നിന്ന് റേഡിയേഷൻ എമിറ്റ് ചെയ്തിട്ട് തിരിച്ച് ഇലക്ട്രോൺ വരുന്നത്. ഹയർ എനർജി ലെവൽ കുടിക്കുന്ന 1000ാമത്തെ എനർജി ലെവൽ, 1001ാമത്തെ എനർജി ലെവലിൽ നിന്നും നിങ്ങൾ റേഡിയേഷൻ എമിറ്റ് ചെയ്തിട്ട് ഇലക്ട്രോൺ തിരിച്ചു വരുന്ന. ഇവിടെ 1000ാമത്തെയും 1001ാമത്തെ അല്ലെങ്കിൽ ഹയർ എനർജി ലെവലൊക്കെ ഓൾമോസ്റ്റ് എനർജീസ് ഈക്വൽ ആയിരിക്കും. എനർജീസ് ഈക്വൽ ആകുമ്പോൾ വേവ് ലെങ്തും ഓൾമോസ്റ്റ് ഈക്വൽ ആയിരിക്കും. സോ അടുത്തടുത്താണ് ഉണ്ടാവുക. സോ ലൈൻസ് കൺവേർജ് ചെയ്യും. അതും ശരിയാണ്. നിങ്ങൾ പഠിച്ചിട്ടില്ലേ? ഇങ്ങനെ മേലോട്ട് പോകുന്തോറും എനർജി ഗ്യാപ്പ് കുറഞ്ഞ് വരുന്നില്ലേ? ഇങ്ങനെ അല്ലെങ്കിലും ഏകദേശം എനർജി ഗ്യാപ്പ് കുറഞ്ഞ് വരുന്നില്ലേ? സോ എനർജി കൂടുന്ന സമയത്ത് അവിടെ 100ൻ്റെയും 101ൻ്റെയും ഒക്കെ എനർജി വളരെ ചെറിയ ഡിഫറൻസ് മാത്രമേ ഉണ്ടാവും. എനർജി ഡിഫറൻസ് കുറയുമ്പോൾ വേവ് ലെങ്തിൻ്റെ ഡിഫറൻസ് കുറയും. സോ അടുത്തടുത്താണ് ഉണ്ടാവുക. ലൈൻസ് കൺവേർജ് ചെയ്യുന്ന കൃത്യമായിട്ട് പഠിക്കുക. വേവ് ലെങ്ത് ഡിക്രീസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ എനർജി ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് വേവ്സ് അതിൻ്റെ ലൈൻസ് കൺവേർജ് ചെയ്യും. അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. ദ ഇൻറ്റിജർ n1 ഈസ് ഈക്വൽ ടു 2. എടാ, എന്താണ് n1ൻ്റെയും വാല്യൂ? n1ൻ്റെയും n2ൻ്റെ വാല്യൂ എത്രയാ? നിങ്ങൾ നോക്ക്. 5 സീരീസ് ഓഫ് ലൈൻസ് ആണ് ഹൈഡ്രജൻ സ്പെക്ട്രത്തിൽ ഉണ്ടാവുക. ഏതൊക്കെയാണ് 5 സീരീസ് ഓഫ് ലൈൻസ്? ലൈമൻ, ബാൾമർ, പാസ്കൻ, ബ്രാക്കറ്റ്, ഫണ്ട്. ക്ലിയർ അല്ലേ? യെസ്, ലൈമൻ, ബാൾമർ, പാസ്കൻ, ബ്രാക്കറ്റ്, ഫണ്ട്. ലൈമൻ്റെ n1 1 ആണ്, n2 2 ആവാം, 3 ആവാം, 4 ആവാം, എക്സെട്ര. ബാൾമറിൻ്റെ n1 2 ആണ്, n2 3 ആവാം, 4 ആവാം, 5 ആവാം, എക്സെട്ര. അത്രയും മതി. ബാക്കി നിങ്ങൾക്കറിയാം. പാസ്കലിന്റെ n1 3 ആണ്, n2 4 ആവാം, 5 ആവാം, 6 ആവാം. ബ്രാക്കറ്റിന്റെ n1 4 ആണ്, n2 5 ആവാം, 6 ആവാം, 7 ആവാം. ഇനി ഫണ്ടിന്റെ n1 5 ആണ്, n2 6 ആവാം, 7 ആവാം, 8 ആവാം. അതൊക്കെ നമുക്കറിയാം. സോ ബാൾമറിന്റെ n1 എപ്പോഴും എത്രയായിരിക്കും? 2 ആയിരിക്കും. ഓപ്ഷൻ ബി നോക്കി. രണ്ടാമത്തെ നോക്കി. ദ ഇൻറ്റിജർ n1 ഈസ് ഈക്വൽ ടു 2. യെസ്, ബാൾമർ സീരീസിന്റെ n1 2 ആയിരിക്കും. അതും ശരിയാ. 1ഉം ശരിയാ, 2ഉം ശരിയാ. 1 ഇതിൽ 2 ഇല്ല. സോ ഇത് വരൂല. ഇത് 1ഉം 2 ഉണ്ട്, സാധ്യത ഉണ്ട്. ഇതിൽ 1ഉം 2 ഉണ്ട്, സാധ്യത ഉണ്ട്. ഇതിൽ 1 ഇല്ല, വരൂല. സോ ഒന്നുകിൽ ഓപ്ഷൻ ബി വരും അല്ലെങ്കിൽ ഓപ്ഷൻ സി വരും. സോ അടുത്ത നോക്കി. ദ ലൈൻസ് ഓഫ് ലോങ്സ്റ്റ് വേവ് ലെങ്ത്, ലൈൻസ് ഓഫ്
ലോങ്സ്റ്റ് വേവ് ലെങ്ത്. ഇത് ന്യൂമറിക്കൽ ചോദ്യം ചോദിക്കുന്നതാണ്. ലോങ്സ്റ്റ് വേവ് ലെങ്തും ഷോർട്ടസ്റ്റ് വേവ് ലെങ്തും കാണാനുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നതാണ് സ്ഥിരമായിട്ട്. സോ നോക്കിക്കോ, ദ ലൈൻസ് ഓഫ് ലോങ്സ്റ്റ് വേവ് ലെങ്ത് കറസ്പോണ്ടിങ് ടു N2 is equal to 3. N2 is equal to 3 ആണെങ്കിലാണ് ലോങ്സ്റ്റ് വേവ് ലെങ്ത് എന്നാണ് പറഞ്ഞത്. ആണോ? നോക്ക് നിങ്ങൾ നോക്കടാ. എനർജി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വേവ് ലെങ്ത് ആണെന്ന് ഓൾറെഡി പഠിപ്പിച്ചില്ലേ. വേവ് ലെങ്ത് കുറയുമ്പോൾ എനർജി കൂടും, വേവ് ലെങ്ത് കൂടിയാൽ എനർജി കുറയും. ക്ലിയർ അല്ലേ? സോ ഇവിടെ ലോങ്സ്റ്റ് വേവ് ലെങ്താ, വേവ് ലെങ്ത് കൂടുതലാണ്. വേവ് ലെങ്ത് കൂടുതലാണെങ്കിൽ എനർജി കുറവായിരിക്കും. എനർജി കുറഞ്ഞാൽ അത് ഫസ്റ്റ് ട്രാൻസിഷൻ ആണ്. ഫസ്റ്റ് ട്രാൻസിഷൻ 3-ൽ നിന്ന് 2-ലേക്കാണ്. സോ അത് കറക്റ്റ് ആണ്. മൂന്നാമത്തതും കറക്റ്റ് ആണ്. സോ 1, 2, 3 ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. ഏതാ റൈറ്റ് ആൻസർ? ഓപ്ഷൻ ബി. പരീക്ഷയ്ക്ക് ചോദിക്കുന്നേ ഒന്നുകിൽ ഏതെങ്കിലും ലൈമൻ ആവാം, ബാൾമർ ആവാം, പാസ്കൻ ആവാം, ബ്രാക്കറ്റ് ആവാം, ഫണ്ട് ആവാം. ഹൈഡ്രജൻ സ്പെക്ട്രത്തിനകത്തുള്ള ഏതെങ്കിലും സീരീസ് ഓഫ് ലൈനിന്റെ ലോങ്സ്റ്റ് വേവ് ലെങ്തും ഷോർട്ടസ്റ്റ് വേവ് ലെങ്തും ചോദിക്കും. ക്ലിയർ അല്ലേ? സോ വേവ് ലെങ്തും എനർജിയും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ആണ് നമുക്കറിയാം. E is equal to h nu, E is equal to h into c by lambda. സോ എനർജിയും വേവ് ലെങ്തും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ആണ്. സോ വേവ് ലെങ്ത് കുറഞ്ഞാൽ എനർജി കൂടും, ഇൻഫിനിറ്റി എന്ന് വരണം. ഇനി വേവ് ലെങ്ത് കൂടിയാൽ എനർജി കുറയും. അതാണ് ഫസ്റ്റ് ട്രാൻസിഷൻ. ക്ലിയർ അല്ലേ? സോ ഇവിടുന്ന് ഫസ്റ്റ് ട്രാൻസിഷൻ 3-ൽ നിന്ന് 2-ലേക്ക്. സോ N2 3 ആയിരിക്കും. സോ ഒന്നാമത്തതും രണ്ടാമത്തതും മൂന്നാമത്തതും ശരിയാണ്. സോ ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ അല്ലേ? ഹൈഡ്രജൻ സ്പെക്ട്രം സെറ്റ് ആക്കി പഠിക്കണേ. ഓക്കെ അല്ലേ? റെഡി. സോ നിങ്ങൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്ക്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. ഇത് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റും അതുമായി ബന്ധപ്പെട്ട ഇക്വേഷനും ത്രെഷോൾഡ് ഫ്രീക്വൻസിയും ത്രെഷോൾഡ് എനർജിയും ഒക്കെ നമ്മൾ പഠിച്ചതാണ്. സോ ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്ത് നോക്കാം. മിനിമം എനർജി എന്നൊക്കെ കേൾക്കുമ്പോൾ മനസ്സിലൂടെ ഇക്വേഷൻസ് ഒക്കെ ഇങ്ങനെ കടന്നു പോകുന്നുണ്ടാവും. The minimum energy that must be possessed by a photon in order to produce photoelectric effect with platinum metal. ഫോട്ടോഇലക്ട്രിക് എഫക്റ്റ് നടക്കാൻ ആവശ്യമായിട്ടുള്ള മിനിമം എനർജിയാണ് ചോദിച്ചത്. അതിൻ്റെ പേരെന്താടാ? അതിൻ്റെ പേരാണ് ത്രെഷോൾഡ് എനർജി. എന്താണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്? ഒരു മെറ്റലിന്റെ സർഫസിലേക്ക് ലൈറ്റ് വിത്ത് സ്യൂട്ടബിൾ ഫ്രീക്വൻസി വന്ന് ഇടിക്കുന്ന സമയത്ത് ഇലക്ട്രോൺ ഇജക്ട് ചെയ്യുന്ന ഫിനോമിനൻ ആണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. ദ ഫിനോമിനൻ ഓഫ് ഇജക്ഷൻ ഓഫ് ഇലക്ട്രോൺ വെൻ ലൈറ്റ് ഹാവിംഗ് സ്യൂട്ടബിൾ ഫ്രീക്വൻസി ഫാൾസ് ഓൺ ദി മെറ്റൽ സർഫസ്. ക്ലിയർ അല്ലേ? സോ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് നടക്കാൻ ആവശ്യമായിട്ടുള്ള മിനിമം എമൗണ്ട് ഓഫ് എനർജിയെ നമ്മൾ എന്ത് വിളിക്കുക? ത്രെഷോൾഡ് എനർജി എന്ന് വിളിക്കുക. സോ നിങ്ങൾ നോക്കടാ, ദ മിനിമം എമൗണ്ട് ഓഫ് എനർജി, ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് നടക്കാൻ ആവശ്യമായുള്ള മിനിമം എമൗണ്ട് ഓഫ് എനർജി, അതാണ് ത്രെഷോൾഡ് എനർജി. എന്താണ് ത്രെഷോൾഡ് എനർജിന്റെ ഇക്വേഷൻ? ത്രെഷോൾഡ് എനർജി ഈസ് ഈക്വൽ ടു h nu 0 ആണ്. വേർ nu 0 ഇസ് ദ ത്രെഷോൾഡ് ഫ്രീക്വൻസി. ത്രെഷോൾഡ് ഫ്രീക്വൻസി ഇതാ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചക്ക വണ്ണത്ത് തന്നിക്ക് 1.3 into 10⁻⁵. ക്ലിയർ അല്ലേ? സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോ. ത്രെഷോൾഡ് എനർജി ഈസ് ഈക്വൽ ടു h nu 0. h എന്ന് പറഞ്ഞാൽ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് 6.626 into 10⁻⁻34 ജൂൾ സെക്കൻഡ്. ഈ nu 0 എന്ന് പറഞ്ഞാൽ ത്രെഷോൾഡ് ഫ്രീക്വൻസി ആണ്. ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുണ്ട് 1.3 into 10⁻15. 10⁻15ഉം 10⁻⁻34ഉം പോയാൽ 10⁻⁻19 വരും. 10⁻⁻19 ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. സോ 6.6 1.3 കൊണ്ടിച്ചാൽ 8.6 into 10⁻⁻90 കിട്ടും, which is option C. So option C is the right answer. സോ ടോപ്പിക് ഒന്നും പഠിക്കാണ്ട് പോണ്ടേ. നിങ്ങൾക്ക് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്നുള്ള ആ കോൺസെപ്റ്റ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ, എന്താണ് ത്രെഷോൾഡ് എനർജി എന്ന് അറിയാമെങ്കിൽ, സിമ്പിളായിട്ട് പൂ പറിക്കുന്ന ലാഘവത്തിൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. സോ കൃത്യമായിട്ട് പഠിച്ചു പോവാ. ഇത് പഠിച്ചിട്ടില്ലെങ്കിൽ കിട്ടൂല, പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. സോ കുറേ പേര് ഓപ്ഷൻ സി പറഞ്ഞിട്ടുണ്ട്. സോ എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ്. ഓപ്ഷൻ സി പറഞ്ഞ എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ്. ക്ലിയർ അല്ലേ? ഇനി എല്ലാവർക്കും ഉണ്ടാവേ. അടുത്തോട്ട് ആരാണോ ആൻസർ പറഞ്ഞത് അവർക്കെല്ലാം ഓരോ കൺഗ്രാജുലേഷൻസ് ഉണ്ടാവും. ക്ലിയർ അല്ലേ? വളരെ വിലമതിക്കുന്ന കൺഗ്രാജുലേഷൻസ് ആണ്. അത് കിട്ടണമെങ്കിൽ നിങ്ങൾ ആൻസർ പറയണം, അതിൻ്റെ അപ്പുറത്തൊന്നുമില്ല. ക്ലിയർ അല്ലേ? സോ അടുത്തത് ഓഫ് പ്രിൻസിപ്പിൾ. ഇലക്ട്രോൺസ് ഓർബിറ്റലിനകത്ത് ഫില്ല് ചെയ്യുന്ന കുറേ റൂളുകൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. കുറേയൊന്നുമില്ല. ഹാഫ് പ്രിൻസിപ്പിള്, പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിള്, ഹൺസ് റൂൾ ഓഫ് മാക്സിമം മൾട്ടിപ്ലിസിറ്റി, ഇത് മൂന്നും പഠിച്ച ആളുകളാണ് നിങ്ങളെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ചെയ്യുക. ഇത് പ്രീവിയസ് ഇയറിലൊക്കെ ചോദിച്ച ചോദ്യമാണ്, ജെഇക്കും നീറ്റിനും ഒക്കെ ചോദിക്കുന്ന ചോദ്യമാണ്. സോ കൃത്യമായിട്ട് ആൻസർ പറയാം. ക്ലിയർ അല്ലേ? അറേഞ്ച് ദ ഫോളോയിങ് ഓർബിറ്റൽസ് ഇൻ ഡിക്രീസിങ് ഓർഡർ ഓഫ് എനർജി. എനർജിന്റെ ഡിക്രീസിങ് ഓർഡറിൽ എഴുതാനാണ് പറഞ്ഞത്.
ഇവിടെ എ ബി സി ഇവിടെ ഡി ഉണ്ട്. ഡി എൻ ഈസ് ഈക്വൽ ടു 3, എൽ ഈസ് ഈക്വൽ ടു 2 ആണ്. സോ എ ബി സി ഡി 4 ആളുകളുടെ എൻ വാല്യൂ, എൻ മീൻസ് പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പർ എൻ വാല്യൂവും അതേപോലെ എൽ മീൻസ് അസിമുത്തൽ കോണ്ടന്റ് നമ്പറിന്റെ വാല്യൂവും നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എനർജീന്റെ ഓർഡർ ആണ് നിങ്ങളോട് ചോദിച്ചത്. ഏതാണ് ആ റൂള്? ഹാഫ് ബാർ പ്രിൻസിപ്പിൾ. ഇലക്ട്രോൺസ് എങ്ങനെയാ ഓർബിറ്റലിനകത്ത് ഫില്ല് ചെയ്യുക? എനർജീൻ്റെ ഓർഡറിന്റെ ബേസിലാ. ഏത് ഓർബിറ്റലിനാണോ എനർജി കുറവ് ആ ഓർബിറ്റലിനകത്തായിരിക്കും ആദ്യം ഇലക്ട്രോൺസ് എൻ്റർ ചെയ്യുക, അല്ലെ? ഏത് ഓർബിറ്റലിനാണോ എനർജി കുറവ് അവിടെ ഇലക്ട്രോൺ ഫില്ല് ചെയ്തതിന് ശേഷം മാത്രമേ എനർജി കൂടിയ ഓർബിറ്റലിനകത്ത് ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യപ്പെടൂ. ഇനി എങ്ങനെയാണ് ആ ഓർബിറ്റൽസിന്റെ എനർജി കാൽക്കുലേറ്റ് ചെയ്യുന്നത്? എനർജി ഓഫ് ഓർബിറ്റൽസ് ആർ ഡിറ്റർമൈൻഡ് ബൈ n+l വാല്യൂ. n+l വാല്യൂ ഉപയോഗിച്ചാണ് ഓർബിറ്റൽസിന്റെ, ഡിഫറെന്റ് ഓർബിറ്റൽസിന്റെ എനർജി നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഏത് ഓർബിറ്റലിനാണോ n+l വാല്യൂ കുറവ് അതിന് എനർജി കുറവായിരിക്കും. ഏത് ഓർബിറ്റലിനാണോ n+l വാല്യൂ കൂടുതൽ അതിന് എനർജി കൂടുതലായിരിക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് രണ്ട് ഓർബിറ്റലുകളുടെ n+l വാല്യൂ സെയിം ആയിട്ട് കിട്ടും. രണ്ട് ഓർബിറ്റലുകളുടെ n+l വാല്യൂ സെയിം ആണെങ്കിൽ ഏത് ഓർബിറ്റലിനാണോ n വാല്യൂ കുറവ് അതിന് എനർജി കുറവായിരിക്കും. ക്ലിയർ അല്ലേ? എനർജി ഓഫ് ഡിഫറെന്റ് ഓർബിറ്റൽസ് ആർ ഡിറ്റർമൈൻഡ് ബൈ n+l വാല്യൂ. ഏത് ഓർബിറ്റലിനാണോ n+l വാല്യൂ കുറവ് എനർജി കുറവായിരിക്കും. രണ്ട് ഓർബിറ്റലിന് n+l വാല്യൂ സെയിം ആണെങ്കിൽ അതിലേതിനാണോ n വാല്യൂ കുറവ് അതിന് എനർജി കുറവായിരിക്കും. സോ വേഗം ഷടപടേ നിങ്ങൾ ആൻസർ ചെയ്തോ? ആൻസർ പറോ? KH വടകര. സോ വടകരയുള്ള ആൾക്കാരൊക്കെ ഉണ്ട്, എല്ലാവരും ഉണ്ട്. വടകരയും കണ്ണൂരും കോഴിക്കോടും എല്ലാ ആളുകളും ഉണ്ട്. സോ എല്ലാവരും ആൻസർ പറയാം. ക്ലിയർ അല്ലേ? റെഡി. സോ നോക്കടാ, ഇവിടെ n3 ആണ്, l0 ആണ്. സോ n+l വാല്യൂ 3+0 3 ആണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല. ക്ലിയർ അല്ലേ? സോ ഇവിടെ n4 ആണ്, l0 ആണ്. സോ n+l 4+0 4 ആണെന്ന് പറയേണ്ട ആവശ്യമില്ല. സിയിൽ നോക്കി, n3 ആണ്, l1 ആണ്. സോ n+l 3+1 4 ആണ്. ഇനി ഡി നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും. ഓക്കെ, ഇവിടെ n3 ആണ്, l2 ആണ്. സോ n+l 3 3+2 5 ആണ്. സോ ഇവിടെ ആയിരിക്കാം n+l വാല്യൂ കുറവ്? എ എന്നുള്ള ചങ്ങായിക്കാണ് n+l വാല്യൂ കുറവ്. സോ എ എന്നുള്ള ചങ്ങായിക്കായിരിക്കും എനർജി കുറവ്. ഒന്നുകിൽ ഓപ്ഷൻ എ അല്ലെങ്കിൽ ഓപ്ഷൻ ബി. ഈ നോക്കടാ, ആരിക്കാടാ n+l വാല്യൂ കൂടുതൽ? ഡി എന്നുള്ള ചങ്ങായിക്കാണ് n+l വാല്യൂ കൂടുതൽ. സോ n+l വാല്യൂ കൂടിയ ഡിക്കായിരിക്കും എനർജി കൂടുതൽ. നോക്കടാ, ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. ഇനി നിങ്ങൾ നോക്കി, ചില ആളുകൾക്കെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടാവും. ഇവിടെ ബിക്കും സിക്കും ഒരേ n+l വാല്യൂ ആണല്ലോ എന്ന്. സോ ഒരേ n+l വാല്യൂ ആണെങ്കിൽ ആർക്കാണോ n വാല്യൂ കുറവ് അയാൾക്ക് എനർജി കുറവ്. സോ ഇവിടെ ആർക്കാ n വാല്യൂ കുറവ്? ഇവിടെ ബിയുടെ n വാല്യൂ 4 ആണ്, സിയുടെ n വാല്യൂ 3 ആണ്. രണ്ടിൻ്റെയും n+l വാല്യൂ സെയിം ആണ്. സോ n വാല്യൂ കുറഞ്ഞ സിക്കായിരിക്കും എനർജി കുറവ്, n വാല്യൂ കൂടിയ ബിക്ക് എനർജി കൂടുതൽ. സോ ഓപ്ഷൻ ബി നമുക്ക് കൺഫേം ചെയ്യാം. സിമ്പിൾ അല്ലേ? ഓക്കെ അല്ലേ? റെഡി അല്ലേ? ഈസി അല്ലേ? സോ നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് കടക്കാം. സോ ഓപ്ഷൻ എ ഒക്കെ പറഞ്ഞിട്ടുണ്ട്, ഓപ്ഷൻ ബി ഒക്കെ പറഞ്ഞിട്ടുണ്ട്. 1 ലവ് ആണ് ഓപ്ഷൻ ബി ആദ്യമായിട്ട് പറഞ്ഞത്. ഓക്കെ, പലരും ഓപ്ഷൻ ബി പറഞ്ഞിട്ടുണ്ട്. ക്ലിയർ അല്ലേ? കുറെ ആൾക്കാർ ലൈവും വെച്ചിട്ട് ഉറങ്ങുന്നുണ്ടോ? സിനിമയൊന്നും കാണുന്നല്ലേ? പെന്നൊക്കെ ഇല്ലേ കയ്യിൽ? വേഗം ആൻസർ പറഞ്ഞോ, ചാറ്റ് ബോക്സിൽ ആൻസർ പറയുക. ക്ലിയർ അല്ലേ? സോ അടുത്ത ക്വസ്റ്റ്യൻ, ആരാണോ ആദ്യം ആൻസർ പറഞ്ഞത് അവർക്ക് പ്രത്യേക സമ്മാനങ്ങൾ ഉണ്ടാവും. ക്ലിയർ അല്ലേ? തള്ളുന്നല്ലേ? ആരാണോ ആദ്യം ആൻസർ പറഞ്ഞത് അവർക്ക് പ്രത്യേക സമ്മാനങ്ങൾ ഉണ്ടാവും. ക്ലിയർ അല്ലേ? സോ ആദ്യം ആൻസർ പറഞ്ഞ ആരാ നോക്കടാ. ഇത് നോട്ട്സുമായി ബന്ധപ്പെട്ട ചോദ്യം സാധ്യത കൂടുതലാണ്. നോട്ട്സുമായി ബന്ധപ്പെട്ട ചോദ്യം ചോദിക്കും. സോ ആൻസർ പറഞ്ഞോ. A certain orbital has no angular nodes. Angular nodes ഇല്ല. And 2 radial nodes. 2 radial nodes ആണ്. അങ്ങനെയാണെങ്കിൽ ഏത് ഓർബിറ്റലാണ് അത്? 2p ആണോ, 3p ആണോ, 3s ആണോ, 2s ആണോ? ക്ലിയർ അല്ലേ? ആംഗുലാർ നോഡ് ഇല്ല, റേഡിയൽ നോഡ് അല്ലെങ്കിൽ സ്ഫെറിക്കൽ നോഡ് രണ്ടാണ്. ഏതാണ് ഓർബിറ്റൽ? ഇവിടെ എന്താണ് നോഡ് എന്ന് പറഞ്ഞാൽ? എന്താണ് നോഡ്? ഒരാറ്റത്തിനകത്ത് ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺ കാണാൻ യാതൊരു സാധ്യതയുമില്ലാത്ത സ്പേസിനാണ് നമ്മൾ എന്ത് വിളിക്കുക? നോഡ് എന്ന് വിളിക്കുക. ദ സ്പേസ് അറൌണ്ട് ദ ന്യൂക്ലിയസ് വേർ ദ പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ഓഫ് ഇലക്ട്രോൺ ക്ലൗഡ് ഈസ് 0. ക്ലിയർ അല്ലേ? ഒരാറ്റത്തിനകത്ത് ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണിനെ കാണാൻ യാതൊരു സാധ്യതയുമില്ലാത്ത പ്രോബബിലിറ്റി
ഈക്വാലിറ്റി 0 ആയിട്ടുള്ള സ്പേസിനെ നമ്മൾ നോഡ് എന്ന് വിളിക്കുക. നോഡ് 2 ടൈപ്പ് ഉണ്ട്. ഏതാണ് 2 ടൈപ്പ് നോഡ്? ഒന്നാമത്തെ നോഡാണ് സ്ഫെറിക്കൽ നോഡ്. എന്ത് നോഡ്? സ്ഫെറിക്കൽ നോഡ് അല്ലെങ്കിൽ റേഡിയൽ നോഡ്. എങ്ങനെയാണ് ആ റേഡിയൽ നോഡ് കാണുക? റേഡിയൽ നോഡ് അല്ലെങ്കിൽ സ്ഫെറിക്കൽ നോഡ് കാണുന്ന ഇക്വേഷൻ ആണ് n-l-1. n എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ആണ്, l എന്ന് പറഞ്ഞാൽ അസിമുത്തൽ ക്വാണ്ടം നമ്പർ ആണ്. ക്ലിയർ അല്ലേ? രണ്ടാമത്തെ നോഡാണ് ആംഗുലാർ നോഡ്. എന്ത് നോഡ്? ആംഗുലാർ നോഡ് ഈസ് ഗിവൺ ബൈ L വാല്യൂ. ഇനി ടോട്ടൽ നോഡ് ചോദിച്ചാലോ? ടോട്ടൽ നോഡ് ഈസ് ഈക്വൽ ടു n-l-1 പ്ലസ് L വിച്ച് ഈസ് ഈക്വൽ ടു n-1. 3 ഇക്വേഷൻ പഠിക്കാം. സ്ഫെറിക്കൽ നോഡ് അല്ലെങ്കിൽ സ്ഫെറിക്കൽ നോഡ് അല്ലെങ്കിൽ റേഡിയൽ നോഡ് കാണുന്ന ഇക്വേഷൻ n-l-1. ആംഗുലാർ നോഡ് കാണുന്ന ഇക്വേഷൻ L വാല്യൂ. ടോട്ടൽ നോഡ് കാണുന്ന ഇക്വേഷൻ n-1. ക്ലിയർ അല്ലേ? ഇവിടെ നോക്കടാ, ആംഗുലാർ നോഡ് ഇല്ല. നോ ആംഗുലാർ നോഡ് ഇല്ല. ഇവിടെ ആംഗുലാർ നോഡ് ഈസ് ഗിവൺ ബൈ L. സോ ആംഗുലാർ നോഡ് ഇല്ലെങ്കിൽ L എത്ര ആയിരിക്കും? ആംഗുലാർ നോഡ് ഇല്ലെങ്കിൽ L 0 ആയിരിക്കും അല്ലേ? നോ ആംഗുലാർ നോഡ് ഇല്ല. ആംഗുലാർ നോഡ് ഈസ് ഗിവൺ ബൈ L വാല്യൂ. സോ ആംഗുലാർ നോഡ് ഇല്ലെങ്കിൽ L 0 ആയിരിക്കും. എടാ L 0 ആയ ഓർബിറ്റിൽ ഏതാ? അത് S അല്ലേ? അത് S ആണെന്ന് നമുക്കറിയാലോ. L 0 ആണെങ്കിൽ S, L 1 ആണെങ്കിൽ P, L 2 ആണെങ്കിൽ D, L 3 ആണെങ്കിൽ F. സോ ഇവിടെ ആംഗുലാർ നോഡ് ഇല്ല. സോ L വാല്യൂ 0 ആണ്. L വാല്യൂ 0 ആണെങ്കിൽ അത് S ഓർബിറ്റിലാണ്. സോ ഒന്നുകിൽ ഓപ്ഷൻ D വരും അല്ലെങ്കിൽ ഓപ്ഷൻ C വരും. ക്ലിയർ അല്ലേ? നോക്കടാ, റേഡിയൽ നോഡ് 2 ഉള്ളത്. ക്ലിയർ അല്ലേ? റേഡിയൽ നോഡ് 2. സോ നമുക്ക് 3s-നാണോ അല്ലെങ്കിൽ 2s-നാണോ റേഡിയൽ നോഡ് 2 ഉള്ളത് എന്ന് പരിശോധിച്ച് ആൻസർ കൺഫേം ചെയ്യാം. ക്ലിയർ അല്ലേ? സോ നമുക്ക് ആദ്യം 3s നോക്കാം. 3s-ന്റെ n വാല്യൂ 3 ആ. 3s-ന്റെ n വാല്യൂ 3 ആണ്. L വാല്യൂ 3 ആ. S ആണെങ്കിൽ L വാല്യൂ 0 ആണ്. 3s-ന്റെ n വാല്യൂ 3, L വാല്യൂ 0. സോ നോക്ക് നിങ്ങൾ, റേഡിയൽ നോഡ് കാണുന്ന ഇക്വേഷൻ എന്താ? n-l-1. 3 minus 0 minus 1, 3 minus 1 which is equal to 2. So 3s-ന്റെ n-l-1 അല്ലെങ്കിൽ റേഡിയൽ നോഡിന്റെ എണ്ണം 2 ആണ്. സോ 2 റേഡിയൽ നോഡും 0 ആംഗുലാർ നോഡും. ഓപ്ഷൻ C, 3s is the right answer. ഓപ്ഷൻ C, 3s is the right answer. സോ ആദ്യം ആൻസർ പറഞ്ഞത് ജിതിൻ M ആണ്. ജിതിൻ M-ന് പ്രത്യേക കൺഗ്രാജുലേഷൻസ്. ക്ലിയർ അല്ലേ? ഓക്കെ, റെഡി? സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ജിതിൻ തന്നെ പറയോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പറയോ നോക്കാം. ഇത് ക്ലാസിഫിക്കേഷൻ. നമ്മൾ അടുത്ത ചാപ്റ്ററിലേക്ക് കിടക്കുകയാണ്. ക്ലിയർ അല്ലേ? ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് ആൻഡ് പീരിയോഡിസിറ്റി ഇൻ പ്രോപ്പർട്ടി എന്നുള്ള 3rd ചാപ്റ്ററിലെ ചോദ്യമാണ്. സോ എല്ലാവരും ഇത് ചില ആൾക്കാർ കണ്ടിട്ടുണ്ടാവില്ല, ചില ആൾക്കാരെ കണ്ണുപെടാത്തൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും ഇത്. സോ എല്ലാവരും ചെയ്ത് നോക്ക്. ഇതിന്റെ ആൻസർ ആരാ പറയുന്നത് ഒന്ന് നോക്കാലോ. ഇത് ജിതിൻ പറയോ നോക്കാലോ. ഇതിന്റെ ആൻസർ ആരാ പറയുന്നതെന്ന് ജസ്റ്റ് ഒന്ന് നോക്ക്. ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്ക് നിങ്ങൾ. It is observed that characteristic X-ray spectra of elements show regularity when frequency of the power n, that is frequency raised to n of X-rays emitted is plotted against atomic number set following graph. So നിങ്ങൾക്ക് ഗ്രാഫ് അതുണ്ട്. എന്താ ചോദ്യം? ഏത് ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ചോദ്യമാടാ? നിങ്ങൾ മോഡേൺ പീരിയോഡിക് ലോ, മോസ്ലീസ് പീരിയോഡിക് ലോ ഒക്കെ നിങ്ങൾ പഠിച്ചതാണ്. മെന്റലീസ് പീരിയോഡിക് ലോ ഒക്കെ പഠിച്ചതാണ്. മെന്റലീവ്സ് എന്താ പറയുന്നത്? മെന്റലീവ്സ് ഇത്രയാണ് പറയുന്നത്, അറ്റോമിക് മാസിന്റെ ഇൻക്രീസിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യുന്ന സമയത്താണ് സിമിലർ പ്രോപ്പർട്ടീസ് റിപ്പീറ്റ് ചെയ്യുക എന്നാണ് മെന്റലീവ്സ് പറഞ്ഞത്. പക്ഷെ അതിനെ ആര് തിരുത്തി? അതിനെ മോസ്റ്റ്ലി തിരുത്തി. എന്നിട്ട് മോസ്റ്റ്ലി എന്താ പറഞ്ഞേ? എന്താടാ മോസ്റ്റ്ലീസ് പീരിയോഡിക് ലോ അല്ലെങ്കിൽ മോഡേൺ പീരിയോഡിക് ലോ? അറ്റോമിക് മാസിന്റെ ഇൻക്രീസിങ് ഓർഡർ അല്ല, പകരം അറ്റോമിക് നമ്പറിന്റെ ഇൻക്രീസിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യുന്ന സമയത്താണ് സിമിലർ പ്രോപ്പർട്ടി റിപ്പീറ്റ് ചെയ്യുക. ഇതെങ്ങനെയാ മോസ്റ്റ്ലി തെളിയിച്ചേ? ഇത് മോസ്റ്റ്ലി തെളിയിച്ച എക്സ്പെരിമെന്റ് ആണിത്. മോസ്റ്റ്ലി എലമെന്റുകൾ എടുത്ത്, മോസ്റ്റ്ലിക്ക് എലമെന്റിന്റെ അറ്റോമിക് നമ്പറും മാസ് നമ്പറും ഒക്കെ അറിയാം. സോ അറ്റോമിക് നമ്പറും മാസ് നമ്പറും ഒക്കെ അറിയുന്ന എലമെന്റിനാ മോസ്റ്റ്ലി എടുത്തിട്ട് അതിലേക്ക് ഇലക്ട്രോണിനെ ഹിറ്റ് ചെയ്ത സമയത്ത് അതിൽ നിന്ന് എക്സ്റേ എമിറ്റ് ചെയ്ത്, സോ ഈ എമിറ്റ് ചെയ്ത എക്സ്റേന്റെ സ്ക്വയർ റൂട്ട് ഓഫ് ഫ്രീക്വൻസി ഓഫ് എക്സ്റേയും ഈ അറ്റോമിക് നമ്പറും
തമ്മിൽ മോസ്റ്റ്ലി ഗ്രാഫ് വരച്ച സമയത്ത് ഗ്രാഫിൽ ഒരു സിമിലാരിറ്റി കാണുന്നുണ്ട്. സോ അങ്ങനെയാണ് മോസ്റ്റ്ലി പീരിയോഡിക് ലോയിലേക്ക് എത്തിച്ചേർന്നത്. ക്ലിയർ അല്ലേ? സോ ഈ എക്സ്പെരിമെന്റിന്റെ ചെറിയൊരു ധാരണ നിങ്ങളുടെ മനസ്സിലേക്ക് വേണം. സോ സ്ക്വയർ റൂട്ട് ഓഫ് ഫ്രീക്വൻസി ഓഫ് എക്സ്റേയും അറ്റോമിക് നമ്പർ ഓഫ് എലമെന്റ്സും തമ്മിലാണ് ആര് ഗ്രാഫ് വരച്ചത്? മോസ്റ്റ്ലി ഗ്രാഫ് വരച്ചത്. സോ ഇവിടെ എന്താ വരിക? ഇവിടെ ഫ്രീക്വൻസി സ്ക്വയർ റൂട്ട് ഓഫ് ഫ്രീക്വൻസി മീൻസ് സ്ക്വയർ റൂട്ട് ഓഫ് ഫ്രീക്വൻസി വേഴ്സസ് അറ്റോമിക് നമ്പർ ആണ് ഗ്രാഫ് വരച്ചത്. സ്ക്വയർ റൂട്ട് ഓഫ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി റേസ് ടു ഹാഫ് ആണ്. സോ ഫ്രീക്വൻസി റേസ് ടു ഹാഫ്, ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. സോ മോസ്റ്റ്ലി പീരിയോഡിക് ലോയിലേക്ക് എത്താൻ സഹായിച്ച ഗ്രാഫ് ഏതാ? മോസ്റ്റ്ലി ഒരു എലമെന്റ് എടുത്ത് അതിലേക്ക് ഇലക്ട്രോൺ ഹിറ്റ് ചെയ്ത് എക്സ്റേ എമിറ്റ് ചെയ്ത് ആ എമിറ്റ് ചെയ്ത എക്സ്റേന്റെ സ്ക്വയർ റൂട്ട് ഓഫ് ഫ്രീക്വൻസിയും അറ്റോമിക് നമ്പറും തമ്മിൽ ഗ്രാഫ് വരച്ച് റൂട്ട് ന്യൂ വേഴ്സസ് സെഡ് അല്ലെങ്കിൽ ന്യൂ റേസ് ടു ഹാഫ് വേഴ്സസ് സെഡ്. സോ ഹാഫ് ആണ് ആൻസർ വരിക. ക്ലിയർ അല്ലേ? യെസ്, ഓപ്ഷൻ സി. കുറേ ആൾ ഓപ്ഷൻ സി പറഞ്ഞിട്ടുണ്ട്. യെസ്, വെരി ഗുഡ്. ഓപ്ഷൻ സി പറഞ്ഞ കുറേ ആളുകളുണ്ട്. എല്ലാവർക്കും കൺഗ്രാജുലേഷൻ. ഒരാൾക്ക് മാത്രമല്ല, എല്ലാവരും കൺഗ്രാജുലേഷൻസ് എടുക്കുക. ക്ലിയർ അല്ലേ? റെഡി അല്ലേ? ഓക്കെ. സോ നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് കിടക്കാം. ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നുണ്ട്. ഇന്ന് ഫുള്ള് സെറ്റ് ആക്കിയിട്ട് നമ്മൾ പോകും. സം ബേസിക്, സ്ട്രക്ചർ ഓഫ് ആറ്റം, ക്ലാസിഫിക്കേഷൻ ആൻഡ് കെമിക്കൽ ബോണ്ടിങ്. ഈ 4 ചാപ്റ്ററിന് എങ്ങനെയാണ് നിങ്ങൾക്ക് 24-ാം തീയതി എക്സാം ഹാളിൽ ക്വസ്റ്റ്യൻ ഉണ്ടാവുക? ഏത് ലെവലുള്ള ക്വസ്റ്റ്യൻ ആണ് 24-ാം തീയതിയുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് ഉണ്ടാവുക? എങ്ങനെ പഠിച്ചാലാണ് 24-ാം തീയതിയുള്ള ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് നിങ്ങൾക്ക് നല്ലപോലെ ചെയ്യാൻ വേണ്ടി സാധിക്കുക എന്നത് ഈ ലൈവ് കഴിയുമ്പോൾ നിങ്ങൾക്ക് നല്ല ധാരണ വരും. ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് എങ്ങനെയാവും ഉണ്ടാവുക എന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. ക്ലിയർ അല്ലേ? സോ എല്ലാവരും കൃത്യമായിട്ട് കാത്തിരിക്കുക. ക്ലിയർ അല്ലേ? സോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. അടുത്ത ക്വസ്റ്റ്യൻ നല്ലൊരു ക്വസ്റ്റ്യനാ. നല്ല ക്വസ്റ്റ്യൻ. നിങ്ങൾ എന്തായാലും ചെയ്യണം, നിർബന്ധമായിട്ട് ചെയ്യണം. ദ എലമെന്റ് വിത്ത് അറ്റോമിക് നമ്പർ 20 നോട്ട് ഡിസ്കവർ ചെയ്തിട്ടില്ല. So elements with atomic number 20 will be an inner transition metal, alkaline earth metal, alkali metal, transition metal. Clear അല്ലേ? സോ നിങ്ങൾ കണ്ടുപിടിക്കാത്ത, സയന്റിസ്റ്റുകൾ കണ്ടുപിടിക്കാത്ത അറ്റോമിക് നമ്പർ 120 വരുന്ന എലമെന്റ് ആരായിരിക്കും എന്നതാണ് ചോദ്യം. അത് ആൽക്കലി മെറ്റൽ ആണോ, ആൽക്കലൈൻ എർത്ത് മെറ്റൽ ആണോ, ഇന്നർ ട്രാൻസിഷൻ മെറ്റൽ ആണോ, ട്രാൻസിഷൻ മെറ്റൽ ആണോ? ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് പരീക്ഷ പേപ്പറിൽ ചോദിച്ചാൽ നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം ഓടി വരേണ്ടത് 18th ഗ്രൂപ്പ് എലമെന്റ്സ് അല്ലെങ്കിൽ നോബിൾ ഗ്യാസ് ആണ്. ആരാ? നിങ്ങളുടെ പീരിയോഡിക് ടേബിളിന്റെ റൈറ്റ് സൈഡിലുള്ള വലതുഭാഗത്തുള്ള നോബിൾ ഗ്യാസ് അല്ലെങ്കിൽ 18th ഗ്രൂപ്പ് എലമെന്റ്സ് വേണം നിങ്ങളുടെ മനസ്സിലേക്ക് ഓടി വരാൻ. സോ ആരാടാ 18ാം ഗ്രൂപ്പ് എലമെന്റ്സ്? ആരൊക്കെയാ പറയേണ്ട ആവശ്യമുണ്ടോ? ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, സെനോൺ, റെഡോൺ. ചില ആളെ ഇവിടെ വെച്ച് അങ്ങ് സ്റ്റക്ക് ആവും. പോരാ. ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, സെനോൺ, റെഡോൺ ആൻഡ് ഓക്നസോൺ. ക്ലിയർ അല്ലേ? ഇവിടെ അറ്റോമിക് നമ്പർ 2, 10, 18, 36, 54, 86, 118. സോ നിങ്ങളെ മനസ്സിലേക്ക് വേണം. മുഴുവൻ നോബിൾ ഗ്യാസ് 18th ഗ്രൂപ്പ് എലമെന്റ്സിന്റെ സിംബലും അറ്റോമിക് നമ്പറും. സോ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, 118ാമത്തെ എലമെന്റ് ആണ് നോബിൾ ഗ്യാസ്. സോ 118ാമത്തെ എലമെന്റ് അറ്റോമിക് നമ്പർ 118 ആയിട്ടുള്ള എലമെന്റ് ആരാ? നോബിൾ ഗ്യാസ്. സോ 119 ഏതാ വരിക? 19ാം ഗ്രൂപ്പ് എന്നൊന്നും ആരും പറയേ. ആകെ 18 ഗ്രൂപ്പ് ആ പീരിയോഡിക് ടേബിളുള്ളൂ. പുതിയ കണ്ടുപിടുത്തം നിങ്ങൾ നടത്തണ്ട. സോ 118ാമത്തെ എലമെന്റ് 18ാം ഗ്രൂപ്പ് ആണെങ്കിൽ 119 എഗെയിൻ 1ാമത്തെ ഗ്രൂപ്പ് വരും. 120 2ാമത്തെ ഗ്രൂപ്പ് വരും. സോ ഇവിടെ 120ാമത്തെ എലമെന്റ് സെക്കൻഡ് ഗ്രൂപ്പിലാണ് വരിക. ആരാടാ സെക്കൻഡ് ഗ്രൂപ്പ് എലമെന്റ്സ്? ആൽക്കലൈൻ എർത്ത് മെറ്റൽ. സോ ആൽക്കലൈൻ എർത്ത് മെറ്റൽ, ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ അല്ലേ? സോ നോബിൾ ഗ്യാസിന്റെ സഹായത്തോടു കൂടി നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് പൂപറിക്കുന്ന ലാഘവത്തിൽ ആൻസർ ചെയ്യാൻ പറ്റും. ക്ലിയർ അല്ലേ? 118ാമത്തെ എലമെന്റ് 118 അറ്റോമിക് നമ്പർ ഇതാ ഈ കാണുന്ന മുഴുവൻ എലമെന്റും അറ്റോമിക് നമ്പർ 118ാമത്തെ എലമെന്റും 18ാം ഗ്രൂപ്പ് എലമെന്റ് ആണ്. സോ 119ാമത്തെ എലമെന്റ് 1ാം ഗ്രൂപ്പ്, 120ാമത്തെ എലമെന്റ് 2ാം ഗ്രൂപ്പ് അല്ലെങ്കിൽ ആൽക്കലൈൻ എർത്ത് മെറ്റൽ ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, റെഡി. സോ നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് കിടക്കാം. ഇതും ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് ആൻഡ് പീരിയോഡിസിറ്റി ഇൻ പ്രോപ്പർട്ടി എന്നുള്ള പീരിയോഡിക് പ്രോപ്പർട്ടി എന്നുള്ള ഭാഗത്തുള്ള ചോദ്യമാണ്. സോ നോയിക്കോ ഇത് പി ബ്ലോക്കിലെ സഹായങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്കറിയാലോ പി ബ്ലോക്ക് നിങ്ങളുടെ +2 പഠിക്കുന്ന കുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ ബോർഡ് എക്സാമിന് പി ബ്ലോക്ക് ക്യാൻസൽ ചെയ്തിട്ടുണ്ടെങ്കിലും പി ബ്ലോക്കിന്റെ ആദ്യത്തെ ഭാഗങ്ങൾ നിങ്ങൾക്ക് എൻട്രൻസിന് പഠിക്കാനുണ്ട്. സോ അതൊക്കെ നിങ്ങളൊന്ന് റിവൈസ് ചെയ്യുക. ക്ലിയർ അല്ലേ? വളരെ സിമ്പിളാണ്. റിവൈസ് ചെയ്താൽ എളുപ്പത്തിൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. നോക്കിയോ നിങ്ങൾ.
നോക്കിക്കോ, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ നോട്ട് കറക്റ്റ്? ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് അല്ലാത്തത്, തെറ്റായത്, ഇൻകറക്റ്റ് ആയത് എന്നതാണ് ചോദ്യം. സോ എ, ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കി, ദ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഓഫ് ഫ്ലൂറിൻ ഈസ് മോർ നെഗറ്റീവ് ദാൻ ക്ലോറിൻ. ഫ്ലൂറിന്റെ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ക്ലോറിനേക്കാൾ മോർ നെഗറ്റീവ് ആണ്. ആണോ അല്ല എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ വേണ്ടി സാധിക്കും. ഇത് പണ്ട് +1 ബോർഡ് എക്സാമിന് ചോദിക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യനാ. ക്ലിയർ ആലോ? ആരൊക്കെയാടാ 17th ഗ്രൂപ്പ് എലമെന്റ്സ് നോക്കാം. ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ, അസ്റ്റാറ്റിൻ ഒക്കെ ഉണ്ട്. സോ ഇവരാണ് 17th ഗ്രൂപ്പ് എലമെന്റ്. നിങ്ങൾക്ക് എന്തറിയാം, ഒരു ഗ്രൂപ്പിന്റെ മുകളിൽ നിന്ന് താഴോട്ട് പോകുന്തോറും ഫ്രം ടോപ്പ് ടു ബോട്ടം ഡൗൺ ദ ഗ്രൂപ്പ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി കുറയും. ക്ലിയർ അല്ലേ? ഡൗൺ ദ ഗ്രൂപ്പ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി കുറയുമെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കുക ഫ്ലൂറിൻ കെടുതാൻ, ക്ലോറിൻ കെടുതാൻ, ബ്രോമിൻ കെടുതാൻ, അയഡിൻ എന്നായിരിക്കും നിങ്ങൾ പ്രതീക്ഷിക്കുക. പക്ഷേ നിർഭാഗ്യവശാൽ അത് തെറ്റാണ്. അതെന്താണ്? തെറ്റാണ്. ക്ലിയർ അല്ലേ? നിങ്ങളെ ജനറൽ ട്രെൻഡ് കറക്റ്റ് ആണ്, അത് തെറ്റല്ല. ഫ്രം ടോപ്പ് ടു ബോട്ടം ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി കുറയും, ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി കൂടും. ക്ലിയർ അല്ലേ? ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ ഒരു ഗ്രൂപ്പിനകത്തുള്ള എലമെന്റ് ആണ്. സോ ഡൗൺ ദ ഗ്രൂപ്പ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി കുറയേണ്ടതാണ്. പക്ഷേ അതിൽ ചെറിയൊരു പ്രയാസമുണ്ട്. എടാ, ഫ്ലൂറിന്റെ പ്രത്യേകത എന്താ? ഫ്ലൂറിന്റെ സൈസ് എക്സ്ട്രീംലി സ്മോൾ ആണ്. ഫ്ലൂറിന്റെ സൈസ് കുറയുന്ന സമയത്ത് ഇലക്ട്രോൺസ് ഒക്കെ അടുത്തടുത്താണ്ടാവുക. സോ ഫ്ലൂറിന് ചുറ്റും ഇലക്ട്രോൺസ് അടുത്തടുത്താണ്ടാവുക. ഇലക്ട്രോണിന്റെ ഡെൻസിറ്റി കൂടുതലാണ്, നെഗറ്റീവ് ചാർജ് ഡെൻസിറ്റി കൂടുതലാണ്. സോ ഫ്ലൂറിന്റെ അടുത്തേക്ക് ഒരു ഇലക്ട്രോൺ വരുന്ന സമയത്ത് അത് എന്ത് ചെയ്യും? അത് റിപ്പല് ചെയ്യും. റിപ്പല് ചെയ്യുന്നത് കൊണ്ട് ഗെയിൻ ചെയ്യാൻ പറ്റൂല. ഗെയിൻ ചെയ്തില്ലെങ്കിൽ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി കുറവായിരിക്കും. സോ ഫ്ലൂറിന്റെ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ക്ലോറിനേക്കാൾ കുറവാണ്. മോർ എന്ന് പറഞ്ഞത് തെറ്റാണ്. സോ ഒന്നാമത്തത് തെറ്റാണ്. ക്ലിയർ അല്ലേ? എന്താണ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് എനർജി റിലീസ്ഡ് വെൻ എൻ ഐസൊലേറ്റഡ് ഗ്യാസസ് ആറ്റം ഗെയിൻ ഇലക്ട്രോൺ ടു ഫോം ആനിയോൺ. ഒരാറ്റം ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യുന്ന സമയത്ത് റിലീസ് ചെയ്യുന്ന എമൗണ്ട് ഓഫ് എനർജിയാണ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. റിലീസ് ചെയ്യുന്നത് കൊണ്ട് അത് നെഗറ്റീവ് വാല്യൂ ആയിരിക്കും. ഫ്ലൂറിന്റെ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി കുറവാണ്. സോ നെഗറ്റീവ് വാല്യൂ കുറവായിരിക്കും. സോ ഓപ്ഷൻ എ തെറ്റാണ്. ക്ലിയർ അല്ലേ? ഇവിടെ ഫ്ലൂറിന്റെ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി മോർ ആണെന്നാണ് പറഞ്ഞത്. അത് തെറ്റാ, നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റൂല. അടുത്ത നോക്കി, അയോണൈസേഷൻ എൻതാൽപ്പി ഡിക്രീസസ് ഇൻ എ ഗ്രൂപ്പ് ഓഫ് എ പീരിയോഡിക് ടേബിൾ. ഒരു ഗ്രൂപ്പിന്റെ മുകളിൽ നിന്ന് താഴോട്ട് പോകും തോറും അയോണൈസേഷൻ എൻതാൽപ്പി കുറയുമെന്നാണ് പറഞ്ഞത്. ശരിയല്ലേ? ശരിയാണ്. ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ഇൻ എ പീരീഡ് അയോണൈസേഷൻ എൻതാൽപ്പി കൂടും. ഫ്രം ടോപ്പ് ടു ബോട്ടം ഇൻ എ ഗ്രൂപ്പ് അയോണൈസേഷൻ എൻതാൽപ്പി കുറയും. സോ ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. സോറി, ബി ആണ് ശരി. ബി ശരിയാണ്. ഇനി നമുക്ക് സി നോക്കാം. സി നോക്കിക്കോ നിങ്ങൾ. ദ ഇലക്ട്രോനെഗറ്റിവിറ്റി ഓഫ് എൻ ആറ്റം ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ആറ്റംസ് ബോണ്ടഡ് ടു ഇറ്റ്. ശരിയല്ലേ? എന്താണ് ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ? ഒരു ബോണ്ടഡ് ആറ്റത്തിന്, എങ്ങനെയുള്ള ആറ്റത്തിന്? ഒരു ബോണ്ടിങ്ങിലുള്ള ആറ്റത്തിന് ഷെയർഡ് ഇലക്ട്രോണിനെ അതിൻ്റെ ഭാഗത്തേക്ക് അട്രാക്ട് ചെയ്യാനുള്ള എബിലിറ്റിയാണ് ഇലക്ട്രോനെഗറ്റിവിറ്റി. ദ എബിലിറ്റി ഓഫ് എ ബോണ്ടഡ് ആറ്റം ടു അട്രാക്ട് ഷെയർഡ് ഇലക്ട്രോൺ ടുവേർഡ്സ് ഇറ്റ്. ഒരു ബോണ്ടഡ് ആറ്റത്തിന് ഷെയർഡ് ഇലക്ട്രോൺ അതിൻ്റെ ഭാഗത്തേക്ക് അട്രാക്ട് ചെയ്യാനുള്ള എബിലിറ്റിയാണ് ഇലക്ട്രോനെഗറ്റിവിറ്റി. ഇപ്പം ക്ലോറിനും ഹൈഡ്രജനും ബോണ്ട് ഫോം ചെയ്താൽ ക്ലോറിൻ ഷെയർഡ് ഇലക്ട്രോൺ അതിൻ്റെ ഭാഗത്തേക്ക് അട്രാക്ട് ചെയ്യും. മോർ ഇലക്ട്രോനെഗറ്റീവാ. ക്ലിയർ അല്ലേ? ഇനി ക്ലോറിനും ഓക്സിജനുമാണ് ബോണ്ട് ഫോം ചെയ്തതെങ്കിൽ ഓക്സിജനാണ് ഷെയർഡ് ഇലക്ട്രോൺ അതിൻ്റെ ഭാഗത്തേക്ക് അട്രാക്ട് ചെയ്യുക, ക്ലോറിൻ അട്രാക്ട് ചെയ്യൂല. സോ ഡിപ്പെൻഡ് ചെയ്യും. സോ മൂന്നാമത്തത് സി ശരിയാണ്. അടുത്ത ഡി നോക്കടാ. Al2O3 ആൻഡ് NOR എക്സാമ്പിൾസ് ഓഫ് ആംഫോട്ടറിക് ഓക്സൈഡ്. കൃത്യമായിട്ട് പഠിക്കണം. ഓക്സൈഡ്സിന്റെ ക്ലാസിഫിക്കേഷൻ കൃത്യമായിട്ട് പഠിക്കണം. ഓക്സൈഡ്സ് രണ്ടുണ്ട്, സിമ്പിൾ ഓക്സൈഡും മിക്സഡ് ഓക്സൈഡും. സിമ്പിൾ ഓക്സൈഡ് 4 ഉണ്ട്. അസിഡിക് ഓക്സൈഡ്, ബേസിക് ഓക്സൈഡ്, ആംഫോട്ടറിക് ഓക്സൈഡ്, ന്യൂട്രൽ ഓക്സൈഡ്. വിത്ത് എക്സാമ്പിൾ പഠിക്കണം. എന്താണ് ആംഫോട്ടറിക് ഓക്സൈഡ്? ഒരു ഓക്സൈഡ് ആസിഡുമായിട്ടും ബേസുമായിട്ടും റിയാക്ട് ചെയ്യുമെങ്കിൽ, ഓക്സൈഡ്സ് ദാറ്റ് റിയാക്ട് വിത്ത് ബോത്ത് ആസിഡ്സ് ആൻഡ് ബേസ് ആണെങ്കിൽ അതാണ് ആംഫോട്ടറിക് ഓക്സൈഡ്. അതിൻ്റെ എക്സാമ്പിൾ ആണ് BeO, Al2O3, ZnO, PbO, SnO ഒക്കെ വരും. സോ Al2O3 ആംഫോട്ടറിക് ഓക്സൈഡ് തന്നെയാണ്, അതിലാർക്കും സംശയമില്ല.
പക്ഷേ NO ആംഫോട്ടറിക് ഓക്സൈഡ് ആണോ? അല്ല. NO എന്താ ഓക്സൈഡാ? NO ന്യൂട്രൽ ഓക്സൈഡ് ആണ്. എന്താ ന്യൂട്രൽ ഓക്സൈഡ്? ഓക്സൈഡ്സ് which are neither acidic nor basic. അസിഡിക്കും അല്ല ബേസിക്കും അല്ല. ന്യൂട്രൽ ഓക്സൈഡ്സിന്റെ എക്സാമ്പിൾ ആയിരിക്കുക NO, N2O, CO. ഇതൊക്കെ ന്യൂട്രൽ ഓക്സൈഡ് ആണ്. സോ NO എന്തല്ല? NO ആംഫോട്ടറിക് ഓക്സൈഡ് അല്ല, NO ന്യൂട്രൽ ഓക്സൈഡ് ആണ്. സോ ഡി തെറ്റാണ്, എയും ഡിയും തെറ്റാണ്. സോ ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ അല്ലടാ? ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? റെഡി 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 ഓക്കെ ഓക്കെ ഓക്കെ. സോ നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് കിടക്കാം. ഇതും ഓക്സൈഡ്സുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്, അപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ ആണ്. ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് JEEക്ക് പ്രതീക്ഷിക്കാം. 2024 JEE ഫസ്റ്റ് സെക്ഷന്റെ എക്സാമിന് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാം. എടാ, ഈ ചാപ്റ്ററിന് ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് ആൻഡ് പീരിയോഡിസിറ്റി ഇൻ പ്രോപ്പർട്ടി എന്ന ചാപ്റ്ററിനൊക്കെ JEEക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മാത്തമാറ്റിക്സിലെ പ്രോബ്ലങ്ങൾ ചെയ്യുന്നത് പോലെ, ഫിസിക്സിലെ പ്രോബ്ലങ്ങൾ ചെയ്യുന്നത് പോലെ ഒന്നും സമയം പാഴാക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് സെക്കൻഡുകൾക്കുള്ളിൽ നിങ്ങൾക്ക് ആൻസർ ചെയ്ത്, നിങ്ങൾക്ക് ടിക്ക് ചെയ്ത്, ബാക്കിയുള്ള സമയം നിങ്ങൾക്ക് ഫിസിക്സിനും മാത്തമാറ്റിക്സിനും കെമിസ്ട്രിയുള്ള ബാക്കി ക്വസ്റ്റ്യനും നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് സമയം കിട്ടും. ക്ലിയർ അല്ലേ? സോ കെമിസ്ട്രി നിങ്ങൾ നല്ലപോലെ പഠിക്കുന്നതാണെങ്കിൽ കെമിസ്ട്രിയിലുള്ള കൂടുതൽ ചോദ്യങ്ങളും നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസർ പറഞ്ഞ് കൂടുതൽ സമയം നിങ്ങൾക്ക് മറ്റ് പ്രോബ്ലങ്ങളിലേക്ക് നിങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി സാധിക്കും. അത്തരത്തിലുള്ള ഒരു ചോദ്യമാണ് ഈ ചോദ്യം. പക്ഷേ കോൺസെപ്റ്റ് കൃത്യമായിട്ട് അറിഞ്ഞിട്ടില്ലെങ്കിൽ കെമിസ്ട്രി കിട്ടൂല. ക്ലിയർ അല്ലേ? മേലോട്ട് നോക്കിയിരിക്കേണ്ടി വരും കോൺസെപ്റ്റ് അറിഞ്ഞുകൂടെങ്കിൽ. ക്ലിയർ അല്ലേ? റെഡി. സോ നോക്കി, ഗ്രൂപ്പ് 13 ഗ്രൂപ്പ് എലമെന്റ്. ഗ്രൂപ്പ് 13 elements react with O2 in amorphous forms oxides of type M2O3. Clearly, which among the following is the most basic oxide? So 13th group element in the oxide ആരാണ് more basic oxide എന്നാണ് ചോദ്യം. ക്ലിയർലേ? 13th ഗ്രൂപ്പ് 13ാം ഗ്രൂപ്പിലെ ഓക്സൈഡ്സിനകത്ത് ആരാണ് മോർ ബേസിക്? ആരൊക്കെയാടാ 13ാം ഗ്രൂപ്പ് എലമെന്റ്? ആരൊക്കെയാടാ 13th ഗ്രൂപ്പ് എലമെന്റ്സ്? ആരൊക്കെയാടാ ബോറോൺ ഫാമിലിയുള്ള എലമെന്റ്സ്? 13th ഗ്രൂപ്പ് എലമെന്റ്സ് ആണ് ബോറോൺ, അലുമിനിയം, ഗാലിയം, ഇൻഡിയം, താലിയം. ഇവരാണ് ആര്? ഇവരാണ് 13th ഗ്രൂപ്പ് എലമെന്റ്സ്. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് എന്തറിയണം? നിങ്ങൾ നിർബന്ധമായിട്ടും ഓക്സൈഡ്സിന്റെ അസിഡിക് ക്യാരക്ടറിന്റെയും ബേസിക് ക്യാരക്ടറിന്റെയും ട്രെൻഡ് കൃത്യമായിട്ട് പഠിക്കണം. നിങ്ങൾ നോക്കിക്കോളെ, പീരിയോഡിക് ടേബിളിന്റെ ലെഫ്റ്റിൽ നിന്ന് റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ഇൻ എ പീരിയഡ് അസിഡിക് ക്യാരക്ടർ ഓഫ് ഓക്സൈഡ്സ് കൂടും, ബേസിക് ക്യാരക്ടർ ഓഫ് ഓക്സൈഡ്സ് കുറയും. എന്താ പറഞ്ഞത്? ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ഇൻ എ പീരീഡ് അസിഡിക് ക്യാരക്ടർ ഓഫ് ഓക്സൈഡ്സ് ഇൻക്രീസസ്, ബേസിക് ക്യാരക്ടർ ഓഫ് ഓക്സൈഡ്സ് ഡിക്രീസസ്. അങ്ങനെയാണെങ്കിൽ ഫ്രം ടോപ്പ് ടു ബോട്ടം ഇൻ എ ഗ്രൂപ്പ്, ഒരു ഗ്രൂപ്പിന്റെ മുകളിൽ നിന്ന് താഴോട്ട് പോകുന്തോറും എന്തായിരിക്കും ഓർഡർ? നേരെ തിരിച്ചിട്ട് വരും. അസിഡിക് ക്യാരക്ടർ ഓഫ് ഓക്സൈഡ്സ് കുറയും, ബേസിക് ക്യാരക്ടർ ഓഫ് ഓക്സൈഡ് കൂടും. സോ കൃത്യമായിട്ട് പഠിക്കണേ. ഓക്സൈഡ്സിന്റെ അന്നേ 13th ഗ്രൂപ്പ് എലമെന്റ്സ് മാത്രമല്ല, ഏത് ഗ്രൂപ്പും ഏത് പീരീഡും തന്നാൽ ഈ പോയിന്റ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ഇൻ എ പീരീഡ് അസിഡിക് ക്യാരക്ടർ ഓഫ് ഓക്സൈഡ്സ് കൂടും, ബേസിക് ക്യാരക്ടർ ഓഫ് ഓക്സൈഡ്സ് കുറയും. ഫ്രം ടോപ്പ് ടു ബോട്ടം ഇൻ എ ഗ്രൂപ്പ് അസിഡിക് ക്യാരക്ടർ ഓഫ് ഓക്സൈഡ്സ് കുറയും, ബേസിക് ക്യാരക്ടർ ഓഫ് ഓക്സൈഡ് കൂടും. അല്ലെ? സോ ഫ്രം ടോപ്പ് ടു ബോട്ടം 13th ഗ്രൂപ്പ് എലമെന്റ്സിന്റെ അല്ലെ ഏത് ഗ്രൂപ്പിന്റെ ആയിക്കോട്ടെ, മുകളിൽ നിന്ന് താഴോട്ട് പോകുന്തോറും ബേസിക് ക്യാരക്ടർ കൂടും. സോ താഴെയുള്ള ആളാണ് മോർ ബേസിക് ഓക്സൈഡ് ഫോം ചെയ്യുക, വിച്ച് ഈസ് ഓപ്ഷൻ സി. കണ്ടോ? നിങ്ങൾക്ക് കോൺസെപ്റ്റ് അറിയാമെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യേണ്ട, ബുദ്ധി അധികം ഉപയോഗിക്കേണ്ട. ബാക്കി മാത്സിനും ബാക്കി ഫിസിക്സിനും ബാക്കി ക്വസ്റ്റിനൊക്കെ നിങ്ങൾക്ക് കിട്ടാം. സോ അധികം സമയം ഒന്നും നിങ്ങൾ പാഴാക്കേണ്ട. കോൺസെപ്റ്റ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. അതാണ് കെമിസ്ട്രി. സോ കെമിസ്ട്രി നിങ്ങൾ തറവായിട്ട് സെറ്റായിട്ട് കോൺസെപ്റ്റ് മുഴുവൻ നിങ്ങൾ സെറ്റാക്കണം. ക്ലിയർ അല്ലേ? റെഡി. സോ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസുകൾ നിങ്ങൾക്ക് കിട്ടും. സോ നമുക്കിനി അടുത്ത ക്വസ്റ്റിലേക്ക് കടക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്ക് നിങ്ങൾ. അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. യെസ്, ഇതും നിങ്ങളുടെ ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് ആൻഡ് പീരിയോഡിസിറ്റി ഇൻ പ്രോപ്പർട്ടി എന്നുള്ള ചാപ്റ്ററിൽ അയോണൈസേഷൻ എൻതാൽപ്പിന്റെ അപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. നോക്കിക്കോ. ദ ഫസ്റ്റ് അയോണൈസേഷൻ എൻതാൽപ്പി, അന്നറിയാം അയോണൈസേഷൻ എൻതാൽപ്പി ഒരാറ്റത്തിന്റെ വാലൻസ് ഷെല്ലിനകത്തുള്ള ലൂസ്ലി ഹെൽഡ് ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എനർജി അല്ലെങ്കിൽ എൻതാൽപ്പി ചേഞ്ച് ആണ് എന്ത്? അയോണൈസേഷൻ എൻതാൽപ്പി. ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് എനർജി റിക്വയർഡ് ടു റിമൂവ് ലൂസ്ലി ഹെൽഡ് ഇലക്ട്രോൺ ഫ്രം ദി വാലൻസ് ഷെൽ ഓഫ് എൻ ഐസൊലേറ്റഡ് ഗ്യാഷ്യസ് ആറ്റം എന്നൊക്കെ നിങ്ങൾക്കറിയാം.
So okay, the first ionization enthalpy of sodium, magnesium, silicon respectively are 496, 737, 786 kilojoule per mole. The first ionization enthalpy of അലൂമിനിയം ഈസ് എന്താ ചോദ്യം? സോഡിയത്തിന്റെയും മഗ്നീഷ്യത്തിന്റെയും സിലിക്കണിന്റെയും ഫസ്റ്റ് അയോണൈസേഷൻ എന്താൽപ്പി നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അലൂമിനിയത്തിന്റെ ഫസ്റ്റ് അയോണൈസേഷൻ എന്താൽപ്പി എത്രയാണെന്നാണ് ചോദ്യം. 4 വാല്യൂ തന്നിട്ടുണ്ട്. സാറേ ഇതൊക്കെ ബൈ ഹാർട്ട് പഠിക്കണോ? വേണ്ട. ചില ആൾക്കാർ ക്വസ്റ്റ്യൻ കണ്ടു കേട്ടു, സാറേ സോഡിയത്തിന്റെയും അലൂമിനിയത്തിന്റെയും മഗ്നീഷ്യത്തിന്റെയും ഒക്കെ ഫസ്റ്റ് അയോണൈസേഷൻ എന്താൽപ്പി ഞങ്ങൾക്ക് ബൈ ഹാർട്ട് പഠിക്കാൻ ബുദ്ധിമുട്ടല്ലേ? നിങ്ങൾ പഠിക്കണ്ടോ? നിങ്ങൾ പഠിക്കണ്ട. നിങ്ങൾ എന്തറിഞ്ഞാൽ മതി? എടാ സോഡിയവും അറ്റോമിക് നമ്പർ 11, magnesium atomic number 12, അലൂമിനിയം അറ്റോമിക് നമ്പർ 13, സിലിക്കൺ അറ്റോമിക് നമ്പർ 14. സോ ഇതൊക്കെ ഒരു പീരിയഡിനകത്തുള്ള എലമെന്റാ അല്ലെ? സോഡിയം, മഗ്നീഷ്യം, അലൂമിനിയം, സിലിക്കൺ പീരിയഡിനകത്തുള്ള എലമെന്റാ. ഒരു പീരിയഡിന്റെ ലെഫ്റ്റിൽ നിന്ന് റൈറ്റ് സൈഡിലേക്ക് പോകുന്തോറും അയോണൈസേഷൻ എന്താൽപ്പി കൂടും. പഠിച്ചില്ലേ? ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ഇൻ എ പീരീഡ് അയോണൈസേഷൻ എന്താൽപ്പി ഇൻക്രീസസ് കൂടും. എടാ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് അയോണൈസേഷൻ എന്താൽപ്പി കൂടുമെങ്കിൽ എന്താണ് അയോണൈസേഷൻ എന്താൽപ്പിന്റെ ഓർഡർ വരിക? സോഡിയം ലെസ് ദാൻ മഗ്നീഷ്യം ലെസ് ദാൻ അലൂമിനിയം ലെസ് ദാൻ സിലിക്കൺ. പക്ഷേ അത് തെറ്റാ. സോ ജനറൽ ട്രെൻഡിന് ഒരു മാറ്റമില്ലേ? ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് അയോണൈസേഷൻ എന്താൽപ്പി കൂടും. സോ നിങ്ങൾ പ്രതീക്ഷിക്കുക സോഡിയം ലെസ് ദാൻ, മഗ്നീഷ്യം ലെസ് ദാൻ, അലൂമിനിയം ലെസ് ദാൻ, സിലിക്കൺ എന്നാണ് നിങ്ങൾ പ്രതീക്ഷിക്കുക. പക്ഷേ അല്ലടാ. മഗ്നീഷ്യം ആരാ? മഗ്നീഷ്യം സെക്കൻഡ് ഗ്രൂപ്പ് എലമെന്റാ. സെക്കൻഡ് ഗ്രൂപ്പ് എലമെന്റ്സിന്റെ വാലൻസ് ഷെല്ലിൽ S2 ആ വരിക. സംശയമുള്ള ആൾ മഗ്നീഷ്യത്തിന് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ചെയ്ത് നോക്ക്. 1s2, 2s2, 2p6, 3s2 കിട്ടും. S2 ആണ് മഗ്നീഷ്യം. അലൂമിനിയത്തിന്റെ കോൺഫിഗറേഷൻ എന്താ? 1s2, 2s2, 2p6, 3s1. സോ S1 വരും. സോറി 1s2, 2s2, 2p6, 1s2, 2s2, 2p6, 3s2, 3p1. സോ p1 ആണ് അലൂമിനിയം. അലൂമിനിയം p1 ആ, മാറിപ്പോയതാ, ക്ഷമിക്കൂ. ഓക്കെ, ക്ലിയർ അല്ലേ? സോ മഗ്നീഷ്യം S2 ആ വരിക, അലൂമിനിയം p1 ആ. അതിനെ കൊണ്ട് എന്താണെന്ന് ആരും ചോദിക്കുന്നുണ്ടോ? എടാ S2 നോക്കടാ. S2 എന്ത് കോൺഫിഗറേഷനാ? ഫുള്ളി ഫിൽഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷനാ. നിങ്ങൾ പഠിച്ചിട്ടില്ലേ? ഹാഫ് ഫിൽഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷനും ഫുള്ളി ഫിൽഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷനും സ്റ്റേബിൾ ആണ്. S1, S2, P3, P6, D5, D10, S7, F14 ഹാഫ് ഫിൽഡും ഫുള്ളി ഫിൽഡ് ആണ്, സ്റ്റേബിൾ ആണ്. സോ S2 സ്റ്റേബിൾ ആണ്. സ്റ്റേബിൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണെങ്കിൽ അയോണൈസേഷൻ എന്താൽപ്പി കൂടുതലായിരിക്കും. സോ മഗ്നീഷ്യത്തിന്റെ അയോണൈസേഷൻ എന്താൽപ്പി അലൂമിനിയത്തിനേക്കാൾ കൂടുതലായിരിക്കും. സോ ശരിക്കുള്ള ഓർഡർ എന്താ വരിക? ശരിക്കുള്ള ഓർഡർ സോഡിയം ലെസ് ദാൻ, അലൂമിനിയം ലെസ് ദാൻ, മഗ്നീഷ്യം ലെസ് ദാൻ, സിലിക്കൺ. ക്ലിയർ അല്ലേ? ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് അയോണൈസേഷൻ എന്താൽപ്പി കൂടും. പക്ഷേ നിങ്ങൾ ഒരിക്കലും മഗ്നീഷ്യത്തിന്റെ അയോണൈസേഷൻ എന്താൽപ്പി അലൂമിനിയത്തിനേക്കാൾ കുറവാണെന്ന് പറയാൻ വേണ്ടി പാടില്ല. മഗ്നീഷ്യത്തിന് S2 കംപ്ലീറ്റ്ലി ഫിൽഡ് കോൺഫിഗറേഷൻ ആണ്, അലൂമിനിയത്തിന് കംപ്ലീറ്റ്ലി ഫിൽഡ് കോൺഫിഗറേഷൻ അല്ല. കംപ്ലീറ്റ്ലി ഫിൽഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താണ്? സ്റ്റേബിൾ ആണ്. സ്റ്റേബിൾ ആണെങ്കിൽ അയോണൈസേഷൻ എന്താൽപ്പി എന്തായിരിക്കും? കൂടുതലായിരിക്കും. സോ അലൂമിനിയത്തിന്റെ അയോണൈസേഷൻ എന്താൽപ്പി മഗ്നീഷ്യത്തിനേക്കാൾ കുറവാണ്. സോ നമുക്ക് എന്ത് മനസ്സിലാക്കി? അലൂമിനിയത്തിന്റെ അയോണൈസേഷൻ എന്താൽപ്പി സോഡിയത്തിനേക്കാൾ കൂടുതലാണ്. അലൂമിനിയത്തിന്റെ അയോണൈസേഷൻ എന്താൽപ്പി മഗ്നീഷ്യത്തിനേക്കാൾ കുറവാണ്. സോ സോഡിയത്തിന്റെ വാല്യൂവിനേക്കാൾ കൂടിയ വാല്യൂവും മഗ്നീഷ്യത്തിന്റെ വാല്യൂവിനേക്കാൾ കുറഞ്ഞ വാല്യൂവും ഏത് ഓപ്ഷൻ ആണെന്ന് നോക്കിയാൽ മതി. നോക്ക് പറടാ. സോഡിയത്തിന്റെ വാല്യൂ 496 ആണ്. സോ 496നേക്കാൾ കൂടണം. നോക്കടാ. മഗ്നീഷ്യത്തിന്റെ അയോണൈസേഷൻ എന്താൽപ്പി 737 ആണ്. സോ 737നേക്കാൾ കുറയണം. ക്ലിയർ അല്ലേ? സോ 496നേക്കാൾ കൂടുതലും 737നേക്കാൾ കുറവും ഒറ്റ ഓപ്ഷൻ 577 ആണ്. സോ അലൂമിനിയത്തിന്റെ അയോണൈസേഷൻ എന്താൽപ്പി 577. ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. യെസ്, പലരും ആൻസർ പറഞ്ഞിട്ടുണ്ട്. പലരും നല്ല കിണ്ണം കാച്ചി ആൻസർ പറഞ്ഞു പോകുന്നുണ്ട്. വെരി ഗുഡ്. ക്ലിയർ അല്ലേ? ഇത്രയേ ഉള്ളൂ കെമിസ്ട്രി. JEE ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, കെമിസ്ട്രി നിങ്ങൾ NCERT കൃത്യമായിട്ട് പഠിച്ച് നിങ്ങൾ റേസിൻ്റെ മെറ്റീരിയലിനകത്തുള്ള പ്രോബ്ലവും ചെയ്ത് പ്രീവിയസ് ഇയർ JEE ക്വസ്റ്റ്യനിലൂടെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അപ്പുറത്തൊന്നുമില്ല. IIT പോലെയുള്ള NIT പോലെയുള്ള ഇന്ത്യയിലെ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നിങ്ങൾക്ക് പഠിക്കാം എന്നല്ല ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് ലൈഫ് എക്സ്പ്ലോർ ചെയ്യാം. ക്ലിയർ അല്ലേ? എന്നും കേരളത്തിൽ നമ്മൾ ഈ നാട്ടിൽ ജീവിച്ചാൽ മതിയോ? പുറത്തൊക്കെ പോകണ്ടേ? ലൈഫ് എക്സ്പ്ലോർ ചെയ്യണ്ടേ? സോ പഠിക്കാൻ വേണ്ടി മാത്രമല്ല, നല്ല പ്ലേസ്
പ്ലേസ്മെൻറ്റും നല്ല ജോലിയും നല്ല സാലറിയും കിട്ടാൻ വേണ്ടി മാത്രമല്ല IIT നിന്നും NIT നിന്നൊക്കെ നമുക്ക് ലൈഫ് എക്സ്പ്ലോർ ചെയ്യണം. ക്ലിയർ അല്ലേ? റെഡി? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്തിട്ട് ലൈഫ് എക്സ്പ്ലോർ ചെയ്യോ ഇല്ലയോ എന്നൊന്ന് നോക്കാലോ. സോ നോക്കടാ, ഓർഡർ ഓഫ് കോവാലന്റ് ബോണ്ട്. കോവാലന്റ് ബോണ്ടിന്റെ ഓർഡർ ആണ് നിങ്ങളോട് ചോദിച്ചത്. എടാ, കോവാലന്റ് ബോണ്ടിന്റെ ഓർഡർ എന്ന് പറയുമ്പോൾ നിങ്ങളെ മനസ്സിലേക്ക് ആദ്യം ഓടി വരുന്ന പേരാരടാ? അത് ഫജാൻസ് റൂൾ ആയിരിക്കണം. എന്തായിരിക്കണം? ഫജാൻസ് റൂൾ. ഫജാൻസ് റൂൾ എന്താടാ ഫജാൻസ് റൂൾ പറയുന്നത്? ടു പ്രെഡിക്റ്റ് കോവാലന്റ് ക്യാരക്ടർ ഓഫ് അയോണിക് ബോണ്ട്. അയോണിക് ബോണ്ടിന്റെ കോവാലന്റ് ക്യാരക്ടർ പ്രെഡിക്റ്റ് ചെയ്യുന്ന റൂളാണ് ഏത് റൂള്? ഫജാൻസ് റൂൾ. ക്ലിയർ അല്ലേ? ടു പ്രെഡിക്റ്റ് കോവാലന്റ് ക്യാരക്ടർ ഓഫ് അയോണിക് ബോണ്ട്. എന്തൊക്കെയാണ് ഫജാൻസ് റൂൾ പറയുന്നത്? കോവാലന്റ് ക്യാരക്ടർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ചാർജ് ഓഫ് കാറ്റയോൺ. കോവാലന്റ് ക്യാരക്ടർ ചാർജ് ഓഫ് കാറ്റയോൺ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. Then covalent character directly proportional to charge of anion. Anionന്റെ ചാർജിനും covalent character directly proportional. Then covalent character directly proportional to size of anion. Anionന്റെ സൈസിനും covalent character directly proportional. Then covalent character inversely proportional to size of cation. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം, നിങ്ങൾ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം. ഇതാണ് ഫജാൻസ് റൂള്. കാറ്റോണിന്റെ ചാർജ് കൂടുമ്പോൾ കോവാലന്റ് ക്യാരക്ടർ കൂടും. ആനിയോണിന്റെ ചാർജ് കൂടുമ്പോൾ കോവാലന്റ് ക്യാരക്ടർ കൂടും. ആനിയോണിന്റെ സൈസ് കൂടുമ്പോൾ കോവാലന്റ് ക്യാരക്ടർ കൂടും. കാറ്റിയോണിന്റെ സൈസ് കുറയുമ്പോൾ കോവാലന്റ് ക്യാരക്ടർ കൂടും. ഫജാൻസ് റൂള്. സോ നോക്കടാ, ഒന്നാമത്തെ നോക്കടാ, എല്ലാവരും ഒന്നാമത്തെ നോക്കടാ. സോ KF ഉണ്ട്, KI ഉണ്ട്. KF എന്ന് പറഞ്ഞാൽ K പ്ലസും F മൈനസും, K എന്ന് പറഞ്ഞാൽ K പ്ലസും I മൈനസും. സോ രണ്ടിലും കാറ്റോൺ K പ്ലസ് ആണ് നോക്കണ്ട. ഇനി ആനിയോൺ നോക്കി, ഒന്ന് F മൈനസ് ആണ്, ഒന്ന് I മൈനസ് ആണ്. നോക്കടാ ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ താഴോട്ട് പോകും തോറും സൈസ് കൂടും. സോ അയഡിൻ ആയിരിക്കും സൈസ് കൂടുതൽ. നോക്കടാ, കോവാലന്റ് ക്യാരക്ടർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സൈസ് ഓഫ് ആനിയോൺ. ആനിയോണിന്റെ സൈസ് കൂടുമ്പോൾ കോവാലന്റ് ക്യാരക്ടർ കൂടും. സോ ഫ്ലൂറിനേക്കാൾ സൈസ് കൂടുതൽ അയഡിൻ ആണ്. സോ കോവാലന്റ് ക്യാരക്ടർ കൂടുതൽ വരേണ്ടത് KI ക്കാണ്. സോ ഈ ഓപ്ഷൻ തെറ്റാണ്. ഓപ്ഷൻ A തെറ്റാണ്. പിന്നെ ഓപ്ഷൻ ബി നോക്കടാ, KF ലെസ് ദാൻ KI. KF എന്ന് പറഞ്ഞാൽ K പ്ലസും F മൈനസും. KI എന്ന് പറഞ്ഞാൽ അഗൈൻ K പ്ലസും I മൈനസും. രണ്ടിലും K പ്ലസ് കാറ്റോൺ സെയിം ആ. നോക്കണ്ട, ആനിയോൺ ഒന്നിൽ F മൈനസ് ആണ്, ഒന്നിൽ I മൈനസ് ആണ്. നമുക്ക് എന്തറിയാം? ആനിയോണിന്റെ സൈസ് കൂടുമ്പോൾ കോവാലന്റ് ക്യാരക്ടർ കൂടും. സോ I മൈനസിന്റെ സൈസ് ആണ് കൂടുതൽ. സോ KI ക്കാണ് കോവാലന്റ് ക്യാരക്ടർ കൂടുതൽ. അത് ശരിയാണ്. അതിൻ്റെ ഒപ്പം തന്നെ ഒരാളും കൂടി ഉണ്ട്, LIF-ഉം KF-ഉം. LIF എന്ന് പറഞ്ഞാൽ LI പ്ലസും F മൈനസും. KF എന്ന് പറഞ്ഞാൽ K പ്ലസും F മൈനസും. സോ രണ്ടിൽ നോക്കടാ, രണ്ടിലും F മൈനസ് സെയിം ആണ്, ആനിയോൺ സെയിം ആണ്. രണ്ടിലും കാറ്റോൺ ഡിഫറെൻ്റാ. ഒന്ന് LI പ്ലസ് ആണ്, K പ്ലസ് ആണ്. ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീസിയം, ഫ്രാൻസിയം ആൽക്കലി മെറ്റൽ ആണ്. ക്ലിയർ അല്ലേ? സോ കാറ്റോണിന്റെ കേസിൽ സൈസ് കുറയുമ്പോഴാണ് കോവാലന്റ് ക്യാരക്ടർ കൂടുക. സോ ലിഥിയത്തിനാണ് സൈസ് കുറവ്. സോ ലിഥിയത്തിനായിരിക്കും കോവാലന്റ് ക്യാരക്ടർ കൂടുതൽ. അത് ശരിയാണ്. ബി ശരിയാണ്. ഇനി നോക്കടാ, സോ ഓപ്ഷൻ ബി ശരിയാണ്. സോ ഓപ്ഷൻ എ വരൂല. ബി ശരിയാണ്. പക്ഷെ ഏ തെറ്റല്ലേ? സോ ഡിയും വരൂല. ഒന്നുകിൽ ബി, ഒന്നുകിൽ സി. ക്ലിയർ അല്ലേ? ഒന്നുകിൽ ബി അല്ലെങ്കിൽ സി. സോ രണ്ടിലും സി ഉണ്ട്. സോ നമുക്ക് ഈ വരുവോ ഇല്ലയോ നോക്കിയാൽ പോരെ. ഈ വരുവോ ഇല്ലയോ നോക്കിയാൽ മതി. ഈ നോക്കിക്കോ, ഈ KF ലെസ് ദാൻ KI. ഓൾറെഡി നമ്മൾ പറഞ്ഞു KF ലെസ് ദാൻ KI. അത് ശരിയാ. ഇത് നോക്ക്, CuCl ഗ്രേറ്റർ ദാൻ NaCl. നോക്കടാ, Cu പ്ലസ് Cl മൈനസ്, Na പ്ലസ് Cl മൈനസ്. രണ്ടിലും Cl മൈനസ് ആനിയോൺ സെയിമാ. കാറ്റോൺ ഒന്ന് Cu പ്ലസ് ആണ്, ഒന്ന് Na പ്ലസ് ആണ്. ക്ലിയർ അല്ലേ? Cu പ്ലസിന്റെ സൈസ് Na പ്ലസിന്റെ സൈസിനേക്കാൾ കുറവാണ്. കാറ്റോണിന്റെ സൈസ് കുറയുമ്പോൾ കോവാലന്റ് ക്യാരക്ടർ കൂടും. സോ CuClന്റെ കോവാലന്റ് ക്യാരക്ടർ കൂടുതലാണ്. സോ ഇത് ശരിയാണ്. ഈ ശരിയാണ്. സോ ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ അല്ലേ? സോ ഇത് മാത്രം അറിഞ്ഞാൽ മതി. കാറ്റോണിന്റെ ചാർജ് കൂടുമ്പോൾ കോവാലന്റ് ക്യാരക്ടർ കൂടും. ആനിയോണിന്റെ ചാർജ് കൂടുമ്പോൾ കോവാലന്റ് ക്യാരക്ടർ കൂടും. ആനിയോണിന്റെ സൈസ് കൂടുമ്പോൾ കോവാലന്റ് ക്യാരക്ടർ കൂടും. പക്ഷേ കാറ്റോണിന്റെ സൈസ് കുറയുമ്പോഴാണ് കോവാലന്റ് ക്യാരക്ടർ കൂടുക എന്ന് നിങ്ങൾക്കറിഞ്ഞാൽ ഫജാൻസ് റൂളുമായി ബന്ധപ്പെട്ട് എന്ത് ചോദ്യത്തിൻ്റെ ഉത്തരവും നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി സാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അടുത്തതാണ് ചോദ്യം. അടുത്തത് കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലാർ സ്ട്രക്ചർ എന്ന ചാപ്റ്ററുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്.
ഈ ചാപ്റ്ററിന്റെ ഇമ്പോർട്ടൻസ് കുറച്ചുകൂടി അങ്ങ് കൂടിയിരിക്കും. കാരണം എന്താ, നിങ്ങൾക്ക് കഴിഞ്ഞ വർഷം വരെ 30 ചാപ്റ്റർ കെമിസ്ട്രിയിൽ നിന്നുണ്ടായിരുന്നു അല്ലേ, ജെയ്ക്ക് 30 ചാപ്റ്ററുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഈ വർഷം 21 ചാപ്റ്ററുകൾ മാത്രമേ, അതായത് പുതുതായിട്ട് ആഡ് ചെയ്ത അനലിറ്റിക്കൽ കെമിസ്ട്രി ഉൾപ്പെടെ 21 ചാപ്റ്ററുകളെ നിങ്ങൾക്ക് ഈ വർഷം ജെഇ എക്സാമിനുള്ളൂ. സോ 9 ചാപ്റ്ററുകൾ ഒഴിവാക്കി. ആ ഒഴിവാക്കിയ ചാപ്റ്ററിൽ കൂടുതൽ ചാപ്റ്ററും ഇനോർഗാനിക് കെമിസ്ട്രിയുടെ ചാപ്റ്ററാണ്. എസ് ബ്ലോക്ക് ഒഴിവാക്കി, ഹൈഡ്രജൻ ഒഴിവാക്കി, പി ബ്ലോക്കിന്റെ ഭൂരിഭാഗം ഒഴിവാക്കി. നിങ്ങൾ ഇനോർഗാനിക് കെമിസ്ട്രിയുടെ ചാപ്റ്റർ ഒഴിവാക്കിയ സ്ഥിതിക്ക് ഇനോർഗാനിക് കെമിസ്ട്രിയിൽ നിലവിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ചാപ്റ്ററുകളിൽ നിന്ന്, കെമിക്കൽ ബോണ്ടിങ്ങിൽ നിന്ന്, ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെന്റ്സിൽ നിന്ന്, കോർഡിനേഷൻ കോമ്പൗണ്ടിൽ നിന്നൊക്കെ കൂടുതൽ ചോദ്യങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ക്ലിയർ അല്ലേ? സോ കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലാർ സ്ട്രക്ചർ എന്ന ചാപ്റ്റർ നിങ്ങൾ നല്ല ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ നിങ്ങൾ പഠിച്ചു പോവുക. ക്ലിയർ അല്ലേ? സോ ക്വസ്റ്റ്യൻ നോക്കി, വിച്ച് ഓഫ് ദി ഫോളോയിങ് പെയർസ് ഓഫ് മോളിക്യൂൾസ് കണ്ടെയ്ൻ ഓഡ് ഇലക്ട്രോൺ മോളിക്യൂൾ ആൻഡ് ആൻ എക്സ്പാൻഡഡ് ഒക്ടറ്റ് മോളിക്യൂൾ? ഇത് ഏത് ഭാഗത്താണ് വരുന്നത്? ഇത് ഒക്ടറ്റ് റൂളിന്റെ ലിമിറ്റേഷൻ എന്ന ഭാഗത്താണ് വരുന്നത്. ലിമിറ്റേഷൻ ഓഫ് ഒക്ടറ്റ് റൂളിന് ഓഡ് നമ്പർ ഓഫ് ഇലക്ട്രോൺ എക്സിസ്റ്റ് ചെയ്യുന്ന മോളിക്യൂളിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഒക്ടറ്റ് റൂളിന് സാധിച്ചിട്ടില്ല. അതേപോലെ ഇലക്ട്രോൺ ഡിവിഷന്റെ മോളിക്യൂള് എക്സിസ്റ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഒക്ടറ്റ് റൂളിന് സാധിച്ചിട്ടില്ല. ഇലക്ട്രോൺ എക്സ്പാൻഡഡ് അല്ലെങ്കിൽ ഹൈപ്പർ വാലന്റ് കോമ്പൗണ്ട് എന്തുകൊണ്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നതെന്ന് ഒക്ടറ്റ് റൂളിന് പറയാൻ വേണ്ടി സാധിച്ചിട്ടില്ല. സോ എന്താ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇലക്ട്രോൺ ഡിവിഷന്റെ കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു കോമ്പൗണ്ടിനകത്ത് സെൻട്രൽ ആറ്റത്തിന് ചുറ്റുമുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം 8 കുറവാണെങ്കിൽ അതാണ് ഇലക്ട്രോൺ ഡിവിഷന്റെ കോമ്പൗണ്ട്. ഇനി ഒരു മോളിക്യൂളിനകത്ത്, ഒരു കോമ്പൗണ്ടിനകത്ത് സെൻട്രൽ ആറ്റത്തിന് ചുറ്റുമുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം 8 കൂടുതലാണെങ്കിൽ അത്തരം കോമ്പൗണ്ടുകളാണ് ഹൈപ്പർ വാലന്റ് കോമ്പൗണ്ട് അല്ലെങ്കിൽ എക്സ്പാൻഡഡ് ഒക്ടറ്റ്. ഇനി ഒരു മോളിക്യൂളിനകത്ത് ഓഡ് നമ്പർ ഓഫ് ഇലക്ട്രോണുകൾ ഉണ്ടെങ്കിൽ അതാണ് ഓഡ് ഇലക്ട്രോൺ മോളിക്യൂള്. NO2, ClO2 ഇതൊക്കെ എന്തിന്റെ എക്സാമ്പിളാ? ഇതൊക്കെ ഓഡ് ഇലക്ട്രോൺ മോളിക്യൂളിന്റെ എക്സാമ്പിളാ. സോ ഓഡ് ഇലക്ട്രോൺ നോക്കടാ, ഓഡ് ഇലക്ട്രോൺ ആണ് ആദ്യം ഉള്ളത്. ഓഡ് ഇലക്ട്രോൺ മോളിക്യൂളിന്റെ എക്സാമ്പിൾ ആണ് NO. എടാ BCl3 ഓഡ് ഇലക്ട്രോൺ മോളിക്യൂൾ ആണോ? നോക്കടാ, BCl3ന്റെ സ്ട്രക്ചർ നിങ്ങൾക്ക് എല്ലാവർക്കും കണ്ണു മുമ്പിലുണ്ട് അല്ലേ? അത് ട്രയാഗണൽ പ്ലാനർ ആണ്. ബോറോണിന് ചുറ്റും 3 ബോണ്ടുകളാണുള്ളത്. 3 ബോണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ബോണ്ടിനകത്ത് 2 ഇലക്ട്രോൺ, 3 ബോണ്ടിനകത്ത് 6 ഇലക്ട്രോൺ. 6 എന്ന് പറഞ്ഞാൽ 8 കുറവാണ്. സോ BCl3 ഒരു ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് കോമ്പൗണ്ട് ആണ്. ക്ലിയർ അല്ലേ? BCl3 ട്രയാഗണൽ പ്ലാനർ, ബോറോണിന് ചുറ്റും 3 ബോണ്ട് എന്ന് പറഞ്ഞാൽ 6 ഇലക്ട്രോൺ, 6 എന്ന് പറഞ്ഞാൽ 8 കുറവ്. അത് ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് മോളിക്യൂൾ ആണ്. ഇനി ഓപ്ഷൻ സി നോക്കി, SF6. എടാ SF6ന്റെ സ്ട്രക്ചർ ഒക്കെ പഠിച്ചല്ലേ? ടെട്രാഹെഡ്രൽ, ഓർമ്മയില്ലേ? SF6ന്റെ സ്ട്രക്ചർ ആണ് എന്ത്? ടെട്രാഹെഡ്രൽ സ്ട്രക്ചർ. എന്ത് സ്ട്രക്ചർ? ടെട്രാഹെഡ്രൽ സ്ട്രക്ചർ. സോ സൾഫറിന് ചുറ്റും എത്ര ബോണ്ട് ഉണ്ട്? 1, 2, 3, 4, 5, 6. ഒരു ബോണ്ട് എന്ന് പറഞ്ഞാൽ 2 ഇലക്ട്രോൺ, 6 ബോണ്ട് എന്ന് പറഞ്ഞാൽ 12 ഇലക്ട്രോൺ, 12 എന്ന് പറഞ്ഞാൽ 8 കൂടുതലാണ്. സോ ഇത് എക്സ്പാൻഡഡ് ഒക്ടറ്റ് ആണ്. സോ ഇത് എക്സ്പാൻഡഡ് ഒക്ടറ്റ്. സോ ആദ്യം നമുക്ക് വരേണ്ടത് ഓഡ് ഇലക്ട്രോൺ ആണ്. സോ ഇത് വരൂല. BCl3 അഗെയിൻ ഇലക്ട്രോൺ ഡിവിഷന്റെ, അത് വരൂല. സോ NO ആണ് ആര്? NO ആണ് ഓഡ് ഇലക്ട്രോൺ മോളിക്യൂൾ. സോ ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. ചില ആൾക്ക് സംശയമുണ്ട്, H2SO4 എക്സ്പാൻഡഡ് ഇലക്ട്രോൺ എക്സ്പാൻഡഡ് മോളിക്യൂൾ ആണോ എന്ന്. എക്സ്പാൻഡഡ് ഒക്ടറ്റ് ഉള്ള 8 കൂടുതൽ ഇലക്ട്രോൺ സെൻട്രൽ ആറ്റത്തിലുള്ള മോളിക്യൂൾ ആണെന്ന് സംശയമുണ്ട്. സോ NO ഓഡ് ഇലക്ട്രോൺ. ഇനി H2SO4ന്റെ സ്ട്രക്ചർ നോക്കി, എന്താ വരിക? S ഡബിൾ ബോണ്ട് O 3 വര, ബാക്കി 3 ഓക്സിജൻ, 2 ഹൈഡ്രജൻ, 1 ഓക്സിജൻ, ഹൈഡ്രജൻ ഇല്ല, ഡബിൾ ബോണ്ട്. സോ സൾഫറിന് ചുറ്റും എത്ര ബോണ്ട് ഉണ്ട്? 2, 4, 5, 6. 6 ബോണ്ട് എന്ന് പറഞ്ഞാൽ 12 ഇലക്ട്രോൺ ആണ്. 12 എന്ന് പറഞ്ഞാൽ 8 കൂടുതലാണ്. ഒരു മോളിക്യൂളിനകത്ത് സെൻട്രൽ ആറ്റത്തിന് ചുറ്റും 8 കൂടുതൽ ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ അത് എക്സ്പാൻഡഡ് ഒക്ടറ്റ് ആണ്. സോ H2SO4 എക്സ്പാൻഡഡ് ഒക്ടറ്റ് ആണ്. NOന്റെ സ്ട്രക്ചർ എന്താ? N ഡബിൾ ബോണ്ട് O, ഇവിടെ 4 ഇലക്ട്രോൺ, ഇവിടെ 3 ഇലക്ട്രോൺ. സോ ഇത് ഓഡ് നമ്പർ ഓഫ് മോളിക്യൂൾ ആണ്. സോ NO ഓഡ് നമ്പർ ഇലക്ട്രോൺ ഉള്ളത്. H2SO4 എക്സ്പാൻഡഡ്. ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. ഏതാ റൈറ്റ് ആൻസർ? ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. വെരി ഗുഡ് ബേ. യെസ്, പി ബ്ലോക്ക് ഉണ്ട്. പക്ഷേ പി ബ്ലോക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല. കഴിഞ്ഞ വർഷമൊക്കെ പി ബ്ലോക്ക് കടൽ പോലത്തെ ചാപ്റ്റർ ആയിരുന്നു. നിങ്ങൾക്ക് 13th ഗ്രൂപ്പ് എലമെന്റ്സിന്റെയും 14th ഗ്രൂപ്പ് എലമെന്റ്സിന്റെയും 15th ഗ്രൂപ്പ് എലമെന്റ്സിന്റെയും 16th ഗ്രൂപ്പ് എലമെന്റ്സിന്റെയും 17th ഗ്രൂപ്പ് എലമെന്റ്സിന്റെയും കോമ്പൗണ്ടുകളും അതിന്റെ പ്രിപ്പറേഷനും അതിന്റെ പ്രോപ്പർട്ടീസും അതിന്റെ റിയാക്ഷൻസും ഒക്കെ കഴിഞ്ഞ വർഷം പഠിക്കാനുണ്ടായിരുന്നു.
ഈ വർഷം നിർഭാഗ്യവശാൽ അതൊക്കെ ആരും ഒഴിവാക്കി, അതൊക്കെ NCR NTA സിലബസ് ഒന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. സോ ഈ പ്രാവശ്യം ആകെ കുറച്ച് ഭാഗങ്ങളെ പഠിക്കാനുള്ളൂ, ജനറൽ പ്രോപ്പർട്ടീസ് മാത്രമേ പഠിക്കാനുള്ളൂ. അത് കൃത്യവും വ്യക്തമായിട്ട് അങ്ങ് പഠിച്ചാൽ അതിൽ നിന്ന് ചോദ്യം വരുമ്പോൾ കൃത്യവും വ്യക്തമായിട്ട് ആൻസർ ചെയ്ത് അങ്ങ് പോവാം. സോ പി ബ്ലോക്കിൽ നിന്നും ഇത്തരം ചാപ്റ്ററുകളിൽ നിന്ന് ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻസിൽ നിന്നും പി ബ്ലോക്കിൽ നിന്നൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ എന്ത് ചോദ്യം ചോദിച്ചാലും ഒട്ടുമേ സമയം പാഴാക്കാതെ ടപ്പേ ടപ്പേ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് സെക്കൻഡുകൾക്കുള്ളിൽ ആൻസർ ചെയ്തു പോകാൻ വേണ്ടി സാധിക്കുമെന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിട്ട് അടുത്ത ചോദ്യത്തിലേക്ക് നിങ്ങൾ കിടക്കാം. എന്താ അടുത്ത ചോദ്യം? കൺസിഡർ ദ സ്പീഷീസ് CH4 NH4+. മുമ്പിലുള്ള ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തോ? ഇല്ല, ഈ ക്വസ്റ്റ്യൻ ചെയ്തോ? ഈ ക്വസ്റ്റ്യൻ ആൻസർ എന്താ? റെസനൻസ് ഇൻ കാർബണേറ്റ് അയോൺ CO3 ഈസ് റെസനൻസ് ഉണ്ട്. നമുക്കറിയാം ഒരു മോളിക്യൂളിന് ഒന്നിലധികം ലൂയിസ് സ്ട്രക്ചർ പോസിബിൾ ആണെങ്കിൽ റെസനൻസ് എക്സിസ്റ്റ് ചെയ്യും. ക്ലിയർ അല്ലേ? ഇനി വായിച്ചോ. It is possible to identify each structure individually by some physical or chemical method. All these structures are dynamic equilibrium with each other. Any option C, CO3 has a single structure that is resonance hybrid of above 3. നിങ്ങൾക്കറിയാം ആക്ച്വൽ സ്ട്രക്ചർ ഒരു മോളിക്യൂള് റെസനൻസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് ഒരു മോളിക്യൂളിന് ഒന്നിലധികം പോസിബിൾ ലൂയിസ് സ്ട്രക്ചറുകൾ ഉണ്ടെങ്കിൽ ആ മോളിക്യൂളിൻ്റെ ആക്ച്വൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എത്ര ലൂയിസ് സ്ട്രക്ചർ പോസിബിൾ ഉണ്ടോ, എത്ര കാനോണിക്കൽ സ്ട്രക്ചർ പോസിബിൾ ആണോ അതിൻ്റെ ആവറേജ് ആയിരിക്കും റെസനൻസ് സ്ട്രക്ചർ. അല്ലെങ്കിൽ റെസനൻസ് ഹൈബ്രിഡ് ഈസ് ദ ആവറേജ് ഓഫ് all canonical structures. Clear അല്ലേ? സോ CO3 സിംഗിൾ സ്ട്രക്ചർ ആണ് ഉണ്ടാവുക, അതാണ് റെസനൻസ് സ്ട്രക്ചർ. അല്ലെങ്കിൽ റെസനൻസ് ഹൈബ്രിഡ് അത് കാനോണിക്കൽ സ്ട്രക്ചറിന്റെ ആവറേജ് ആയിരിക്കും. സോ C is the right answer. ക്ലിയർ അല്ലേ? സോ നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് കടക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തോ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ? ഈ ചോദ്യങ്ങൾ നിങ്ങൾ ഉറപ്പിച്ച മക്കളെ, ഈ ചോദ്യങ്ങൾ നിങ്ങൾ ഉറപ്പിച്ചോ. അതായത് ഒന്നുകിൽ നിങ്ങളോട് ഷേപ്പ് ചോദിക്കും, അല്ലെങ്കിൽ ജോമെട്രി, അല്ലെങ്കിൽ ഹൈബ്രിഡൈസേഷൻ. ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. ക്ലിയർ അല്ലേ? ഒരു മോളിക്യൂൾ തരും, അതിൻ്റെ സ്ട്രക്ചർ എന്താണ്, അതിൻ്റെ ഹൈബ്രിഡൈസേഷൻ എന്താണ്, അത്തരത്തിലുള്ള ചോദ്യങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് JEEക്ക് ചോദിക്കാറുണ്ട്. സോ കൃത്യമായിട്ട് ചെയ്യുക, അത്തരത്തിലുള്ള ചോദ്യമാണിത്. നോക്കി നിങ്ങൾ, കൺസിഡർ ദ സ്പീഷീസ് CH4 NH4+ BH4-. Choose the correct options with respect to 3 species. ഈ 3 ആളുകളെ സംബന്ധിച്ചിടത്തോളം CH4ഉം NH4+ഉം BH4നെ സംബന്ധിച്ചിടത്തോളം ഏത് ഓപ്ഷനാണ് കറക്റ്റ് എന്നാണ് ചോദ്യം. എന്താ ഓപ്ഷൻ എ പറയുന്നേ? They are isoelectronic and only to have tetrahedral. 3ഉം ഐസോഇലക്ട്രോണിക് ആണ്, പക്ഷെ 2 മാത്രമേ സെയിം സ്ട്രക്ചർ ഉള്ളൂ. എന്താ ഓപ്ഷൻ ബി പറയുന്നേ? They are isoelectronic and all have tetrahedral structure. 3ഉം ഐസോഇലക്ട്രിക് ആണ്, 3ന്റെയും സ്ട്രക്ചർ സെയിം ആണ്. ഇനി സി നോക്ക്, only 2 are isoelectronic and have all tetrahedral structure. And option D, only 2 are isoelectric and only 2 have tetrahedral structure. സോ ഇത് 3ഉം ഐസോഇലക്ട്രോണിക് സ്പീഷീസ്. എന്താണ് ഐസോഇലക്ട്രോണിക് സ്പീഷീസ് എന്ന് പറഞ്ഞാൽ? സ്പീഷീസുകൾക്ക് സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണെങ്കിൽ അത്തരം സ്പീഷീസിനെയാണ് നമ്മൾ ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് എന്ന് വിളിക്കാം. സ്പീഷീസ് ഹാവിങ് സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. ക്ലിയർ അല്ലേ? 2 ആളുകൾ ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് ആവണമെങ്കിൽ ആ 2 ആളുകൾക്കും സെയിം നമ്പർ ഓഫ് ഇലക്ട്രോണുകൾ വേണം. ക്ലിയർ അല്ലേ? സോ നോക്കിക്കോ, CH4നകത്ത് എത്ര ഇലക്ട്രോൺസ് ഉണ്ടാ? കാർബണിന്റെ അറ്റോമിക് നമ്പർ 3. ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം, ബെർലിയം, ബോറോൺ, കാർബണിന്റെ അറ്റോമിക് നമ്പർ 6 ആണ്. അറ്റോമിക് നമ്പർ 6 ആണെങ്കിൽ നമ്പർ ഓഫ് പ്രോട്ടോൺ 6 ആയിരിക്കും, നമ്പർ ഓഫ് ഇലക്ട്രോണും 6 ആയിരിക്കും. പ്ലസ് ഹൈഡ്രജന്റെ അറ്റോമിക് നമ്പർ 1 ആണ്. സോ ഒരു പ്രോട്ടോൺ ഉണ്ടാവും, ഒരു ഇലക്ട്രോൺ ഉണ്ടാവും. ഒരു ഹൈഡ്രജനിൽ 1 ഇലക്ട്രോൺ ആണെങ്കിൽ 4 ഹൈഡ്രജനിൽ 4 ഇലക്ട്രോൺ, ടോട്ടൽ 10 ഇലക്ട്രോൺസ്. നോക്കടാ, NH4+നകത്ത് എത്ര ഇലക്ട്രോൺസ് ഉണ്ടാവൂടാ? എത്ര ഇലക്ട്രോൺസ് ഉണ്ടാവും? നൈട്രജന്റെ അറ്റോമിക് നമ്പർ 7 ആണ്. സോ 7 ഇലക്ട്രോൺസ് ഉണ്ടാവും. ഹൈഡ്രജന്റെ അറ്റോമിക് നമ്പർ 4 ആണ്. സോ 4 ഇലക്ട്രോൺസ് ഉണ്ടാവും. പക്ഷേ ക്വസ്റ്റ്യൻ പേപ്പറിൽ NH4 എന്നാണോ തന്നത്? അല്ല, NH4+ എന്നാണ് തന്നത്. NH4 എപ്പോഴാണ് NH4+ ആയിട്ട് മാറുക? NH4 എന്നുള്ള ചങ്ങായി 1 ഇലക്ട്രോൺ വിട്ടുകൊടുത്താലാണ് NH4+ ആയിട്ട് മാറുക. സോ 1 ഇലക്ട്രോൺ പോകണം, വിച്ച് ഈസ് ഈക്വൽ ടു 10 ഇലക്ട്രോൺസ്. ക്ലിയർ അല്ലേ? അടുത്ത നോക്കടാ, BH4-.
BH4 മൈനസ് അകത്ത് ടോട്ടൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? എന്താ ബോറോണിന്റെ അറ്റോമിക് നമ്പർ? ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം, ബെർലിയം, ബോറോൺ. അഞ്ചാമത്തെ എലമെന്റ് ആണ് ബോറോൺ. സോ ബോറോണിന്റെ അറ്റോമിക് നമ്പർ 5 ആണ്. അറ്റോമിക് നമ്പർ ഈസ് ദ നമ്പർ ഓഫ് പ്രോട്ടോൺ. സോ നമ്പർ ഓഫ് പ്രോട്ടോൺ 5 ആണ്. ആറ്റത്തിന്റെ കേസിൽ നമ്പർ ഓഫ് പ്രോട്ടോണും നമ്പർ ഓഫ് ഇലക്ട്രോണും സെയിം ആണ്. സോ നമ്പർ ഓഫ് ഇലക്ട്രോണും 5 ബോറോണിൽ. നോക്കടാ, ഹൈഡ്രജന്റെ അറ്റോമിക് നമ്പർ 1 ആണ്. സോ 1 ഇലക്ട്രോൺ ഉണ്ടാവും. 4 ഹൈഡ്രജനിൽ 4 ഇലക്ട്രോൺ. പക്ഷേ ക്വസ്റ്റ്യൻ പേപ്പറിൽ BH4 എന്നാണ് തന്നത്, അല്ല BH4 മൈനസ് എന്നാണ് തന്നത്. എപ്പോഴാണ് BH4 മൈനസ് ആവുക? BH4 എന്നുള്ള ചങ്ങായി 1 ഇലക്ട്രോൺ വാങ്ങിയാലാണ് BH4 മൈനസ് ആവുക. സോ +1 വിച്ച് ഈസ് ഈക്വൽ ടു 10 ഇലക്ട്രോൺസ്. സോ 3 ആളുകളും, അത് CH4 ആയിക്കോട്ടെ, NH4+ ആയിക്കോട്ടെ, BH4 മൈനസ് ആയിക്കോട്ടെ, 3 ആളുകളുടെയും നമ്പർ ഓഫ് ഇലക്ട്രോൺസ് 10 ആണ്. സോ സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ്. സോ ദേ ആർ ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ്. ദേ ആർ ഐസോ ഇലക്ട്രോണിക്. ഓൾ 3 ആർ ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ്. സോ ഒന്നുകിൽ A വരും അല്ലെങ്കിൽ B വരും. ക്ലിയർ അല്ലേ? 3 ആളും ഐസോഇലക്ട്രോണിക് സ്പീഷീസ് ആണ്. കാരണം 3 ആളുകളിലുമുള്ള നമ്പർ ഓഫ് ഇലക്ട്രോണുകൾ സെയിം ആണ്. ഇനി 3 ആളുകളുടെയും സ്ട്രക്ചർ നമുക്ക് നോക്കേണ്ടതുണ്ട്. 3 ആളുകളുടെയും സ്ട്രക്ചർ നമുക്ക് നോക്കാം. സോ സ്ട്രക്ചർ നോക്കാൻ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഞാനൊന്ന് ടപ്പേ എന്ന് പറയുന്നുണ്ട്. സോ ഒന്ന് നിങ്ങളെ മനസ്സിലുണ്ടാവും. ക്ലിയർലേ? ഞാനിപ്പോൾ ബോർഡ് പറയാൻ പോകുന്ന മുഴുവൻ കാര്യങ്ങളും നിങ്ങളുടെ മനസ്സിൽ ഓൾറെഡി ഉള്ള സാധനമാണ്. സോ ഒന്ന് പുറത്തേക്ക് എടുക്കുക. ക്ലിയർലേ? ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോണും ടോട്ടൽ ഇലക്ട്രോണുകളുടെ എണ്ണവും ബോണ്ട് പേരുകളുടെ എണ്ണവും നിങ്ങൾക്കറിയാമെങ്കിൽ ഏതൊരു മോളിക്യൂളിൻ്റെയും സ്ട്രക്ചർ നിങ്ങൾക്ക് പറയാൻ വേണ്ടി സാധിക്കും. ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ 2 ആണ്. ടോട്ടൽ ഇലക്ട്രോൺ പേരുകളുടെ എണ്ണം 2 ആണ്. അതിൽ ബോണ്ട് പേരുകളും 2 ആണെങ്കിൽ ഷേപ്പ് ലീനിയർ. ടോട്ടൽ ഇലക്ട്രോൺ പേരുകളുടെ എണ്ണം 3 ആണ്. ബോണ്ട് പേര് 2 ആണെങ്കിൽ വി ഷേപ്പ്. ടോട്ടൽ ഇലക്ട്രോൺ പേരുടെ എണ്ണം 3 ആണ്. 3 ബോണ്ട് പേരാണെങ്കിൽ ഷേപ്പ് ട്രയാഗണൽ പ്ലാനാർ. ടോട്ടൽ ഇലക്ട്രോൺ പേര് 4 ആണ്. 4 ബോണ്ട് പേരാണെങ്കിൽ ടെട്രാഹെഡ്രൽ. ടോട്ടൽ ഇലക്ട്രോൺ പേര് 4, അതിൽ 3 ബോണ്ട് പേരാണെങ്കിൽ പിരമിഡൽ. ടോട്ടൽ ഇലക്ട്രോൺ പേര് 4, അതിൽ 2 ബോണ്ട് പേരാണെങ്കിൽ എന്ത് വരും? വി ഷേപ്പ് വരും. ടോട്ടൽ ഇലക്ട്രോൺ പേര് 5 ആണ്. 5 ബോണ്ട് പേരാണെങ്കിൽ ട്രയാഗണൽ ബൈ പിരമിഡ്. ടോട്ടൽ ഇലക്ട്രോൺ പേര് 5 ആണ്. അതിൽ 4 ബോണ്ട് പേരാണെങ്കിൽ സീസോ വരും. ടോട്ടൽ ഇലക്ട്രോൺ പേര് 5, 3 ബോണ്ട് പേരാണെങ്കിൽ ടി ഷേപ്പ് വരും. ടോട്ടൽ ഇലക്ട്രോൺ പേര് 6 ബോണ്ട് പേരാണെങ്കിൽ ഒക്ടാഹെഡ്രൽ വരും. ടോട്ടൽ ഇലക്ട്രോൺ പേര് 6, അതിൽ 5 ബോണ്ട് പേരാണെങ്കിൽ സ്ക്വയർ പിരമിഡ് വരും. ടോട്ടൽ ഇലക്ട്രോൺ പേര് 6 ആണ്. 4 ബോണ്ട് പേരാണെങ്കിൽ സ്ക്വയർ പ്ലാനാർ വരും. ടോട്ടൽ ഇലക്ട്രോൺ പേർ 7 ബോണ്ട് പേരാണെങ്കിൽ നിങ്ങൾക്ക് പെൻറ്റഗണൽ ബൈ പിരമിഡ് വരും. ടോട്ടൽ ഇലക്ട്രോൺ പേർ 7, അതിൽ 6 ബോണ്ട് പേരാണെങ്കിൽ ഡിസ്ട്രോട്ടഡ് ഒക്ടാഹെഡ്രൽ വരും. ഇത് നിങ്ങൾക്ക് പ്രാഥമികമായിട്ട് അറിഞ്ഞിരിക്കണം. നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. ടോട്ടൽ ഇലക്ട്രോൺ പേർ 2 ബോണ്ട് പേരാണെങ്കിൽ ലീനിയർ. ടോട്ടൽ ഇലക്ട്രോൺ പേർ 3 ബോണ്ട് പേരാണെങ്കിൽ ട്രയാഗണൽ പ്ലാനാർ. ടോട്ടൽ ഇലക്ട്രോൺ പേർ 3, 2 ബോണ്ട് പേരാണെങ്കിൽ വി ഷേപ്പ്. ടോട്ടൽ ഇലക്ട്രോൺ പേർ 4 ബോണ്ട് പേരാണെങ്കിൽ ടെട്രാഹെഡ്രൽ. ടോട്ടൽ ഇലക്ട്രോൺ പേർ 4, 3 ബോണ്ട് പേരാണെങ്കിൽ പിരമിഡ്. ടോട്ടൽ ഇലക്ട്രോൺ പേർ 4, 2 ബോണ്ട് പേരാണെങ്കിൽ വി ഷേപ്പ്. ടോട്ടൽ ഇലക്ട്രോൺ പേർ 5, അതിൽ 5 ബോണ്ട് പേരാണെങ്കിൽ ട്രയാഗണൽ ബൈ പിരമിഡ്. ടോട്ടൽ ഇലക്ട്രോൺ പേർ 5, 4 ബോണ്ട് പേരാണെങ്കിൽ സീസോ. ടോട്ടൽ ഇലക്ട്രോൺ പേർ 5, 3 ബോണ്ട് പേരാണെങ്കിൽ ടി ഷേപ്പ്. ടോട്ടൽ ഇലക്ട്രോൺ പേർ 6 ബോണ്ട് പേരാണെങ്കിൽ ഒക്ടാഹെഡ്രൽ. ടോട്ടൽ ഇലക്ട്രോൺ പേർ 6, 5 ബോണ്ട് പേരാണെങ്കിൽ സ്ക്വയർ പിരമിഡ്. ടോട്ടൽ ഇലക്ട്രോൺ പേർ 6, 4 ബോണ്ട് പേരാണെങ്കിൽ സ്ക്വയർ പ്ലാനാർ. ടോട്ടൽ ഇലക്ട്രോൺ പേർ 7 ബോണ്ട് പേരാണെങ്കിൽ പെന്റഗണൽ ബൈ പിരമിഡ്. ടോട്ടൽ ഇലക്ട്രോൺ പേർ 7, അതിൽ 6 ബോണ്ട് പേരാണെങ്കിൽ നിങ്ങളുടെ സ്ട്രക്ചർ വരിക ഡിസ്ട്രോക്റ്റഡ് ഒക്ടാഹെഡ്രൽ. ക്ലിയർ അല്ലേ? ഇനി പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ടോട്ടൽ ഇലക്ട്രോൺ പേർ കാണുന്ന ഇക്വേഷൻ എന്താ? ടോട്ടൽ ഇലക്ട്രോൺ പെയർ ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു വി പ്ലസ് എൻ മൈനസ് സി പ്ലസ് എ. ഈ ഇക്വേഷൻ കൂടി അങ്ങ് ഓർമ്മിച്ചു വെച്ചോ. ടോട്ടൽ ഇലക്ട്രോൺ പെയർ ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു വി പ്ലസ് എൻ മൈനസ് സി പ്ലസ് എ. വി എന്ന് പറഞ്ഞാൽ വാലൻസ് ഇലക്ട്രോൺ ഓഫ് സെൻട്രൽ ആറ്റം. എൻ എന്ന് പറഞ്ഞാൽ സെൻട്രൽ ആറ്റത്തിന് ചുറ്റുമുള്ള ഹൈഡ്രജൻ്റെയോ ഹാലോജൻ്റെയോ എണ്ണം. സി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പോസിറ്റീവ് ചാർജ്. എ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് നെഗറ്റീവ് ചാർജ്. സോ ഈ ഇക്വേഷൻ ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ടോട്ടൽ ഇലക്ട്രോൺ പെയറുകളുടെ എണ്ണം കിട്ടും. ഇനി എന്താണ് ബോണ്ട് പെയർ എന്ന് പറഞ്ഞാൽ? ബോണ്ട് പെയർ ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ആറ്റംസ് അറൗണ്ട് ദി സെൻട്രൽ ആറ്റം. സെൻട്രൽ ആറ്റത്തിന് ചുറ്റും എത്ര ആറ്റങ്ങളുണ്ടോ അത്രയും ബോണ്ട് പെയറുകളുണ്ടാവും. ക്ലിയർ അല്ലേ? സോ ടോട്ടൽ ഇലക്ട്രോൺ പെയർ കാണുന്ന ഇക്വേഷൻ പഠിച്ച്, ബോണ്ട് പെയർ കാണുന്ന ഇക്വേഷൻ പഠിച്ച്, ഇത് രണ്ടും നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾക്ക് സ്ട്രക്ചർ പിടിക്കാൻ വേണ്ടി സാധിക്കും. സോ ഫസ്റ്റ് ആണ് CH4. CH4ൻ്റെ ടോട്ടൽ ഇലക്ട്രോൺ പെയർ പറഞ്ഞോ?
ഹാഫ് ഇൻറ്റു വി എന്ന് പറഞ്ഞാൽ വാലൻസ് ഇലക്ട്രോൺ ഓഫ് സെൻട്രൽ ആറ്റം. ഇവിടെ സെൻട്രൽ ആറ്റം കാർബൺ ആണ്, കാർബണിൻ്റെ വാലൻസ് ഇലക്ട്രോൺ 4 ആണെന്ന് നമുക്കറിയാം. പ്ലസ് എൻ എന്ന് പറഞ്ഞാൽ സെൻട്രൽ ആറ്റത്തിന് ചുറ്റുമുള്ള ഹൈഡ്രജൻ്റെയോ ഹാലജൻ്റെയോ എണ്ണം. ഇവിടെ കാർബണിന് ചുറ്റും 4 ഹൈഡ്രജൻ ഉണ്ട്. സോ N 4 വരും. 4 4 8, 8/2 4. സോ ടോട്ടൽ ഇലക്ട്രോൺ പെയർ 4 കിട്ടി. ഇനി എത്രയാണ് ആ ബോണ്ട് പെയർ എന്ന് പറയാ? സെൻട്രൽ ആറ്റത്തിന് ചുറ്റും എന്താണ്? സെൻട്രൽ ആറ്റത്തിന് ചുറ്റും എത്ര ആറ്റങ്ങളുണ്ടോ അത്രയും ബോണ്ട് പെയർ ഉണ്ടാവും. CH4 നോക്കടാ, സെൻട്രൽ ആറ്റമായിട്ടുള്ള കാർബണിന് ചുറ്റും 4 ഹൈഡ്രജൻ ഉണ്ട്. സോ സെൻട്രൽ ആറ്റത്തിന് ചുറ്റും 4 ആറ്റങ്ങളുണ്ട്. സോ ബോണ്ട് പെയർ 4 ആണ്. ടോട്ടൽ ഇലക്ട്രോൺ പെയർ 4, അതിൽ 4 ബോണ്ട് പെയർ. 4/4. ഏതാ ഷേപ്പ്? ടെട്രാഹെഡ്രൽ. ടെട്രാഹെഡ്രൽ. ഇനി അടുത്ത് നോക്കടാ, അടുത്താരായിരുന്നു? അടുത്ത നോക്കടാ, അടുത്തതായിരുന്നു NH4+ഉം BH4-ഉം. പറഞ്ഞോ സ്ട്രക്ചർ പറഞ്ഞോ, എല്ലാവരും സ്ട്രക്ചർ പറഞ്ഞോ. NH4+ന്റെ സ്ട്രക്ചർ പറഞ്ഞോ. ആദ്യം നമുക്ക് ടോട്ടൽ ഇലക്ട്രോൺ പെയർ കാണാം. ഹാഫ് ഇൻറ്റു വി എന്ന് പറഞ്ഞാൽ വാലൻസ് ഇലക്ട്രോൺ ഓഫ് സെൻട്രൽ ആറ്റം. ഇവിടെ സെൻട്രൽ ആറ്റം നൈട്രജൻ ആണ്, നൈട്രജന്റെ വാലൻസ് ഇലക്ട്രോൺ 5 ആണ്. പ്ലസ് N എന്ന് പറഞ്ഞാൽ സെൻട്രൽ ആറ്റത്തിന് ചുറ്റുമുള്ള ഹൈഡ്രജൻ്റെയോ ഹാലജൻ്റെയോ എണ്ണം. ഇവിടെ സെൻട്രൽ ആറ്റമായുള്ള നൈട്രജന് ചുറ്റും 4 ഹൈഡ്രജൻ ഉണ്ട്. സോ N 4 മതിയോ? പോരാ. സി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പോസിറ്റീവ് ചാർജ് ആണ്. NH4+ൽ ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ട്. സോ 1 മൈനസ് ചെയ്യുക. 5 4 9 1 കുറച്ചാൽ 8/2 4. സോ ടോട്ടൽ ഇലക്ട്രോൺ പെയർ 4 കിട്ടി. ഇനി എത്രയാണ് ആ ബോണ്ട് പെയർ? NH4. നൈട്രജന് ചുറ്റും 4 ഹൈഡ്രജൻ. സോ സെൻട്രൽ ആറ്റത്തിന് ചുറ്റും എത്ര ആറ്റങ്ങളുണ്ടോ അത്രയും ബോണ്ട് പെയർ ഉണ്ടാവും. ഇവിടെ സെൻട്രൽ ആറ്റമായിട്ടുള്ള നൈട്രജന് ചുറ്റും 4 ഹൈഡ്രജൻ ഉണ്ട്. സോ ബോണ്ട് പെയർ 4 ആണ്. സോ ടോട്ടൽ ഇലക്ട്രോൺ പെയർ 4, അതിൽ 4 ബോണ്ട് പെയർ. 4/4. ഏതാ ഷേപ്പ്? ടെട്രാഹെഡ്രൽ ആണ്. എഗെയിൻ അടുത്ത BH4- ആണ്. സോ എഗെയിൻ നിങ്ങൾ ടോട്ടൽ ഇലക്ട്രോൺ പെയറും ബോണ്ട് പെയറും കണ്ടുപിടിച്ചേ. ഹാഫ് ഇൻറ്റു വി എന്ന് പറഞ്ഞാൽ വാലൻസ് ഇലക്ട്രോൺ ഓഫ് സെൻട്രൽ ആറ്റം. ഇവിടെ ബോറോൺ ആണ് സെൻട്രൽ ആറ്റം. ബോറോണിന്റെ വാലൻസ് ഇലക്ട്രോൺ 3 ആണ്. N എന്ന് പറഞ്ഞാൽ സെൻട്രൽ ആറ്റത്തിന് ചുറ്റുമുള്ള ഹൈഡ്രജൻ്റെയോ ഹാലോജൻ്റെയോ എണ്ണം. ഇവിടെ എത്ര ഹൈഡ്രജൻ ഉണ്ടാ? 4 ഹൈഡ്രജൻ ഉണ്ട്. 4 വന്ന് കഴിഞ്ഞോ? ഇല്ല. ഇവിടെ പോസിറ്റീവ് ചാർജ് ഉണ്ടോ? BH4-ൽ പോസിറ്റീവ് ചാർജ് ഇല്ല. BH4- നെഗറ്റീവ് ചാർജ് ഉണ്ടോ? നെഗറ്റീവ് ചാർജ് ഉണ്ട്. നോക്കടാ, പ്ലസ് എ പ്ലസ് ആനയുണ്ട് ചാർജ്, പ്ലസ് നെഗറ്റീവ് ചാർജ് ഉണ്ടെങ്കിൽ പ്ലസ് ചെയ്യുക. ഇവിടെ ഒരു നെഗറ്റീവ് ചാർജ് ഉണ്ട്. സോ 1 പ്ലസ് ചെയ്യുക. 4 3 7 7 1 8 8/2 4. ടോട്ടൽ ഇലക്ട്രോൺ പെയർ 4 കിട്ടി. ഇനി എത്രയാണ് ആ ബോണ്ട് പെയർ? നോക്കടാ, BH4 H4 4 ഹൈഡ്രജൻ. സെൻട്രൽ ആറ്റത്തിന് ചുറ്റും 4 ആറ്റങ്ങളുണ്ട്. സോ ബോണ്ട് പെയർ 4. ടോട്ടൽ ഇലക്ട്രോൺ പെയർ 4 ബോണ്ട് പെയർ. ഷേപ്പ് ടെട്രാഹെഡ്രൽ. സോ 3 ആളുകളുടെയും ഷേപ്പ് ടെട്രാഹെഡ്രലാണ്. 3 ആളുകളുടെയും ഷേപ്പ് സെയിം ആണ്. 3 ആളുകളുടെയും സ്ട്രക്ചർ സെയിം ആണ്. സോ ദേ ആർ ഐസോ സ്ട്രക്ചറൽ ഓൾസോ. സോ ഐസോ സ്ട്രക്ചറലുമാണ്, ഐസോ ഇലക്ട്രിക്കുമാണ്. സോ ഏതാ ഓപ്ഷൻ? They are isoelectronic and all have tetrahedral structure. Option B is the right answer. സോ കെമിക്കൽ ബോണ്ടിങ്ങിൽ നിന്ന് സ്ട്രക്ചറുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ നിങ്ങളുടെ ഹൈബ്രിഡൈസേഷനുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. സോ നിങ്ങളോട് സ്ട്രക്ചറോ ഹൈബ്രിഡൈസേഷനുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. സോ എല്ലാവരും ഈ വീഡിയോ നിങ്ങൾ കാണുന്നുണ്ട്. നിങ്ങളുടെ JEE പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളെ IIT-കൾ അല്ലെങ്കിൽ NIT-കൾ സ്വപ്നം കാണുന്ന നിങ്ങളുടെ മുഴുവൻ ഫ്രണ്ട്സിനും നിങ്ങൾ ഈ വീഡിയോ അയച്ചു കൊടുക്കുക. നാളെ തൊട്ട് കുറേ ആളുകളെയും കൂട്ടിയിട്ട് ഗ്രൂപ്പായിട്ട് വരിക. എൻ്റെ എല്ലാവരും ചാറ്റ് ബോക്സിൽ പെട്ടെന്ന് ആൻസർ ചെയ്തിട്ട് ആൻസർ വിളിച്ചു പറയുക. ക്ലിയർ അല്ലേ? ലൈക്കൊക്കെ ഞെക്കി പൊട്ടിക്കുക. ക്ലിയർ? ഞാൻ വെറുതെ പറഞ്ഞതേ ഉള്ളൂ. പറ്റുമെങ്കിൽ ചെയ്യുക. ഓക്കെ, റെഡി? സോ നോക്ക്, the bond order and magnetic property of acetylide ion C2 are same as that of NO+, O2+, O2- N2+. അതായത് അസറ്റൈഡ് അയോൺ അല്ലെങ്കിൽ C2- താഴെ തന്നിട്ടുള്ള ഏതാളുടെയുമാണ് മാഗ്നറ്റിക് പ്രോപ്പർട്ടിയും ബോണ്ട് ഓർഡറും സെയിം എന്നാണ് ചോദ്യം. എടാ, C2- എത്ര ഇലക്ട്രോൺസ് ഉണ്ടടാ? നിങ്ങൾക്കറിയാം കാർബണിൻ്റെ അറ്റോമിക് നമ്പർ 6 ആണ്. സോ കാർബണിനകത്ത് 6 ഇലക്ട്രോൺ ഉണ്ടാവും. ഇവിടെ C2 2 കാർബൺ ഉണ്ട് അല്ലേ? കാർബൺ, ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം, ബെർലിയം, ബോറോൺ, കാർബണിൻ്റെ അറ്റോമിക് നമ്പർ 6 ആണ്. 6 ഇലക്ട്രോൺസ് ഉണ്ടാവും.
ഇവിടെ 2 കാർബൺ ഉണ്ട്, 6 + 6 12 ഇലക്ട്രോൺ ഉണ്ടാവും. പക്ഷേ C2 ആണോ അസറ്റൈൽഡ് അയോൺ? അല്ല, C2 2- ആ. എപ്പോഴാണ് C2 2- ആവുക? C2 എന്നുള്ള ചങ്ങായി 1 ഇലക്ട്രോൺ വാങ്ങിയാൽ C2-, C2 എന്നുള്ള ചങ്ങായി 2 ഇലക്ട്രോൺ വാങ്ങിയാൽ C2 2-. സോ +2 ഇലക്ട്രോൺ ഉണ്ടാവും. C2 എന്നുള്ള ചങ്ങായി 2 ഇലക്ട്രോൺ വാങ്ങിയാലാണ് C2 2- ആവുക. സോ +2 ടോട്ടൽ 14 ഇലക്ട്രോൺ. സോ C2 2- അസറ്റൈൽഡ് അയോണിന്റെ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എത്രയാ? 14. ഈ 4 ഓപ്ഷനും വെറുതെ ഇതിന്റെ ബോണ്ട് ഓർഡറും ഇതിന്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഒന്നും നോക്കിയിട്ട് സമയം പോക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ 4 ഓപ്ഷനിലും ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കണ്ടുപിടിച്ച് നോക്ക്. ഇവിടെ NO+നകത്ത് എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? നൈട്രജന്റെ അറ്റോമിക് നമ്പർ 7 ആണ്. സോ 7 ഇലക്ട്രോൺസ് ഉണ്ടാവും. ഓക്സിജന്റെ അറ്റോ നമ്പർ 8 ആണ്, 8 ഇലക്ട്രോൺസ് ഉണ്ടാവും. NO+ ആണ്. NO എന്നുള്ള ചങ്ങായി 1 ഇലക്ട്രോൺ വിട്ട് കൊടുത്താലാണ് NO+ ആയിട്ട് മാറുക. സോ 1 ഇലക്ട്രോൺ കുറച്ചു നിങ്ങൾ 7 7 14 ഇലക്ട്രോൺ കിട്ടും. 14 ഇലക്ട്രോൺ. ഇനി ഓപ്ഷൻ ബി നോക്ക്, O2+. ഇവിടെ ഓക്സിജന്റെ അറ്റോമിക് നമ്പർ 3 ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം, ബെർലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ. ഓക്സിജന്റെ അറ്റോമിക് നമ്പർ 8 ആണ്. സോ ഒരു ഓക്സിജൻ ആറ്റത്തിനകത്ത് 8 ഇലക്ട്രോൺ ഉണ്ടാവും. O2 എന്ന് പറഞ്ഞാൽ 2 ഓക്സിജൻ ഉണ്ട്. സോ 8 × 8 16 ഇലക്ട്രോൺസ് ഉണ്ടാവും. പക്ഷേ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, O2 എന്നാണോ പറഞ്ഞത്? അല്ല, O2+ എന്നാ പറഞ്ഞത്. O2 എപ്പോഴാണ് O2+ ആവുക? 1 ഇലക്ട്രോൺ വിട്ടുകൊടുത്താൽ. സോ -1 which is equal to 15 ഇലക്ട്രോൺസ്. ക്ലിയർ അല്ലേ? ഇനി O2- എത്ര ഇലക്ട്രോൺസ് ഉണ്ടാ? ഓൾറെഡി പറഞ്ഞു, ഓക്സിജന്റെ അറ്റോമിക് നമ്പർ 8 ആണ്. സോ ഒരു ഓക്സിജൻ ആറ്റത്തിനകത്ത് 8 ഇലക്ട്രോൺ ഉണ്ടാവും. O2 എന്ന് പറഞ്ഞാൽ 2 ഓക്സിജൻ ഉണ്ട്. 8 × 8 16 ഇലക്ട്രോൺ. പക്ഷേ ഓപ്ഷൻ സി എന്നത് O2 അല്ല, O2- ആണ്. O2 എപ്പോഴാണ് O2- ആവുക? O2 ഒരു ഇലക്ട്രോൺ വാങ്ങിയാലാണ് O2- ആവുക. സോ +1 ഇലക്ട്രോൺ which is equal to 17 ആണ്. ഈ നോക്കടാ, N2+, നൈട്രജന്റെ അറ്റോമിക് നമ്പർ 7 ആണ്. സോ ഒരു നൈട്രജൻ ആറ്റത്തിനകത്ത് 7 ഇലക്ട്രോൺ ഉണ്ടാവും. N2+ൽ 2 നൈട്രജൻ ഉണ്ട്. സോ 7 + 7 14 ഇലക്ട്രോണുകൾ ഉണ്ടാവും. N2 എപ്പോഴാണ് N2+ ആയിട്ട് മാറുക? N2 എന്നുള്ള ചങ്ങായി 1 ഇലക്ട്രോൺ വിട്ടുകൊടുത്താലാണ് N2+ ആവുക. സോ 1 ഇലക്ട്രോൺ കുറക്കണം, 13. ക്ലിയർ അല്ലേ? സോ C2 അസറ്റൈൽഡ് അയോണിലും അതേപോലെ NO+ലും സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ്. സോ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ സെയിം ആയിരിക്കും. സോ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റിലും നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ആന്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റിലും സെയിം ആയിരിക്കും. ബോണ്ട് ഓർഡർ സെയിം ആയിരിക്കും. മാഗ്നറ്റിക് പ്രോപ്പർട്ടി സെയിം ആയിരിക്കും. സോ ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ അല്ലേ? റെഡി. സോ നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് കടക്കാം. സോ അടുത്ത ക്വസ്റ്റ്യൻ എല്ലാവരും ചെയ്തോ. ഇതും കെമിക്കൽ ബോണ്ടിങ്ങുമായി ബന്ധപ്പെട്ട മറ്റൊരു ചോദ്യമാണ്. ഞാൻ വീണ്ടും പറയാം. ഒന്നുകിൽ നിങ്ങളോട് സ്ട്രക്ചറുമായി ബന്ധപ്പെട്ട ചോദ്യം, അല്ലെങ്കിൽ ഹൈബ്രിഡൈസേഷനുമായി ബന്ധപ്പെട്ട ചോദ്യം, അല്ലെങ്കിൽ മാഗ്നറ്റിക് പ്രോപ്പർട്ടിയുമായി പോളാർ ആണോ നോൺ പോളാർ ആണോ, അല്ലെങ്കിൽ ബോണ്ട് ഓർഡറുമായി ബന്ധപ്പെട്ട ചോദ്യം. ഇത്തരം ചോദ്യങ്ങൾ സ്ഥിരമായിട്ട് റിപ്പീറ്റ് ചെയ്ത് കാണുന്ന ചോദ്യമാണ്. ഈ ഭാഗങ്ങളിലൂടെ നിങ്ങൾ നിർബന്ധമായിട്ടും പോയിരിക്കണം. അത്തരത്തിലുള്ള ഒരു ചോദ്യമാണ് ഇത്. നോക്കി നിങ്ങൾ, bonding in which of the following diatomic molecules becomes stronger on the basis of molecular orbital theory by removing of an electron? അതായത് 1 ഇലക്ട്രോൺ വിട്ടുകൊടുത്താൽ ഇതിൽ ഓപ്ഷനിലുള്ള ആരൊക്കെയാണ് സ്ട്രോങ് ആയിട്ട് മാറുക? ചോദ്യം ഒരിക്കൽ കൂടെ വ്യക്തമാക്കാം. മോളിക്കുലാർ ഓർബിറ്റൽ തിയറി പ്രകാരം ഈ തന്നിട്ടുള്ള ഏത് എലമെന്റ് ആണ്, ഏത് സ്പീഷ്യസ് ആണ്? NO ആണോ, N2 ആണോ, O2 ആണോ, C2 ആണോ, B2 ആണോ? 1 ഇലക്ട്രോൺ വിട്ടുകൊടുത്താൽ മോർ സ്ട്രോങ്ങർ ആവുക എന്നാണ് ചോദ്യം. സോ നിങ്ങൾ മോളിക്കുലാർ ഓർബിറ്റൽ തിയറി പ്രകാരം ബോണ്ട് ഓർഡർ കാണുന്നത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? ബോണ്ട് ഓർഡർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ബോണ്ട് സ്ട്രെങ്ത് ആണ്. ബോണ്ട് ഓർഡർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ബോണ്ട് സ്ട്രെങ്ത് ആണ്. അതായത് ബോണ്ട് ഓർഡർ കൂടിയാൽ ബോണ്ട് സ്ട്രെങ്ത് കൂടും, ബോണ്ട് ഓർഡർ കുറഞ്ഞാൽ ബോണ്ട് സ്ട്രെങ്ത് കുറയും. ക്ലിയർ അല്ലേ? ബോണ്ട് ഓർഡർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ബോണ്ട് സ്ട്രെങ്ത്, ബോണ്ട് ഓർഡർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ബോണ്ട് എനർജി, ബോണ്ട് ഓർഡർ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ബോണ്ട് ലെങ്ത്. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. ക്ലിയർ അല്ലേ? സോ മോളിക്കുലാർ ഓർബിറ്റൽ തിയറി നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ബോണ്ട് ഓർഡർ കണ്ടുപിടിക്കുന്ന നിങ്ങൾക്കറിയാം. ബോണ്ട് ഓർഡർ കാണാനുള്ള ഒരു എളുപ്പ വഴി ഞാൻ ഇപ്പോൾ പറഞ്ഞു തരും. ഓക്കെ? സോ ആർക്കാണോ ബോണ്ട് ഓർഡർ കൂടുതൽ അയാൾക്ക് ബോണ്ട് സ്ട്രെങ്ത് കൂടുതൽ, ആർക്കാണോ ബോണ്ട് ഓർഡർ കുറവ് അയാൾക്ക് ബോണ്ട് സ്ട്രെങ്ത് കുറവ്. ഇനി ബോണ്ട് ഓർഡർ കണ്ടുപിടിക്കാനുള്ള ഒരു എളുപ്പ വഴി നിങ്ങൾ നോക്കിക്കോ. ബോണ്ട് ഓർഡർ കണ്ടുപിടിക്കാനുള്ള എളുപ്പ വഴി നിങ്ങൾ നോക്കിക്കോ. ബോണ്ട് ഓർഡർ കണ്ടുപിടിക്കാനുള്ള എളുപ്പ വഴിയാണ് നമ്മൾ നോക്കുന്നത്. ഒരു സ്പീഷീസിനകത്തുള്ള ടോട്ടൽ ഇലക്ട്രോണുകളുടെ എണ്ണം 14 ആണെങ്കിൽ,
ബോണ്ട് ഓർഡർ കാണുന്ന ഇക്വേഷൻ എന്താണ്? ബോണ്ട് ഓർഡർ ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ മൈനസ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ആൻറ്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ. ക്ലിയർ അല്ലേ? ബോണ്ട് ഓർഡർ ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എൻ ബി മൈനസ് എൻ എ, അല്ലെങ്കിൽ ഹാഫ് ഇൻറ്റു നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ മൈനസ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ആൻറ്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ. സോ ഒരു സ്പീഷീസിനകത്തുള്ള ടോട്ടൽ ഇലക്ട്രോണുകളുടെ എണ്ണം 14 ആണെങ്കിൽ നിങ്ങൾ എൻ ബി 10 ആക്കി എടുക്കുക, എൻ എ 4 ആക്കി എടുക്കുക, ഒന്നും നോക്കണ്ട. ഇനി ഒരു മോളിക്യൂളിനകത്തുള്ള ടോട്ടൽ ഇലക്ട്രോണുകളുടെ എണ്ണം 14നേക്കാൾ കൂടുതലാണെങ്കിൽ, അതായത് ഒരു മോളിക്യൂളിനകത്തുള്ള ടോട്ടൽ ഇലക്ട്രോണുകളുടെ എണ്ണം 15, 16, 17, 14നേക്കാൾ കൂടുതലാണെങ്കിൽ എൻ ബി നിങ്ങൾ 10 ആക്കി എടുക്കുക. ഒരു മോളിക്യൂളിനകത്തുള്ള ടോട്ടൽ ഇലക്ട്രോണുകളുടെ എണ്ണം 14നേക്കാൾ കുറവാണ്, ദാറ്റ് മീൻസ് 13, 12 ഒക്കെ ആണെങ്കിൽ നിങ്ങൾ എൻ എ 4 ആക്കി എടുക്കുക. ഇത്ര മാത്രമേ നിങ്ങൾ ഓർമ്മിക്കേണ്ട ആവശ്യമുള്ളൂ. ഈ പ്രോബ്ലം കഴിഞ്ഞാൽ ഇനി നമ്മൾ JEE മെയിൻ ചോദിക്കാൻ സാധ്യതയുള്ള ന്യൂമറിക്കൽ ടൈപ്പ് ക്വസ്റ്റ്യൻസിലേക്കാണ് കടക്കുന്നത്. ഈ പ്രോബ്ലം കഴിഞ്ഞാലുള്ള ബാക്കി ക്വസ്റ്റ്യൻസ് ന്യൂമറിക്കൽ പ്രോബ്ലം ആണ്. ന്യൂമറിക്കൽ പ്രോബ്ലം JEEക്ക് എങ്ങനെയൊക്കെയാണ് ചോദിക്കുക അതൊക്കെ നമ്മളിപ്പോൾ പഠിക്കും. ക്ലിയർ അല്ലേ? സോ നോക്കണം. ബോണ്ട് ഓർഡർ ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു നമ്പർ of electrons in bonding molecular orbital minus number of electrons in anti bonding molecular orbital. Total number of electrons 14 ആണെങ്കിൽ number of electrons in bonding molecular orbital 10 ആയിരിക്കും, number of electrons in anti bonding molecular orbital 4 ആയിരിക്കും. ടോട്ടൽ ഇലക്ട്രോണുകളുടെ എണ്ണം 14നേക്കാൾ കൂടുതലാണെങ്കിൽ എൻ ബി 10 ആക്കി എടുക്കുക. ടോട്ടൽ ഇലക്ട്രോണുകളുടെ എണ്ണം 14നേക്കാൾ കുറവാണെങ്കിൽ എൻ എ 4 ആക്കി എടുക്കുക. ക്ലിയർ അല്ലേ? സോ നമുക്ക് NOന്റെ കേസിൽ നോക്കാം. NOന്റെ കേസിൽ നോക്ക് നിങ്ങൾ. NOന്റെ കേസിൽ നോക്കടാ. NOന്റെ കേസിൽ നോക്ക് നിങ്ങൾ. NOന്റെ കേസിൽ ഫസ്റ്റ് ആളാണ് NO. NOന്റെ ബോണ്ട് ഓർഡർ എത്രയാ? ഇവിടെ NOയിലുള്ള ടോട്ടൽ ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാ? നൈട്രജന്റെ അറ്റോമിക് നമ്പർ 7 ആണ്, 7 ഇലക്ട്രോൺ. ഓക്സിജന്റെ അറ്റോമിക് നമ്പർ 8 ആണ്, 8 ഇലക്ട്രോൺ. ടോട്ടൽ 15 ഇലക്ട്രോൺ. എടാ 15 എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഇലക്ട്രോൺ 15 എന്ന് പറഞ്ഞാൽ 14നേക്കാൾ കൂടുതലല്ലേ? ടോട്ടൽ ഇലക്ട്രോൺ 14നേക്കാൾ കൂടുതലാണെങ്കിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എൻ ബി 10 ആക്കി എടുക്കണം. ടോട്ടൽ ഇലക്ട്രോണുകളുടെ എണ്ണം 14നേക്കാൾ കൂടുതലാണെങ്കിൽ എൻ ബി 10 ആക്കി എടുക്കണം. സോ എൻ എ എത്രയായിരിക്കും? ടോട്ടൽ ഇലക്ട്രോൺ 15, അതിൽ എൻ ബി 10 ആണെങ്കിൽ ബാക്കി 5 ആയിരിക്കും എൻ എ. സോ ബോണ്ട് ഓർഡർ ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എൻ ബി 10 മൈനസ് എൻ എ 5 വിച്ച് ഈസ് ഈക്വൽ ടു 5/2, 2.5. സോ NOന്റെ ബോണ്ട് ഓർഡർ 2.5 ആണ്. NOയുടെ ബോണ്ട് ഓർഡർ 2.5 ആണ്. ഇനി NOയിൽ നിന്ന് ഒരു ഇലക്ട്രോൺ വിട്ടുകൊടുത്താലോ? NOയിൽ നിന്ന് ഒരു ഇലക്ട്രോൺ വിട്ടുകൊടുത്താൽ NO പ്ലസ് ആയിട്ട് മാറും അല്ലേ? NOയിൽ നിന്ന് ഒരു ഇലക്ട്രോൺ വിട്ടുകൊടുത്താൽ NO പ്ലസ് ആയിട്ട് മാറും. എടാ ഒരു ഇലക്ട്രോൺ വിട്ടുകൊടുക്കുന്ന സമയത്ത് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഒന്ന് കുറയൂലേ? NO ഒരു ഇലക്ട്രോൺ വിട്ടുകൊടുത്താലാണ് NO പ്ലസ് ആയിട്ട് മാറുക. സോ NOയിൽ നിന്ന് 15 ഇലക്ട്രോണിൽ നിന്ന് ഒരു ഇലക്ട്രോൺ പോയാൽ 14 ഇലക്ട്രോൺസ് ആണ് ഉണ്ടാവുക. ക്ലിയർ അല്ലേ? സോ NO പ്ലസിനകത്ത് 14 ഇലക്ട്രോൺസ് ഉള്ളത്. ഞാൻ എന്ത് പഠിപ്പിച്ചിട്ടുണ്ട്? ടോട്ടൽ ഇലക്ട്രോണുകളുടെ എണ്ണം 14 ആണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എൻ ബി 10 ആക്കി എടുക്കാം, എൻ എ 4 ആക്കി എടുക്കാം. മറ്റൊന്നും നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. സോ ബോണ്ട് ഓർഡർ എത്ര വരിക? ബോണ്ട് ഓർഡർ ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എൻ ബി 10 മൈനസ് എൻ എ 4, 6/2, 3 ആണ്. ക്ലിയർ അല്ലേ? സോ NO എന്ന ചങ്ങായി ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുത്താൽ NO പ്ലസ് ആയിട്ട് മാറും. അങ്ങനെ ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്ന സമയത്ത് ബോണ്ട് ഓർഡർ കൂടുന്നുണ്ട്. ബോണ്ട് ഓർഡർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ബോണ്ട് സ്ട്രെങ്ത് ആണ്. സോ ബോണ്ട് സ്ട്രെങ്ത് കൂടും, സ്ട്രെങ്ത് കൂടും. എന്താടാ ചോദ്യം? താഴെ തന്നിട്ടുള്ളതിൽ ഏത് ഓപ്ഷനുള്ള സ്പീഷീസ് ആണ് ഒരു ഇലക്ട്രോൺ വിട്ടുകൊടുത്താൽ സ്ട്രെങ്ത് കൂടുന്നതെന്ന്? അതിൽ NO വരും. കാരണം NOന്റെ ബോണ്ട് ഓർഡർ 2.5 ആണ്. NO ഒരു ഇലക്ട്രോൺ വിട്ടുകൊടുത്താൽ NO പ്ലസിന്റെ ബോണ്ട് ഓർഡർ 3 ആണ്. സോ NO പ്ലസിന്റെ ബോണ്ട് ഓർഡർ കൂടുന്നുണ്ട്, ബോണ്ട് സ്ട്രെങ്ത് കൂടും. സോ ഒരു ഇലക്ട്രോൺ വിട്ടുകൊടുത്താൽ സ്ട്രെങ്ത് കൂടും. സോ A വരും. A വരുന്ന ഏതൊക്കെ ഓപ്ഷനുള്ളേ? A വരുന്ന ഓപ്ഷൻ A ഉണ്ട്, ഓപ്ഷൻ C ഉണ്ട്. സോ ഓപ്ഷൻ സിയിലും ഓപ്ഷൻ എയിലും A വരുന്നുണ്ട്, ഓപ്ഷൻ D വരൂല, ഓപ്ഷൻ B വരൂല. സോ അടുത്ത നമുക്ക് C നോക്കാം. C നോക്കാം. കാരണം എയിലും സിയിലും കോമൺ ആയിട്ട് C ഉണ്ട്. സോ C ഉണ്ടോ ഇല്ലയോ നമുക്ക് നോക്കാം. സോ C ആരാ? C2 ആണ്. C നോക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ? ഓപ്ഷൻ എയിലും ഓപ്ഷൻ സിയിലും C ഉണ്ട്. ക്ലിയർ അല്ലേ? ഓപ്ഷൻ എയിലുള്ള 2 ഓപ്ഷൻ ഉള്ളത് എയും സിയും. അതിൽ ഏതാണ് ശരിയെന്ന് നോക്കിയാൽ മതി. രണ്ടിലും C ഉണ്ട്. സോ C നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ എന്ത് നോക്കിയാൽ മതി? B നോക്കിയാൽ മതി. B ഉണ്ടെങ്കിൽ ഓപ്ഷൻ A ആൻസർ, B ഇല്ലെങ്കിൽ ഓപ്ഷൻ C ആൻസർ. സോ ആരാ B എന്ന് പറഞ്ഞാൽ N2 ആണ്.
ആരാടാ ബി? ബി എന്ന് പറഞ്ഞാൽ N2 ആണ്. ബി എന്ന് പറഞ്ഞാൽ ആരാ? N2 ആണ്. സോ നോക്കടാ നിങ്ങൾ, N2 ആണ്. സോ N2 നോക്കാം, നമുക്ക് N2 നോക്കാം. ക്ലിയർ അല്ലേ? N2 നോക്കാം, നമുക്ക് N2 നോക്കാം. സോ N2 ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എത്രയാടാ? N2 ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എത്രയാ? N2 ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് 14 ആണ് അല്ലേ? N2 ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് 14 ആണ്. സോ ബോണ്ട് ഓർഡർ NB നിങ്ങൾക്ക് 10 ആക്കി എടുക്കാം, N നിങ്ങൾക്ക് 4 ആക്കി എടുക്കാം. സോ നിങ്ങൾക്ക് ബോണ്ട് ഓർഡർ ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു 10 മൈനസ് 4, അതായത് നിങ്ങൾക്ക് 3 കിട്ടും. സോ 3 അല്ലേ മാക്സിമം? 3 ആണ് മാക്സിമം അല്ലേ? 3 മാക്സിമം വരുന്നത്, അതിനേക്കാൾ കുറയൂല. സോ ബോണ്ട് ഓർഡർ കുറയൂല, സോ ബോണ്ട് സ്ട്രെങ്ത് കുറയൂല. സോ ബി വരൂല. ഏത് മനസ്സിലാക്കി നിങ്ങൾക്ക്? ഏത് മനസ്സിലാക്കുക? ബി എന്ന് പറഞ്ഞാൽ N2 ആണ്. N2നകത്തുള്ള ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ 14 ആണ്. N2ൻ്റെ ബോണ്ട് ഓർഡർ 3 ആണ്. മാക്സിമം ബോണ്ട് ഓർഡർ 3 ആണ്. സോ അതിനേക്കാൾ ബോണ്ട് ഓർഡർ കൂടൂല. സോ N2 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്താൽ ബോണ്ട് ഓർഡർ കുറയുകയുള്ളൂ, ബോണ്ട് സ്ട്രെങ്ത് കുറയുകയുള്ളൂ. സോ ബി വരൂല. സോ ബിയും എയും, ബി വരൂല, എ വരും. ഏത് ഓപ്ഷൻ? സി ആണ്. ഓപ്ഷൻ സി ഇസ് റൈറ്റ് ആൻസർ. സോ ഇങ്ങനെ ചെയ്താൽ മതി, വേറൊന്നുമില്ല. ബോണ്ട് ഓർഡർ കൂടിയാൽ ബോണ്ട് സ്ട്രെങ്ത് കൂടും, ബോണ്ട് ഓർഡർ കുറഞ്ഞാൽ ബോണ്ട് സ്ട്രെങ്ത് കുറയും. ബോണ്ട് ഓർഡർ കാണുന്ന ഇക്വേഷൻ ഹാഫ് ഇൻറ്റു NB മൈനസ് NA. NB ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് 14 ആണെങ്കിൽ 10 ആയിരിക്കും, NA 4 ആയിരിക്കും. ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് 14നേക്കാൾ കൂടുതലാണെങ്കിൽ NB 10 ആക്കി എടുക്കുക, ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് 14നേക്കാൾ കുറവാണെങ്കിൽ NA 4 ആക്കി എടുക്കുക. അത്ര മാത്രമേ നമുക്ക് മുൻപിലുള്ളൂ. സോ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യും, അടുത്ത ന്യൂമറിക്കൽ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻസ് ന്യൂമറിക്കൽ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ന്യൂമറിക്കൽ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എത്ര ആളുകൾ ആൻസർ ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. ന്യൂമറിക്കൽ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എത്ര ആളുകൾ ആൻസർ ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. സോ JEEന്റെ ന്യൂമറിക്കൽ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ പല ആളുകൾക്കും ന്യൂമറിക്കൽ ടൈപ്പ് ക്വസ്റ്റ്യനോട് എന്തോ ഒരു വിരോധം, കിട്ടൂല എന്നുള്ളൊരു തോന്നല്. പക്ഷേ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്ത് പോകാൻ പറ്റും. ക്ലിയർ അല്ലേ? സോ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്ത് നോക്ക്. സം ബേസിക് കോൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രി എന്ന ചാപ്റ്ററുമായി ബന്ധപ്പെട്ട ചോദ്യം ഇതിൻ്റെ മുൻപിൽ ഉണ്ടാകും. ക്ലിയർ അല്ലേ? സോ അതായത് ഈ ക്വസ്റ്റ്യൻ എല്ലാവരും ചെയ്ത് നോക്ക്. ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ഫ്രം ദി ചാപ്റ്റർ സം ബേസിക് കോൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രി. സോ ഓക്കെ, an organic compound gives 0.22 gram of carbon dioxide and 0.126 gram of water on complete combustion. If the percentage of carbon is 24, then percentage of hydrogen is dash into 10 raised to minus 1. അങ്ങനെയാണെങ്കിൽ എന്താണ് ഡാഷ്? എന്താ ചോദ്യം? ഒരു ഓർഗാനിക് കോമ്പൗണ്ട്, അത് നിങ്ങൾ ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഒരു ഓർഗാനിക് കോമ്പൗണ്ടിന് കംപ്ലീറ്റ് ആയിട്ട് കമ്പഷൻ നടത്തിയാൽ നിങ്ങൾക്ക് 0.22 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡും 0.126 ഗ്രാം വാട്ടറും കിട്ടും. കാർബണിന്റെ പെർസെൻറ്റേജ്, മാസ് പെർസെൻറ്റേജ് 24 ആണെങ്കിൽ ഹൈഡ്രജന്റെ പെർസെൻറ്റേജ് എത്ര എന്നാണ് ചോദ്യം. സോ എല്ലാവരും നോക്കടാ, മാസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്, എത്ര ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡാണ് കിട്ടുന്നത്? ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരു ഓർഗാനിക് കോമ്പൗണ്ടിന് കംപ്ലീറ്റ് ആയിട്ട് കമ്പഷൻ നടത്തിയാൽ കിട്ടുന്ന കാർബൺ ഡൈ ഓക്സൈഡിന്റെ മാസ് 0.22 ഗ്രാം ആണ്. എടാ, മാസ് കിട്ടിയാൽ നമ്പർ ഓഫ് മോൾസ് കാണുന്ന അറിയാലോ. നമുക്കറിയാം നമ്പർ ഓഫ് മോൾസ് എന്ന് പറഞ്ഞാൽ എന്തറിയാം? നമ്പർ ഓഫ് മോൾസ് എന്ന് പറഞ്ഞാൽ ഗിവൺ മാസ് ഡിവൈഡ് ബൈ മോളിക്കുലാർ മാസ് ആണ്. ഗിവൺ മാസിനെ മോളിക്കുലാർ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമ്പർ ഓഫ് മോൾസ് കിട്ടും. സോ നമ്പർ ഓഫ് മോൾസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് കാണാൻ ഗിവൺ മാസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡിനെ മോളിക്കുലാർ മാസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് കൊണ്ട് ഹരിച്ചാൽ മതി. ഗിവൺ മാസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ചക്കവണ്ണത്തിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുണ്ട് 0.22 ആണ്. എടാ കാർബൺ ഡൈ ഓക്സൈഡിന്റെ മോളിക്കുലാർ മാസ് എല്ലാം ചെറിയ കുഞ്ഞുങ്ങൾ വരെ പറയും. സോ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ല. കാർബൺ ഡൈ ഓക്സൈഡിന്റെ മോളിക്കുലാർ മാസ് 44 ആണ്. ഡിവൈഡ് ചെയ്താൽ 0.005 കിട്ടും. 0.005 കിട്ടും. ക്ലിയർ അല്ലേ? എടാ, നമ്പർ ഓഫ് മോൾസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് 0.005 ആണെങ്കിൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് കാർബൺ എത്രയായിരിക്കൂടാ? നമ്പർ ഓഫ് മോൾസ് ഓഫ് കാർബൺ എത്രയായിരിക്കും? എടാ, ഒരു കാർബൺ ഡൈ ഓക്സൈഡിൽ ഒരു കാർബൺ ഉണ്ട്. അതായത് 1 മോൾ കാർബൺ ഡൈ ഓക്സൈഡിൽ 1 മോൾ കാർബൺ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ 0.005 മോൾ കാർബൺ ഡൈ ഓക്സൈഡിലും 0.005 മോൾ കാർബൺ ഉണ്ടാവും. ക്ലിയർ അല്ലേ? 1 മോൾ കാർബൺ ഡൈ ഓക്സൈഡിൽ 1 മോൾ കാർബൺ ഉണ്ടാവും, കാരണം CO2 ആ 1. സോ 0.005 മോൾ കാർബൺ ഡൈ ഓക്സൈഡിൽ 0.005 മോൾ കാർബൺ ഉണ്ടാവും.
എടാ നമ്പർ ഓഫ് മോൾസ് ഓഫ് കാർബൺ കിട്ടിയാൽ എങ്ങനെയാടാ മാസ് ഓഫ് കാർബൺ കാണുക? എടാ നോക്കടാ, ഒരു മോൾ കാർബണിൻ്റെ മാസ് അതിൻ്റെ ഗ്രാം അറ്റോമിക് മാസായ 12 ഗ്രാം അല്ലേ? നിങ്ങൾ പഠിച്ചിട്ടില്ലേ ഏതൊരു ആറ്റത്തിനെയും ഗ്രാം അറ്റോമിക് മാസ് എടുത്താൽ ഒരു മോൾ ആറ്റം ഉണ്ടാവും. സോ ഒരു മോൾ ആറ്റത്തിൻ്റെ മാസ് അതിൻ്റെ ഗ്രാം അറ്റോമിക് മാസാണ്. അതായത് ഒരു മോൾ കാർബണിൻ്റെ മാസ് അതിൻ്റെ ഗ്രാം അറ്റോമിക് മാസ് ആയിട്ടുള്ള 12 ഗ്രാം ആണ്. അങ്ങനെയാണെങ്കിൽ 0.005 മോൾ കാർബണിൻ്റെ മാസ് എത്രയായിരിക്കും? ഒരു മോൾ കാർബണിൻ്റെ മാസ് ഗ്രാം അറ്റോമിക് മാസ് ആയിട്ടുള്ള 12 ഗ്രാം ആണെങ്കിൽ 0.005 മോൾ കാർബണിൻ്റെ മാസ് 0.005 ഇൻറ്റു 12, അതായത് 0.06 എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? സോ മാസ് ഓഫ് കാർബൺ നമുക്ക് കിട്ടി. എടാ ക്വസ്റ്റ്യൻ പേപ്പറിൽ പെർസെൻറ്റേജ് ഓഫ് കാർബൺ 20 തന്നിട്ടുണ്ട് അല്ലേ? 24. പെർസെൻറ്റേജ് ഓഫ് കാർബൺ 24 തന്നിട്ടുണ്ട്. അതായത് മാസ് പെർസെൻറ്റേജ് ഓഫ് കാർബൺ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. എടാ എങ്ങനെയാടാ മാസ് പെർസെൻറ്റേജ് കാണുക? എങ്ങനെയാടാ മാസ് പെർസെൻറ്റേജ് കാണുക? ഒരു എലമെൻറ്റിൻ്റെ മാസ് പെർസെൻറ്റേജ് എങ്ങനെ കാണുക? നമ്മൾ ആദ്യം ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ മാസ് പെർസെൻറ്റേജുമായിട്ടുള്ള ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ട്, ഒരു എലമെൻറ്റിൻ്റെ മാസ് പെർസെൻറ്റേജ് കാണാൻ ആ എലമെൻറ്റിൻ്റെ മാസിനെ കോമ്പൗണ്ടിൻ്റെ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ? സോ കാർബണിൻ്റെ മാസ് പെർസെൻറ്റേജ് കാണാൻ കാർബണിൻ്റെ മാസിനെ കോമ്പൗണ്ടിൻ്റെ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ മാസ് പെർസെൻറ്റേജ് ഓഫ് carbon is equal to mass of carbon divided by mass of compound into 100. എടാ മാസ് പെർസെൻറ്റേജ് ഓഫ് കാർബൺ എത്ര തന്നിക്ക്? 24 തന്നിക്ക്, വിച്ച് ഈസ് ഈക്വൽ ടു മാസ് ഓഫ് കാർബൺ എത്ര കിട്ടിക്ക്? നമുക്ക് കിട്ടി 0.06 കിട്ടി, ഡിവൈഡ് ബൈ മാസ് ഓഫ് കോമ്പൗണ്ട് ഇൻറ്റു 100. അങ്ങനെയാണെങ്കിൽ മാസ് ഓഫ് കോമ്പൗണ്ട് നിങ്ങൾക്ക് എത്ര കിട്ടും? 20 മാസ് ഓഫ് കോമ്പൗണ്ട് ഇതിപ്പുറം വരുക, 24 താഴെ പോവാ അല്ലേ? സോ 6/24 വരും, 1/4 0.25 വരും. സോ മാസ് ഓഫ് കാർബൺ നിങ്ങൾക്ക് മാസ് ഓഫ് കോമ്പൗണ്ട് നിങ്ങൾക്ക് 0.25 കിട്ടി. മാസ് ഓഫ് കോമ്പൗണ്ട് 0.25 കിട്ടി. സോ അതായത് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ മാസ് ഉപയോഗിച്ച് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ മോള് കണ്ടുപിടിച്ച് കാർബണിൻ്റെ മോള് കണ്ടുപിടിച്ച് കാർബണിൻ്റെ മാസ് കണ്ടുപിടിച്ച് മാസ് പെർസെൻറ്റേജ് ഓഫ് കാർബണിൻ്റെ ഇക്വേഷൻ ഉപയോഗിച്ച് നിങ്ങൾ മാസ് ഓഫ് കോമ്പൗണ്ട് കണ്ടുപിടിച്ച്. സോ ഈ കോമ്പൗണ്ടിൻ്റെ മാസ് നിങ്ങൾക്ക് എത്ര കിട്ടി? 0.25 കിട്ടി. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? മാസ് പെർസെൻറ്റേജ് ഓഫ് ഹൈഡ്രജൻ. എടാ എങ്ങനെയാടാ മാസ് പെർസെൻറ്റേജ് ഓഫ് ഹൈഡ്രജൻ കാണുക? മാസ് പെർസെൻറ്റേജ് ഓഫ് ഹൈഡ്രജൻ ഈസ് ഈക്വൽ ടു മാസ് ഓഫ് ഹൈഡ്രജൻ ഡിവൈഡ് ബൈ മാസ് ഓഫ് കോമ്പൗണ്ട് ഇൻറ്റു 100 ആണ്. ക്ലിയർ അല്ലേ? സോ മാസ് ഓഫ് കോമ്പൗണ്ട് 0.25 കിട്ടി. ഇനി മാസ് ഓഫ് ഹൈഡ്രജൻ കണ്ടുപിടിക്കുക. എടാ മാസ് ഓഫ് ഹൈഡ്രജൻ കണ്ടുപിടിക്കാനാണ് നിങ്ങൾക്ക് വാട്ടറിൻ്റെ മാസ് 0.126 ആണെന്നത്. സോ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കടാ, മാസ് ഓഫ് വാട്ടർ 0.126 തന്നിട്ടുണ്ട്. മാസ് ഓഫ് വാട്ടർ എന്നാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് വാട്ടർ കാണാം. എങ്ങനെയാണ് നമ്പർ ഓഫ് മോൾസ് കാണുക? ഗിവൺ മാസിനെ മോളിക്കുലാർ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സോ ഗിവൺ മാസ് ഓഫ് വാട്ടർ 0.126 ആണ്. വാട്ടറിൻ്റെ മോളിക്കുലാർ മാസ് 18 ഗ്രാം ആണ്. ഡിവൈഡ് ചെയ്താൽ 0.007 കിട്ടും. ക്ലിയർ അല്ലേ? സോ മാസ് ഓഫ് വാട്ടർ നമ്പർ ഓഫ് മോൾസ് ഓഫ് വാട്ടർ 0.007 കിട്ടിയാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഹൈഡ്രജൻ എത്രയായിരിക്കടാ? നോക്കടാ, H2O നോക്കടാ. ഒരു H2O-നകത്ത് 2 ഹൈഡ്രജൻ ഉണ്ട്. സോ ഒരു മോൾ H2O-നകത്ത് 2 മോൾ ഹൈഡ്രജൻ ഉണ്ടാവും. സോ 0.007 മോൾ H2O-നകത്ത് അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 0.014 മോൾ ഹൈഡ്രജൻ ഉണ്ടാവും. സോ ഹൈഡ്രജൻ്റെ നമ്പർ ഓഫ് മോൾസ് എത്രയാ? 0.014. അങ്ങനെയാണെങ്കിൽ ഹൈഡ്രജൻ്റെ മാസ് എത്രയായിരിക്കൂടാ? എടാ ഒരു മോൾ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഗ്രാം അറ്റോമിക് മാസായ 1 ഗ്രാം അല്ലേ? സോ 0.014 മോളിൻ്റെ മാസ് 0.014 ഇൻറ്റു 1 0.014 ഗ്രാം തന്നെയായിരിക്കും. ക്ലിയർ അല്ലേ? സോ മാസ് ഓഫ് ഹൈഡ്രജൻ നിങ്ങൾക്ക് 0.014 കിട്ടി. മാസ് ഓഫ് കോമ്പൗണ്ട് ഓൾറെഡി നമുക്ക് കിട്ടി 0.25 ഇൻറ്റു 100. ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് 1.4 ഡിവൈഡ് ബൈ 0.25 വിച്ച് ഈസ് ഇക്വൽ ടു 5.6 കിട്ടും. വിച്ച് ഈസ് ഇക്വൽ ടു 56 ഇൻറ്റു 10⁻⁻1 ആണ്. സോ ഡാഷ് ഇൻറ്റു 10⁻⁻1 ആണെങ്കിൽ ഡാഷ് 56 വരും. സോ 56 ഇസ് ദ റൈറ്റ് ആൻസർ. ഏതാ റൈറ്റ് ആൻസർ വരിക? 56 ഈസ് ദ റൈറ്റ് ആൻസർ. 56 ഈസ് ദ റൈറ്റ് ആൻസർ.
ക്ലിയർ അല്ലേ? സോ ഇത്രയാണ് നിങ്ങൾ ഈ ചോദ്യം ചെയ്യേണ്ടത്. ന്യൂമറിക്കൽ പ്രോബ്ലം ആണ്, കുറച്ച് ലെങ്തി പ്രോബ്ലം ആണെങ്കിലും വളരെ സിമ്പിളായിട്ട് നമുക്ക് ആൻസർ കിട്ടും. ക്ലിയർ അല്ലേ? പ്രത്യേകിച്ച് ഒന്നും ഇക്വേഷൻ നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. മോൾ കോൺസെപ്റ്റ് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാമെങ്കിൽ ഈ ഇക്വേഷൻ ഒന്നും ഉപയോഗിക്കാതെ ഡയറക്റ്റ് നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി സാധിക്കും. ക്ലിയർ അല്ലേ? സോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കടാ നിങ്ങൾ. അടുത്ത ക്വസ്റ്റ്യൻ കോൺസെൻട്രേഷൻ ടേം, പ്രത്യേകിച്ച് പാർട്സ് പെർ മില്യനുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. നിങ്ങൾ നോക്കടാ ക്വസ്റ്റ്യൻ നോക്കി. ക്ലോറോഫിൽ ആരാണ്? ക്ലോറോഫിൽ എക്സ്ട്രാക്റ്റഡ് ഫ്രം ദി ക്രഷ്ഡ് ഗ്രീൻ ലീവ്സ് വാസ് ഡിസോൾവ്ഡ് ഇൻ വാട്ടർ ടു മേക്ക് 2 liter solution of magnesium of concentration 48 parts per million. The number of atoms of magnesium in the solution is x into 20 atoms. The value of x is. എന്താ ചോദ്യം? നിങ്ങൾക്ക് മഗ്നീഷ്യത്തിന്റെ പാർട്സ് പെർ മില്യൺ അല്ലെങ്കിൽ മഗ്നീഷ്യം ഡിസോൾവ് ഉള്ള മഗ്നീഷ്യം ഉള്ള ക്ലോറോഫില്ലിൽ മഗ്നീഷ്യം ഉണ്ട്, നിങ്ങൾക്കറിയാലോ. സോ ക്ലോറോഫില്ലിന്റെ സൊല്യൂഷൻ, മഗ്നീഷ്യത്തിന്റെ സൊല്യൂഷന്റെ പാർട്സ് പെർ മില്യൺ 48 നിങ്ങൾക്ക് പാർട്സ് പെർ മില്യൺ മഗ്നീഷ്യത്തിന്റെ സൊല്യൂഷന്റെ പാർട്സ് പെർ മില്യൺ 48. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് ആറ്റംസ് ഓഫ് മഗ്നീഷ്യം ആണ് ചോദിച്ചത്. എന്താണ് പാർട്സ് പെർ മില്യൻ്റെ ഇക്വേഷൻ? പാർട്സ് പെർ മില്യൻ്റെ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ആൻസർ കിട്ടി. പാർട്സ് പെർ മില്യൺ ഈസ് ഈക്വൽ ടു മാസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡ് ബൈ മാസ് ഓഫ് സൊല്യൂഷൻ ഇൻറ്റു 10⁻⁶ ആണ്. parts per million is equal to mass of solute divided by mass of solution into 10⁻⁶ ആണ്. parts per million എത്ര തന്നിക്ക്? parts per million ഇവിടെ 48 തന്നിട്ടുണ്ട്. സോ 48 is equal to mass of solute. ആരാടാ സൊല്യൂട്ട്? മഗ്നീഷ്യാടാ സൊല്യൂട്ട്. മഗ്നീഷ്യത്തിന്റെ മാസ് നമുക്കറിയോ? അറിയില്ല. സോ മാസ് ഓഫ് സൊല്യൂട്ട് എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് മഗ്നീഷ്യം നമുക്ക് കണ്ടുപിടിക്കണം. മാസ് ഓഫ് സൊല്യൂഷൻ തന്നിക്കോ? സൊല്യൂഷൻ്റെ മാസ് തന്നിട്ടില്ല, പകരം വോളിയം 2 ലിറ്റർ ആണെന്ന് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അക്വ സൊല്യൂഷൻ അല്ലേ? അക്വ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ സോൾവെന്റ് വാട്ടർ ആയിരിക്കും. വാട്ടർ ഡെൻസിറ്റി ഓൾമോസ്റ്റ് ഈക്വൽ ടു 1 gram per ml ആണ്. ക്ലിയർ അല്ലേ? സോ ഡെൻസിറ്റി 1 gram per ml. വോളിയം 2 ലിറ്റർ എന്ന് പറഞ്ഞാൽ 2000 milliliter. ക്ലിയർ അല്ലേ? ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം ആണ്. സോ മാസ് ഈസ് ഈക്വൽ ടു ഡെൻസിറ്റി ഇൻറ്റു വോളിയം 1 × 2000 വിച്ച് ഈസ് ഈക്വൽ ടു 2000. സോ മാസ് ഈസ് ഓൾമോസ്റ്റ് ഈക്വൽ ടു 2000 gram ആയിട്ട് നമുക്ക് എടുക്കാം ഇൻറ്റു 10⁻⁶. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ മാസ് ഓഫ് മഗ്നീഷ്യം എത്രയായിരിക്കും? 48 × 2000 മീൻസ് 2 × 10⁻³ ഡിവൈഡഡ് ബൈ 10⁻⁶. 10⁻³ 10⁻⁶ പോയാൽ 10⁻³ വരും. അത് മേലെ പോയാൽ 10⁻⁻3. 48ൻ്റെ ഇരട്ടി 96 × 10⁻³ കിട്ടും. സോ മാസ് ഓഫ് മഗ്നീഷ്യം 96 × 10⁻³ കിട്ടും. ക്ലിയർ അല്ലേ? പാർട്സ് പെർ മില്യൻ്റെ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാമെങ്കിൽ മാസ് ഓഫ് സൊല്യൂട്ട് അല്ലെങ്കിൽ മാസ് ഓഫ് മഗ്നീഷ്യം നിങ്ങൾക്ക് 96 × 10⁻³ കിട്ടും. എടാ മാസ് കിട്ടിയാൽ എങ്ങനെയാണ് നമ്പർ ഓഫ് മോൾസ് കാണുക? ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ നിന്ന് കേട്ട് തയമ്പിച്ചതാണ്. നമ്പർ ഓഫ് മോൾസ് ഈസ് ഈക്വൽ ടു ഗിവൺ മാസ് ഡിവൈഡ് ബൈ ആറ്റത്തിൻ്റെ കേസിൽ അറ്റോമിക് മാസ് ആണ്. ഗിവൺ മാസ് ഡിവൈഡ് ബൈ അറ്റോമിക് മാസ്. സോ നമ്പർ ഓഫ് മോൾസ് ഓഫ് മഗ്നീഷ്യം ഈസ് ഈക്വൽ ടു ഗിവൺ മാസ് ഓഫ് മഗ്നീഷ്യം ഡിവൈഡ് ബൈ അറ്റോമിക് മാസ് അല്ലെങ്കിൽ മോളാർ മാസ് ഓഫ് മഗ്നീഷ്യം. ക്ലിയർ അല്ലേ? ഗിവൺ മാസ് ഓഫ് മഗ്നീഷ്യം എത്ര കിട്ടി? 96 × 10⁻⁻3. ഇനി മഗ്നീഷ്യത്തിന്റെ അറ്റോമിക് മാസ് എത്രയാ? 24 ആണ് തന്നിട്ടുണ്ട്. സോ ഡിവൈഡ് ചെയ്താൽ നിങ്ങൾക്ക് എത്ര കിട്ടും? 4 × 10⁻⁻3 കിട്ടും. സോ നമ്പർ ഓഫ് മോൾസ് ഓഫ് മഗ്നീഷ്യം 4 × 10⁻⁻3 കിട്ടി. നിങ്ങളോട് ചോദിച്ചത് നമ്പർ ഓഫ് മോൾസ് ഓഫ് മഗ്നീഷ്യം ആണോ? അല്ല, നമ്പർ ഓഫ് ആറ്റംസ് ഓഫ് മഗ്നീഷ്യം ആണ്. നമ്പർ ഓഫ് മോൾസ് ഓഫ് മഗ്നീഷ്യം അല്ല ചോദിച്ചത്, നമ്പർ ഓഫ് ആറ്റംസ് ഓഫ് മഗ്നീഷ്യം ആണ് നിങ്ങളോട് ചോദിച്ചത്. നിങ്ങൾക്ക് എന്തറിയാം? ഒരു മോളിനകത്ത് അവഗാഡ്രോ നമ്പർ ഓഫ് ആറ്റംസ് ഉണ്ടാവും. പഠിച്ചിട്ടില്ലേ? ഒരു മോൾ ഏത് സബ്സ്റ്റൻസ് ആയിക്കോട്ടെ, ആറ്റായിക്കോട്ടെ, മോളിക്യൂൾ ആയിക്കോട്ടെ, അയോൺസ് ആയിക്കോട്ടെ, ആരായിക്കോട്ടെ, ഒരു മോളിനകത്ത് അവഗാഡ്രോ നമ്പർ സബ്സ്റ്റൻസ് ഉണ്ടാവും. സോ ഒരു മോളിനകത്ത് അവഗാഡ്രോ നമ്പർ സബ്സ്റ്റൻസ് ഉണ്ടാവുമെങ്കിൽ 4 × 10⁻³ മോളിനകത്ത് എത്ര ആറ്റം ഉണ്ടാവും? ഒരു മോൾ ആറ്റത്തിനകത്ത് അവഗാഡ്രോ നമ്പർ ആറ്റം ഉണ്ടാകുമെങ്കിൽ 4 × 10⁻³ മോളിനകത്ത് 4 × 10⁻³ ഇൻറ്റു അവഗാഡ്രോ നമ്പർ ആറ്റംസ് ഉണ്ടാകും. അതായത് 4 × 10⁻³ ഇൻറ്റു 6.022 ഇൻറ്റു 10⁻23. 10⁻23 10⁻³ കൂടെ 10⁻20 ആകും.
64 24. സോ 24 ഇൻറ്റു 10⁻20 ആണ് ആൻസർ വരിക. സോ എക്സ് ഇൻറ്റു 10⁻20 ഉണ്ട്. ആൻസർ 24 ഇൻറ്റു 10⁻20 ആണ്. സോ എക്സ് ഈസ് ഈക്വൽ ടു 24 ആണ്. സോ 24 നിങ്ങൾ ആൻസർ ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. സോ 24 ഇസ് ദ റൈറ്റ് ആൻസർ. 24 ഇസ് ദ റൈറ്റ് ആൻസർ. സോ ഇത്തരത്തിലാണ് നിങ്ങൾക്ക് ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഉണ്ടാവുക. നിങ്ങൾ ഒരിക്കലും ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് കിട്ടൂല എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാതിരിക്കരുത്. ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഷുവറായിട്ട് കിട്ടും. ക്ലിയർ അല്ലേ? സോ ബാക്കി ചോദ്യങ്ങൾ, ബാക്കി ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസുകളും ബാക്കി ചാപ്റ്ററുകൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കെമിസ്ട്രിയുടെ 21 ചാപ്റ്ററുകളും നിങ്ങളുടെ NTA പ്രഖ്യാപിച്ചുള്ള സിലബസിനകത്തുള്ള മുഴുവൻ ചാപ്റ്ററിനകത്തുള്ള ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കിനകത്തുള്ള നിങ്ങളുടെ 2024 ജനുവരി 24 എക്സാം ഹാളിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറിനകത്തുള്ള സമാനമായിട്ടുള്ള ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യും. കെമിസ്ട്രി മാത്രമല്ല, ഫിസിക്സും മാത്സും എല്ലാ ചാപ്റ്ററുകളും എല്ലാ സബ്ജക്റ്റുകളും നമ്മൾ ഡിസ്കസ് ചെയ്യും. സോ നാളെ മുതൽ നിങ്ങൾ കൃത്യം 8 മണിക്ക് ലൈവിൻ്റെ ഭാഗമായിട്ട് വരിക. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് പിൻ ചെയ്തു തരും, അല്ലെങ്കിൽ വാട്സപ്പ് കമ്മ്യൂണിറ്റി വഴി നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടും. സോ എല്ലാവരും ഇപ്പം തന്നെ നിങ്ങൾക്ക് ലിങ്ക് ബോക്സിലുള്ള വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. ക്വസ്റ്റ്യൻ പേപ്പർ തലേന്ന് നിങ്ങൾക്ക് കിട്ടും, തലേ ദിവസം കിട്ടും. അത് ചെയ്ത് നോക്കുക. പിറ്റേന്ന് നിങ്ങൾ ലൈവ് ഡിസ്കഷൻ്റെ ഭാഗമായിട്ട് വരിക. ക്ലിയർ അല്ലേ? സോ എല്ലാവർക്കും ക്ലാസ് കൃത്യമായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ എല്ലാവർക്കും ഓക്കെ ആണെങ്കിൽ ഓക്കെ എന്ന് പറയാം. ബാക്കി ക്വസ്റ്റ്യനുകൾ, ബാക്കി ചാപ്റ്ററുകൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. സോ എല്ലാവർക്കും ബൈ, ഗുഡ് നൈറ്റ്.